വാഹനാപകട കേസുകളെല്ലാം തന്നെ വേദന ഉളവാക്കുന്ന കേസുകൾ. കാരണം ആരുടെയോ വേദനയാണ്, ആരുടെയോ കണ്ണുനീരാണ്. ഓരോ ഫയലും ഞാൻ എടുക്കുന്നതിൻ്റെ സ്റ്റാഫിൻ്റെ അടുത്ത് പോലും പറയും, ഇതൊരു ഫയലല്ല, ഇത് ആരുടെ ഒരു ജീവിതമാണ്. എൻ്റെ വണ്ടി ഇപ്പോൾ തേർഡ് പാർട്ടിയാണോ, കോംപ്രിഹെൻസീവ് ഉണ്ടോ, എത്ര പീരീഡ് വരെയുണ്ട്, ഇതൊന്നും ആർക്കറിയില്ല, എടുക്കുന്ന ഓണർക്കറിയില്ല. വാഹനത്തിൻ്റെ ഉടമസ്ഥൻ ആ വാഹനം ഓടിച്ചു പോകുമ്പോൾ ഒരു അപകടം പറ്റി മരിക്കുകയാണെന്നുണ്ടെങ്കിൽ 15 ലക്ഷം രൂപയുടെ കവറുണ്ട് അതിനകത്ത്. ഇത് പലർക്കും അറിയില്ല. വഴി നീക്കുന്ന ആളെ പോയി ഇടിച്ചു കഴിഞ്ഞാൽ കിട്ടും. പക്ഷെ വണ്ടിയുടെ ബാക്കി കിട്ടും. ബൈക്കിൽ തേർഡ് പാർട്ടിയിൽ പില്ലിയൻ റൈഡറിന്റെ കവറില്ല. KSRTC ഒരു ആക്സിഡന്റ് പറ്റിയ ഒരു ക്ലയന്റ് നമ്മുടെ അടുത്ത് വരികയാണെങ്കിൽ ഞങ്ങളൊരു 8 വർഷം പറയും. കാരണം KSRTCയെ സംബന്ധിച്ച് നമ്മൾ ഈ രാജ്യത്തെ എല്ലാ നിയമവും പറയുകയാണെങ്കിൽ ഈ നിയമം ഒന്നും പാലിക്കപ്പെടാതെ റോഡിൽ കൂടെ ഓടുന്നൊരു വാഹനമാണ് KSRTC എന്ന് പറയുന്നത്. ഫിറ്റ്നസ് ഇല്ല, പെർമിറ്റ് ഇല്ല, വേറെ ഒന്നുമില്ല. ഇടിക്കുകയാണെന്നുണ്ടെങ്കിൽ KSRTC ബസ് തട്ടാനേ പാടില്ല എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് റോഡിലോട്ട് ഇറങ്ങാൻ വേണ്ടിയിട്ട്. ഇൻഷുറൻസ് ഇല്ല എന്നുണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്യുക, വണ്ടി എടുക്കാതിരിക്കുക. അതാണ് ഏറ്റവും നല്ലത്. അപകടം വരില്ല എന്ന് പറഞ്ഞുകൊണ്ട് ദൈവം നിങ്ങൾ വണ്ടി എടുത്തുകൊണ്ട് പുറത്തു പോകരുത്. ഇൻഷുറൻസ് എപ്പോഴും നോക്കുന്ന ഒരു ക്ലെയിം കൊടുക്കാനല്ല, എങ്ങനെ ഒരു ക്ലെയിം റിജക്ട് ചെയ്യാമെന്നുള്ളതാണ്. ക്ലയന്റിന് കൊടുക്കാൻ പറ്റാത്ത അല്ലെങ്കിൽ ആ പേഷ്യന്റിന് കൊടുക്കാൻ പറ്റാത്ത പല രീതിയിലുള്ള ഡോക്യുമെന്റ്സ് അവർ ചോദിക്കും. 3-4 ആവശ്യമില്ലാത്ത ഡോക്യുമെന്റ് ചോദിച്ച് ചെയ്യുന്ന അവസരം നമ്മൾ തന്നെ എന്ത് വിചാരിക്കും, ചെറിയ പണിയാണെങ്കിൽ നമുക്കങ്ങ് ചെയ്യാം, ഇതിന്റെ ബാക്കിൽ നിന്ന് പോകണ്ട. പക്ഷെ നമ്മുടെ ഇവിടുത്തെ വ്യവസ്ഥ എങ്ങനെയാണെന്ന് അറിയാം. തട്ടി വീണ ഞാൻ എഴുന്നേറ്റിരുന്നിട്ട് ഈ വണ്ടിയുടെ നമ്പർ ഞാൻ എഴുതിയെടുക്കും. ആര് വണ്ടി ഓട്ടിച്ചു എന്താണെന്നുള്ളത് ആർക്കറിയാം? ടോളിലൊന്നും ഒരു വ്യത്യാസമില്ല. ആ ടോൾ കഴിഞ്ഞൊരു 3 കിലോമീറ്റർ ആവുന്നതിന് മുമ്പ് പിന്നെ മൊത്തം ഫുൾ പണിയാണ്. നിങ്ങൾ ദുരിതം അനുഭവിച്ചോളൂ, നിങ്ങൾ ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്തോളൂ, ഞങ്ങൾ പിരിക്കാനുള്ളത് നിങ്ങൾ പിരിക്കും എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡിലാണ് ഇത് നമ്മളും യൂസ്ഡ് ആയി എന്നുള്ളതാണ്. പയ്യന്മാരൊക്കെ ഭയങ്കര സ്പീഡിലൊക്കെ വണ്ടി ഓടിച്ചു പോകുന്ന സമയത്ത് ഇവരെയൊക്കെ പിടിച്ചെടുത്തുനിന്ന് ഉപദേശിക്കാൻ തോന്നാറുണ്ട്. ചിലരതൊക്കെ ചോദിക്കുന്നത് എന്താ പറയാം, നമുക്കൊന്നും പറ്റൂല എന്ന് പറയും. അപകടം പറ്റുന്ന എല്ലാ ആൾക്കാരും പറ്റൂല എന്ന് പറഞ്ഞിട്ട് വണ്ടി ഓടിച്ച ആൾക്കാർ തന്നെയാണ്. ഹസ്ബൻഡ് അവരെ കൊണ്ട് ആശുപത്രിയിൽ പോകാനായിട്ടൊരു വൈഫിൻ്റെ ഒരു കയ്യിലെടുത്തോണ്ട് പോകാന്ന് പറയുന്ന സിറ്റുവേഷൻ ഒന്ന് ആലോചിച്ചു. അതിൽ പലരും അതിനുശേഷം ഒരു ബസ് യാത്ര പോലും നടത്തിയിട്ടില്ല. പോഡ്കാസ്റ്റിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിൽ ഒട്ടുമിക്ക ആൾക്കാരെല്ലാവരും വാഹനങ്ങൾ ഉപയോഗിക്കുന്ന ആൾക്കാരാണ്. അതിൽ എത്ര പേർക്ക് ഇൻഷുറൻസ് ഉണ്ട് എന്ന് ഒന്നുകൂടെ ചെക്ക് ചെയ്യേണ്ടതുണ്ട്. അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്നും ഒരു റോഡ് ആക്സിഡന്റ് ഉണ്ടായാൽ അതെന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നും ഏതൊക്കെ രീതിയിലാണ് നമുക്ക് ക്ലെയിംസ് വരുന്നതെന്നും ഒരു അപകടത്തിൽപ്പെട്ടാൽ അവരനുഭവിക്കുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്നും. അപ്പോൾ ഇന്ന് ഈ കാര്യങ്ങളെ പറ്റി കൂടുതലായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അഡ്വക്കേറ്റ് സർജനോടൊപ്പമാണ്. അഡ്വക്കേറ്റ് സർജൻ മോട്ടോർ വെഹിക്കിൾ ആക്സിഡന്റ് ക്ലെയിംസ് ഹാൻഡിൽ ചെയ്യുന്ന ഒരു അഡ്വക്കേറ്റ് ആണ്. അപ്പോൾ ഈ എപ്പിസോഡ് മുഴുവനായും കാണുന്നതിന് മുന്നേ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഇൻസ്റ്റഗ്രാമിലും ഫോളോ ചെയ്യുക. ഈ ഫുൾ എപ്പിസോഡിന്റെ ഓഡിയോ എക്സ്പീരിയൻസ് സ്പോട്ടിഫൈയിലും അവൈലബിൾ ആണ്. അപ്പോൾ ഒരു വാഹനാപകടം സംഭവിച്ചാൽ എന്ത് ചെയ്യണം എന്നതിനെപ്പറ്റി സംസാരിക്കാനായിട്ട് നമുക്ക് അഡ്വക്കേറ്റ് സർജനെ ഈ എപ്പിസോഡിലേക്ക് സ്വാഗതം ചെയ്യാം. വെൽക്കം. താങ്ക് യു. പല ഏരിയയിലുള്ള വക്കീലന്മാരുണ്ട്. ലൈക്ക് വെൻ യു ആർ സ്റ്റഡിയിങ്, എന്തുകൊണ്ട് ഈ ഒരു കോഴ്സ് തിരഞ്ഞെടുത്തു, അല്ലെങ്കിൽ എന്തുകൊണ്ട് ഈ ഒരു ഫീൽഡ്, ഇൻഷുറൻസ് അല്ലെങ്കിൽ ഈ ഒരു വെഹിക്കിൾ ആക്സിഡന്റ്, മോട്ടോർ വെഹിക്കിൾ ആക്സിഡന്റിൻ്റെ ആ ഒരു ഏരിയ എന്തുകൊണ്ട് തിരഞ്ഞെടുത്തു? എങ്ങനെയാണ് ഇവിടോട്ട് എത്തിപ്പെട്ടത്? ഈ ഒരു സെക്ടറിൽ എങ്ങനെ എത്തിപ്പെട്ടത്? യഥാർത്ഥത്തിൽ ഞാൻ ഒരു ഡോക്ടർ ആകാൻ വേണ്ടി എൻ്റെ ജീവിതം തുടങ്ങിയ ആളാണ്. എൻ്റെ അപ്പൻ്റെ വലിയൊരു അഭിലാഷമായിരുന്നു ഞാനൊരു ഡോക്ടർ ആകണം. അതുകൊണ്ടാണ് എൻ്റെ പേര് സർജിൻ തോമസ് എന്ന് ഇട്ടത്. 2 പ്രാവശ്യം എൻട്രൻസ് എഴുതി. പക്ഷേ 2 പ്രാവശ്യത്തെ എൻട്രൻസിൻ്റെ റാങ്ക് കാരണം പപ്പയ്ക്ക് മനസ്സിലായി ജീവിതത്തിൽ ഒരിക്കലും ഡോക്ടർ ആകുക എന്നുള്ളത് മോനെ കൊണ്ട് പറ്റത്തില്ല. അങ്ങനെയാണ് ലീഗൽ ഫീൽഡിലോട്ട് വരുന്നത്. പപ്പ ലോയർ തന്നെയായിരുന്നു. പപ്പ MACT കേസുകളാണ് കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പപ്പ MACT കേസുകൾ കൈകാര്യം ചെയ്യുന്ന നേരത്തെ തന്നെ നമ്മുടെ ഒരു ടൈപ്പ് ഓഫ് ക്ലയൻസ് ഉണ്ടല്ലോ, ജീവിതത്തിൻ്റെ ആ ഒഴുക്കിൽ ഒരു അപകടം പറ്റിയിട്ട് ജീവിതം കൈവിട്ട് പോയവർ, സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർ, വേദന അനുഭവിക്കുന്നവർ, അംഗവൈകല്യം സംഭവിച്ച ആൾക്കാർ, അവർക്ക് നമുക്കൊരു ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്ന, അവരുടെ അടുത്ത് സൊസൈറ്റിക്ക് നമുക്കൊരു ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു സ്ട്രീമാണ് നമുക്ക് MACT എന്ന് പറയാം. അപ്പം അങ്ങനെയാണ് എനിക്ക് ആ ഒരു ഫീൽഡ് മതി എന്ന് വിചാരിച്ച് പിന്നെ ആ ഒരു സ്ട്രീം തന്നെ ഞാൻ സെലക്ട് ചെയ്യാനായിട്ട് കാരണമായി തീർന്നു. ഒരു സിറ്റുവേഷൻ ഞാൻ പറയാം. ഇപ്പോൾ ഒരാള് ഒരു വാഹനം ആക്സിഡൻ്റ് ആയി. ആ ആക്സിഡൻ്റ് ആയ വാഹനം അത് ക്ലെയിം ചെയ്തു, 1 രൂപ പോലും കിട്ടിയിട്ടില്ല. പക്ഷേ എന്തൊക്കെ റീസൺ കൊണ്ടായിരിക്കും അത് കിട്ടാതിരിക്കുന്നത്? ഒന്ന്, ഈ ഓടിച്ച ആൾ മദ്യപിച്ചിട്ടാണ് ഓടിക്കുന്നതെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇൻഷുറൻസ് കമ്പനി അത് ഡിനൈ ചെയ്യാനായിട്ട് സാധ്യതയുണ്ട്. ഈ ക്ലെയിമിന് വേണ്ടി നമ്മൾ പോകുന്ന ഒത്തിരി ഡിലേ ആയതിനു ശേഷമാണെന്നുണ്ടെങ്കിൽ അത് അവർ ഡിനൈ ചെയ്യാനായിട്ട് സാധ്യതയുണ്ട്. ഫോർ എക്സാമ്പിൾ, നമുക്കൊരു ഒരു അപകടം പറ്റി, ഈ വണ്ടി നമ്മൾ
ടോ ചെയ്ത് നമ്മുടെ വീട്ടിൽ കൊണ്ടുവന്നിട്ടിരിക്കുന്നത് 6 മാസം 8 മാസമൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് നമ്മളത് ക്ലെയിമിന് വേണ്ടി കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ അവർ ഡിനൈ ചെയ്യാനായിട്ട് സാധ്യതയുണ്ട്. നമ്മൾ ഇൻഷുറൻസ് എടുത്തിട്ടുള്ളത് കോംപ്രിഹെൻസീവ് പോലുള്ള ഇൻഷുറൻസ് അല്ല എന്നുണ്ടെങ്കിൽ, തേർഡ് പാർട്ടി ആണെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് ഇൻഷുറൻസിൻ്റെ പേർവ്യൂവിനകത്ത് അത് വരില്ല. അപ്പോൾ അവർ ഡിനൈ ചെയ്യാനായിട്ട് സാധ്യതയുണ്ട്. ഇങ്ങനെ നിയമപരമായിട്ട് ഒത്തിരി റീസൺസ് ഉണ്ട് ഡിനൈ ചെയ്യാനായിട്ട് സാധ്യത വരുന്നത്. ഈ ഒരു കരിയറിൽ സ്വന്തമായിട്ടൊരു ഹാർട്ട് ബ്രേക്കിംഗ് സ്റ്റോറി പോലെ സംഭവിച്ചിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യം ഈ ഇൻഷുറൻസ് ക്ലെയിമുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഏതെങ്കിലും ആൾക്കാർക്ക് സംഭവിച്ചിട്ടുള്ള ഒരു കഥ, ഒരു സംഭവം പറയാമോ, ഒരു ഇൻസിഡന്റ് പറയാമോ? വാഹനാപകട കേസുകളെല്ലാം തന്നെ വേദന ഉളവാക്കുന്ന കേസുകളാണ്. കാരണം ആരുടെയോ വേദനയാണ്, ആരുടെയോ കണ്ണുനീരാണ്, അതാണ് ആ കേസുകളെല്ലാം. ഓരോ ഫയലും ഞാൻ എടുക്കുന്നത് എൻ്റെ സ്റ്റാഫിൻ്റെ അടുത്ത് പോലും പറയും, ഇതൊരു ഫയലല്ല, ഇത് ആരുടെയോ ഒരു ജീവിതമാണ്. അതിലേറ്റവും ബുദ്ധിമുട്ട് വരുന്നത് ഇൻഷുറൻസ് ഇല്ലാത്ത വാഹനങ്ങൾ അപകടങ്ങളിൽ പെടുന്നിടത്താണ്. ഇപ്പോൾ ഒരാൾ നടന്നുപോയി, ഇൻഷുറൻസ് ഇല്ലാത്തൊരു ബൈക്കാണ് അയാളെ തട്ടുന്നതെന്ന് വിചാരിക്കുക. അയാൾക്ക് പരിക്ക് പറ്റി ബുദ്ധിമുട്ടി അയാൾ ഹോസ്പിറ്റലൈസ്ഡൊക്കെ ആയി അടുത്തൊരു ക്ലെയിമിന് വേണ്ടി വരുമ്പോൾ ഈ ബൈക്കിൻ്റെ ഓണറിന് വേറെ ഒരു ആസ്തിയും ഇല്ലയെന്നുണ്ടെങ്കിൽ അയാളുടെ അവസ്ഥ ദയനീയമാണ്. കാരണം ഈ പൈസ ഒന്നും അയാളെ കോമ്പൻസേറ്റ് ചെയ്യാനായിട്ടൊരു ഏജൻസി ഇല്ലാത്തൊരവസ്ഥ. അങ്ങനെ എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്? ഇഷ്ടം പോലെ ഉണ്ട്. ഒരു 19 വയസ്സായ ഒരു പയ്യൻ റോഡ് സൈഡിൽ കൂടെ നടന്നു പോകുന്നു. ഞാൻ ആ സ്ഥലം പറയുന്നില്ല. റോഡ് സൈഡിൽ കൂടെ നടന്നു പോകുന്നു. ട്രിബിൾസ് കയറി വന്ന ഒരു KB100 എന്ന് പറഞ്ഞാൽ എത്ര വർഷം പഴക്കം കാണുന്നുള്ള പഴയ വണ്ടി, KB100 ഒന്ന് ഇടിക്കുന്നു. ആ പയ്യൻ മരണപ്പെടുകയാണ്. പയ്യന് 3 സഹോദരങ്ങളുണ്ട്, ഒരു ഉമ്മയുണ്ട്, വാപ്പയില്ല. അത് വലിയൊരു ക്ലെയിം എമൗണ്ട് വന്നു. ഒരു 20 ലക്ഷം രൂപയ്ക്ക് പുറത്ത് ക്ലെയിം കോടതി വിധിച്ചു. പക്ഷേ അത് ഈടാക്കാനായിട്ട് ആ KB100 ഓണർക്ക് പ്രത്യേകിച്ച് വേറെ അസറ്റ് ഒന്നുമില്ല. അപ്പം അങ്ങനെ വരുന്നേരം നമുക്ക് കോടതിയിൽ നിന്ന് ഒരു അവാർഡ് കിട്ടും, കോടതി ഒരു വിധി കിട്ടും. പക്ഷെ ആ വിധി എന്താക്കാൻ പറ്റില്ല, റിയലൈസ് ചെയ്ത് പൈസയാക്കി അവർക്ക് കൊടുക്കാനായിട്ട് പറ്റില്ല, ഇൻഷുറൻസ് ഇല്ലാത്തത് കൊണ്ട് മാത്രം. ഇത് കോടതിയിൽ നിന്ന് വിധി ഇത് എങ്ങനെ നിലനിൽക്കും? അതായത് ഇപ്പം ഇങ്ങനെ കൊടുക്കാൻ പറ്റില്ലെങ്കിൽ അത് എങ്ങനെ സോൾവ് ചെയ്യാം? ഓണർക്ക് വേറെ അസറ്റ് ഇല്ല എന്നുണ്ടെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. ആ വിധി നമുക്ക് വിധിയായിട്ട് നിൽക്കത്തേ ഉള്ളൂ. ഇപ്പോൾ സാധാരണ എല്ലാവരും വണ്ടി എടുക്കുമ്പോൾ നമ്മൾ പലരും ഇപ്പോൾ വെഹിക്കിൾ ഇൻഷുറൻസ് എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ നമ്മുടെ വണ്ടി എടുക്കുന്നതിൻ്റെ കൂട്ടത്തിലാണ് ഇതെല്ലാം നടക്കുന്ന പ്രൊസീജിയേഴ്സ് ആണല്ലോ. അപ്പം അതിൽ എല്ലാവരും ഒരു ഇൻഷുറൻസിൻ്റെ പേപ്പർ തരുമ്പോൾ നമ്മളങ്ങ് സൈൻ ചെയ്ത് കൊടുക്കുക. അതിനകത്ത് എന്തൊക്കെ കവർ ആകുന്നുണ്ട്? മെറ്റൽ പാർട്സ് എത്ര പെർസെൻറ്റേജ് ആണ്, അല്ലെങ്കിൽ ഗ്ലാസ് ഏരിയ എത്രയാണ്, അല്ലെങ്കിൽ മീൻസ് പ്ലാസ്റ്റിക്, ഫൈബർ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പലതിലും പറയുന്നുണ്ട്. അതുപോലെ തന്നെ മറ്റേ നമ്മുടെ ഇൻവോയ്സ് എമൗണ്ട് തന്നെ നമുക്ക് തിരിച്ച് കിട്ടുന്ന ഒരു രീതിയുണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്ത് വരുന്നുണ്ട്. അപ്പം എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിച്ച് നമ്മളിത് ഈ ഒരു ഇൻഷുറൻസ് എടുത്തു കഴിഞ്ഞാൽ നമുക്കത് കുറച്ചുകൂടെ നമുക്ക് ബെനിഫിഷ്യലായിട്ട് യൂസ് ചെയ്യാം? അത് ക്ലൈമിൻ്റെ കാര്യത്തിലും അതുപോലെ ഫിനാൻഷ്യലിൻ്റെ കാര്യത്തിലും നമുക്കത് പൈസ സേവ് ചെയ്യുന്ന കാര്യത്തിലും ആവശ്യമുള്ളതും ആവശ്യമില്ലാത്തതും ഒക്കെ എന്തായിരിക്കും? നമ്മൊരു വാഹനം എടുക്കുകയാണ്. അപ്പം വാഹനം എടുക്കുന്ന നേരത്ത് അതിൻ്റെ കൂടെ നമ്മൾ ഇൻഷുറൻസ് കൂടെ എടുക്കും. ഇൻഷുറൻസ് എടുക്കുന്ന സമയത്ത് മിനിമം ഒരു 3-4 കമ്പനിയുടെ കയ്യിൽ നിന്നെങ്കിലും ഒരു കോട്ട് എടുക്കണം. ഒരു വാഹനം എടുക്കുന്ന സമയത്ത് ഇപ്പോൾ തേർഡ് പാർട്ടി പ്ലസ് കോംപ്രിഹെൻസീവ് കൂടെ ചേർത്തിട്ടാണ് നമുക്ക് ഇൻഷുറൻസ് നമ്മൾ എടുക്കുന്നത് ഒരു 5 വർഷത്തേക്ക്. ഇതിൽ തേർഡ് പാർട്ടിയും കോംപ്രിഹെൻസീവ് രണ്ടും 2 സെക്ഷനായിട്ടാണ് അവർ തരുന്നത്. ആദ്യത്തെ 1 വർഷം കഴിയുമ്പോൾ, അല്ലെങ്കിൽ ചിലപ്പോൾ ആദ്യത്തെ 3 വർഷം കഴിയുന്നേരത്തെ കോംപ്രിഹെൻസീവ് പാർട്ട് തീരും, പിന്നെ തേർഡ് പാർട്ടി ആയിരിക്കും പോകുന്നത്. ഇത് പലപ്പോഴും അറിയില്ല, ഈ എടുക്കുന്ന ഓണേഴ്സിന് അറിയില്ല. എൻ്റെ വണ്ടി ഇപ്പോൾ തേർഡ് പാർട്ടി ആണോ കോംപ്രിഹെൻസീവ് ഉണ്ടോ, എത്ര പീരീഡ് വരെ ഉണ്ട്, ഇതൊന്നും ആർക്കറിയില്ല, എടുക്കുന്ന ഓണർക്ക് അറിയില്ല. അത് നമ്മൾ വ്യക്തമായിട്ട് നോക്കണം. ഈ ഓണർ കം റൈഡർ, അതായത് വാഹനത്തിൻ്റെ ഉടമസ്ഥൻ ആ വാഹനം ഓടിച്ചു പോകുമ്പോൾ ഒരു അപകടം പറ്റി മരിക്കുകയാണെന്നുണ്ടെങ്കിൽ 15 ലക്ഷം രൂപയുടെ കവറുണ്ട് അതിനകത്ത്. ഇത് പലർക്കും അറിയില്ല. അതുപോലെ തന്നെ പെർമനൻ്റ്ലി ഡിസേബിൾഡ് ആകുകയാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് 2 lakhs കവറുണ്ട്. അത് പലർക്കും അറിയില്ല. ഇതൊക്കെ നമ്മൾ എടുക്കുന്ന പോളിസിക്കകത്ത് നമുക്ക് കിട്ടുന്നതായിട്ടുള്ള ബെനിഫിറ്റ്സ് ആണ്. നാം എടുക്കുന്ന ഒരു മിനിമം പ്ലാനാണ് തേർഡ് പാർട്ടി എന്ന് പറയുന്നത്. അതായത് ഞാനുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് ആൾക്കാരും പോയിട്ട് ബാക്കി വരുന്ന എല്ലാം തേർഡ് പാർട്ടീസാണ്. ഓക്കെ. അതേസമയം മറ്റൊരു പോളിസിയാണ് കോംപ്രിഹെൻസീവ് എന്ന് പറയുന്നത്. അതിനകത്ത് തേർഡ് പാർട്ടി വരും, എൻ്റെ വണ്ടിയുടെ ഡാമേജസ് വരും, അതിനകത്തുള്ള ഓണർ കം റൈഡർ ആണെന്നുണ്ടെങ്കിൽ അയാളുടെ കവറേജ് വരും, പാസഞ്ചർ കവറേജ് വരും, ഇതെല്ലാം കൂടെ വരും. അതിനകത്തൊരു ഡിപ്രിസിയേഷൻ ആസ്പെക്റ്റ് ഉണ്ട്. ഇതല്ലാതെ വരുന്നതാണ് ബമ്പർ ടു ബമ്പർ. അതിനകത്ത് ഡിപ്രിസിയേഷൻ ആസ്പെക്റ്റ് ഇല്ല, അതിൻ്റെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് വേറെയാണ്. വൈഡായിട്ടുള്ളൊരു മേഖലയാണ്. ഇതിന് സിംപ്ലിഫൈ ചെയ്ത് പറയുകയാണെങ്കിൽ ഇപ്പോൾ ഞാനും മാത്യു ഒക്കെ ഒരു 10 വയസ്സുള്ളൊരു കുഞ്ഞാന്ന് വിചാരിക്കുക. നമുക്ക് പറഞ്ഞു തരാം, കോംപ്രഹെൻസീവ് ഇൻഷുറൻസ് ഇതാണ്, തേർഡ് പാർട്ടി ഇൻഷുറൻസ് ഇതാണ്, രണ്ടും തമ്മിലുള്ളൊരു വ്യത്യാസം. സിമ്പിൾ. കോംപ്രിഹെൻസീവ് ഇൻഷുറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു കാറിന് കോംപ്രിഹെൻസീവ് ഇൻഷുറൻസ് വരുമ്പോൾ അകത്തുള്ള പാസഞ്ചറിന് കവർ കാണും, വണ്ടിയുടെ ഡാമേജസിന് കവർ കാണും, അതിൻ്റെ ഓണറാണ് ഡ്രൈവർ എന്നുണ്ടെങ്കിൽ അയാൾക്ക് കവർ കാണും.
തേർഡ് പാർട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലോകത്ത് ആ ഓണർ പോയിട്ട് അതിനകത്തുള്ള പാസഞ്ചർ പോയിട്ട് ബാക്കി എല്ലാവരും തേർഡ് പാർട്ടീസാണ്. അപ്പൊ പാസഞ്ചർക്ക് കോംപ്രിഹെൻസീവ് ഉണ്ടെങ്കിൽ മാത്രമേ കോംപ്രിഹെൻസീവ് ഉണ്ടെന്നുണ്ടെങ്കിൽ പാസഞ്ചറിന് കവർ വരത്തുള്ളൂ. ഓക്കെ. കാരണം ഓണറുമായിട്ട് എന്തെങ്കിലും ഒരു കോൺട്രാക്ച്വൽ ഒബ്ലിഗേഷൻ ഉള്ള ആൾക്കാർ മാത്രമാണ് അതിനകത്ത് യാത്ര ചെയ്യുന്നത്. അവർ ചിലപ്പം തേർഡ് പാർട്ടീസ് ആകണമെന്ന് നിർബന്ധമില്ല. ഓക്കെ. ഇപ്പോൾ ഒരു ബൈക്ക് ഫുൾ ഇൻഷുറൻസ് ആണെന്നുണ്ടെങ്കിൽ ഒരു ആക്സിഡന്റ് പറ്റിക്കൽ ആ ബൈക്കിന്റെ ഡാമേജസിനുള്ളത് കിട്ടും. ബൈക്കിന്റെ പുറകിലിരുന്ന് ട്രാവൽ ചെയ്യുന്ന ആളിനുള്ളത് കിട്ടും. ബൈക്ക് ഓടിക്കുന്ന ആൾക്ക് ഓണറാണ് ഡെത്ത് സംഭവിക്കുകയാണെങ്കിൽ 15 ലക്ഷം രൂപ കിട്ടും. പക്ഷെ ആ ബൈക്ക് തേർഡ് പാർട്ടി ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ സ്കിഡ് ചെയ്ത് വീണു, ബാക്കി ഇരിക്കുന്ന ആൾക്ക് പരിക്ക് പറ്റി, അയാൾക്ക് ക്ലെയിം കിട്ടില്ല. ഓക്കെ. കാരണം അയാൾ തേർഡ് പാർട്ടി അല്ല. വഴി നിൽക്കുന്ന ആളെ പോയി ഇടിച്ചു കഴിഞ്ഞാൽ കിട്ടും. പക്ഷെ വണ്ടിയുടെ ബാക്കിൽ ചെയ്യുന്ന കിട്ടില്ല. കഷ്ടമായി. അപ്പൊ തേർഡ് പാർട്ടിയിലെ ബൈക്കിൽ തേർഡ് പാർട്ടിയിൽ പില്ലിയൻ റൈഡറിനെ കവറില്ല. കോംപ്രിഹെൻസീവ് ആണെന്നുണ്ടെങ്കിൽ മാത്രമേ പില്ലിയൻ റൈഡറിനെ കവർ. ബൈക്ക് തേർഡ് പാർട്ടിയാണ്, ഓടിച്ചു പോയി, ഒരു കാർ വന്ന് ഇടിച്ചു എന്ന് വിചാരിക്കുക. അപ്പൊ ഈ ബൈക്കിലെ 2 പേർക്കും കിട്ടും. എങ്ങനെയാണെന്നറിയാമോ? അവര് കാറിന്റെ തേർഡ് പാർട്ടിക്കെതിരെയാണ് ക്ലെയിം ചെയ്യുന്നത്. പക്ഷേ ബൈക്ക് ഓടിച്ചുകൊണ്ട് പോയി തേർഡ് പാർട്ടിയാണ്, സ്വന്തമായിട്ട് സ്കിഡ് ചെയ്ത് വീണു, ബാക്കി ഇരിക്കുന്ന ആൾക്ക് ക്ലെയിം കിട്ടില്ല. കാരണം തേർഡ് പാർട്ടിയാണ്, വേറൊരു വണ്ടിയുടെ നെഗ്ലിജൻസ് അതിനകത്തില്ല. ഞാൻ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് ഭീകരമായ ബ്ലോക്ക്, അതിനിടയ്ക്ക് 3 വണ്ടികൾ ഇങ്ങനെ ഇടിച്ച് കിടക്കുക. 3 പേരും ഇൻഷുറൻസ് കവേർഡ് ആയിരിക്കാം, പുതിയ വണ്ടികൾ വലിയ കുഴക്കമില്ല, അപ്പോൾ കവേർഡ് ആയിരിക്കും. ഇത് ആർക്ക് ക്ലെയിം ചെയ്യും? ഈ 3 വണ്ടികളുടെ ക്ലെയിമും അവരവരുടെ ഇൻഷുറൻസ് കമ്പനിയിൽ നിന്ന് അവർക്ക് ക്ലെയിം ചെയ്യാം. കാരണം എല്ലാ വണ്ടിക്കും അതിൻ്റേതായിട്ടുള്ള കോംപ്രിഹെൻസീവ് ബമ്പർ ടു ബമ്പർ പോളിസി 3 വണ്ടിക്കും ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം? 3 വണ്ടിക്കും അവരവരുടെ ഇൻഷുറൻസ് കമ്പനിയിൽ നിന്ന് ക്ലെയിം ചെയ്യാം. ഓക്കെ. ഇതിൽ ഒരു വണ്ടിക്ക് എന്തില്ല, തേർഡ് പാർട്ടിയേ ഉള്ളൂ. പക്ഷെ ഒരു 2 ലക്ഷം രൂപയുടെ ഡാമേജ് ഉണ്ട്. അതിൻ്റെ ബാക്കിൽ വന്ന് ഇടിച്ച വണ്ടിയാണ് ഈ അപകടത്തിന് കാരണമായതെന്ന് വിചാരിക്കുക. എന്നാൽ ആ വണ്ടിക്കെതിരെ ആദ്യം ഒരു FIR ഇടണം. FIR ഇട്ട് ഈ ഡാമേജ് പറ്റിയ വണ്ടിയെ ഒരു സർവീസ് സെൻറ്ററിൽ കൊണ്ടുപോയി ലൈസൻസ്ഡ് സർവേയറിനെ കൊണ്ട് എന്തൊക്കെ ഡാമേജസ് ആണെന്ന് അസസ് ചെയ്ത് എസ്റ്റിമേറ്റ് തയ്യാറാക്കി പണി ചെയ്ത് പണിയുടെ ബില്ലും അടച്ചിട്ട് ഈ ബില്ല്, എസ്റ്റിമേറ്റ്, ലൈസൻസ് സർവേയറുടെ റിപ്പോർട്ട്, ഈ പോലീസ് സ്റ്റേഷനിൽ നിന്നുള്ള FIR എല്ലാം കൂടെ ചേർത്തുകൊണ്ട് ആ വണ്ടിക്കെതിരായിട്ട് MACT കോടതിയിൽ കേസ് ഫയൽ ചെയ്യണം. എന്നാൽ മാത്രമേ അത് കിട്ടത്തുള്ളൂ. സ്വന്തം വണ്ടിയുടെ ഡാമേജ് ആണെന്ന്, സ്വന്തം വണ്ടിക്ക് ഫുൾ ഇൻഷുറൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ക്ലെയിം ചെയ്യാം. തേർഡ് പാർട്ടിയേ ഉള്ളൂ, വേറൊരു വണ്ടി വരുത്തിയ ഡാമേജ് ആണെന്നുണ്ടെങ്കിൽ ഇത്രയും കാര്യങ്ങൾ ചെയ്ത് ആ വണ്ടിയുടെ ഇൻഷുറൻസിൽ നിന്ന് ക്ലെയിം എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ MACTയിൽ പോയാലേ പറ്റത്തുള്ളൂ. അപ്പം ഞാൻ വളരെ റീസെൻ്റ് ആയിട്ട് നടന്ന ഒരു നിലമേലിനടുത്ത്, നമ്മൾ ട്രിവാൻഡ്രം നിലമേൽ റോഡ്, ആ നിലമേൽ എത്തുന്നതിന് മുൻപ് റോഡ് സൈഡിലുള്ളൊരു ഹോട്ടൽ, ആ ഹോട്ടലിലേക്ക് ഒരു കാർ ഇടിച്ച് കയറി. ആ ഹോട്ടൽ ഓണറിനും പരിക്ക് പറ്റി, കടയ്ക്ക് എനിക്കൊന്നൊരു 3 ലക്ഷം രൂപ അടുപ്പിച്ചിട്ടുള്ള ഡാമേജസ് ഒക്കെ സംഭവിച്ചു. ആ കടയുടെ ഡാമേജസും നമുക്ക് ക്ലെയിം ചെയ്യാം. ആ ഹോട്ടൽ ഓണറിന് പറ്റിയ പരിക്കിനുള്ള കോമ്പൻസേഷനും നമുക്ക് എന്ത് ചെയ്യാം? MACT കോടതിയിൽ നിന്ന് ക്ലെയിം ചെയ്യാം. കടയുടെ എങ്ങനെയാണ്? ആ കട എന്തുമാത്രം ഡാമേജസ് ഉണ്ടായെന്നുള്ളത് ഒരു ലൈസൻസ്ഡ് സിവിൽ എഞ്ചിനീയറിനെ കൊണ്ട് റിപ്പോർട്ട് തയ്യാറാക്കണം. എന്നിട്ട് ആ ഡാമേജസ് പണിയണം. ആ പണിങ്ങിൻ്റെ ഒരു ഇതുണ്ടല്ലോ, ഒരു ബില്ലും എസ്റ്റിമേറ്റും എല്ലാം കൂടെ ചേർത്തിട്ട് ഇതും ആ പോലീസ് സ്റ്റേഷനിൽ നിന്നുള്ള റെക്കോർഡ്സ്, ഇങ്ങനെ ഒരു ആക്സിഡന്റ് സംഭവിച്ചിട്ടുണ്ട് എന്നുള്ള പോലീസ് റെക്കോർഡ്സ് കൂടെ ചേർത്തിട്ട് ഈ ഡാമേജിന് വേണ്ടിയിട്ട് MACT കോടതിയിൽ കേസ് ഫയൽ ചെയ്യണം. എന്തിനാണ് നമ്മൾ വാഹന ഇൻഷുറൻസ് എടുക്കുന്നത്? ലൈക്ക് ബേസിക്കലി നമുക്കിപ്പോൾ എന്തെങ്കിലും അതുകൊണ്ട് പറ്റി കഴിഞ്ഞാൽ അതിൻ്റെ അകത്തുനിന്ന് പൈസ തിരിച്ച് കിട്ടണം. അതിൻ്റെ നഷ്ടം നമ്മുടെ കയ്യിൽ നിന്ന് വരരുത്. നഷ്ടപരിഹാരം വേണം. ഒരു വാഹനം ഒരിക്കലും നമ്മുടെ ഒരു അസറ്റ് എന്ന് പറയാൻ പറ്റില്ല, അതൊരു ലയബിലിറ്റിയാണ്. നമ്മൾ വാഹനം റോഡിൽ ഇറക്കുന്ന ആക്സിഡന്റ് ആരും മനഃപൂർവ്വം ഉണ്ടാക്കുന്നില്ല. ആക്സിഡന്റ് സംഭവിക്കാം. ആക്സിഡന്റ് സംഭവിക്കുന്നിടത്ത് എന്തൊക്കെ സംഭവിക്കാം? ഒരാൾക്ക് പരിക്ക് പറ്റാം, ഒരു പ്രോപ്പർട്ടിക്ക് ഡാമേജ് സംഭവിക്കാം, വേറൊരു വാഹനത്തിന് ഡാമേജ് സംഭവിക്കാം. എന്തെല്ലാം ഫിനാൻഷ്യൽ ആയിട്ടുള്ള ലയബിലിറ്റി ഈ വാഹനം വരുത്തുന്നോ ആ ലയബിലിറ്റി എല്ലാം കോമ്പൻസേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ആ ഇൻഷുറൻസിന്റെ കടമ. ഓക്കെ. ആ പ്രൊവൈഡഡ് ആ വാഹനം ആ ക്ലാസ് ഓഫ് വെഹിക്കിൾ ഓടിക്കാൻ ലൈസൻസ്ഡ് ആയിട്ടുള്ള ഒരാൾ ഓടിച്ചിരിക്കണം. ഇത് മാത്രമേ ഉള്ളൂ അതിനകത്തൊരു കണ്ടീഷൻ. പിന്നെ ആ സമയത്ത് അയാൾ അത് ഓടിക്കാൻ തക്കവണ്ണമുള്ള ഒരു സൗണ്ട് മൈൻഡ് ആയിരിക്കണം. അണ്ടർ ദ ഇൻഫ്ലുവൻസ് ഓഫ് ദ ആൽക്കഹോൾ ആയിരിക്കാനായിട്ട് പാടില്ല. ഇതിങ്ങനെയൊക്കെയുള്ള കുറച്ച് ടേംസ് ആൻഡ് കണ്ടീഷൻസ് കൂടെ അതിൻ്റെ കൂടെ ഉണ്ട്. അപ്പോൾ എന്തൊക്കെ വരുത്തിയിരുന്നാലും ഇപ്പോൾ ഈ കാറ് പോയി ഒരു വേറെ കാറിനെ ഇടിക്കുന്നു, ആ കാറിൻ്റെ ഡാമേജസ് നമുക്ക് ക്ലെയിം ചെയ്യാനായിട്ട് പറ്റും. ചെന്നൊരു വീടിൻ്റെ മതിലിനെ ഇടിക്കുന്നു, അതും ആ മതിൽ തിരിച്ച് കെട്ടാനുള്ള എമൗണ്ട് നമുക്ക് ഇൻഷുറൻസ് കമ്പനിയിൽ നിന്ന് ക്ലെയിം ചെയ്യാൻ പറ്റും. ഒരാളെ ചെന്ന് ഇടിക്കുന്നു, അയാൾക്ക് ഉള്ള കോമ്പൻസേഷൻ ഉണ്ട്, അയാളുടെ മെഡിക്കൽ ബിൽസ്, ബാക്കി എല്ലാ കാര്യങ്ങളും നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും? MACT കോടതി മുഖാന്തരം ഈ കാറിന്റെ ഇൻഷുറൻസ് കമ്പനിയിൽ നിന്ന് ക്ലെയിം ചെയ്ത് വാങ്ങാനായിട്ട്. ഇതിപ്പം ഇതിനകത്ത് ഈ ഓൺ ഡാമേജ് എന്ന് പറഞ്ഞൊരു പരിപാടി ഉണ്ടല്ലോ, ഓഡി എന്ന് പറഞ്ഞ്, അത് ഏതിലാണ് വരിക? കോംപ്രിഹെൻസീവിൻ്റെ ഇതിനകത്ത് തന്നെ വരുന്നത്. ഇപ്പോൾ എൻ്റെ കാറ് ഫുൾ ഇൻഷുറൻസ് ആണ്, ഞാൻ റിവേഴ്സ് എടുക്കുന്നു, മതിലിൽ ചെന്ന് ഇടിക്കുകയാണ്, അതിൽ കുറേ ഡാമേജ് പറ്റുന്നു, ഞാൻ എന്ത് ചെയ്യാനാണ്?
ഇൻഷുറൻസ് കമ്പനിയിൽ കൊണ്ടുവന്ന് കൊടുക്കുന്നു, ഇന്നതാണ് സംഭവിച്ചതെന്ന് പറയുന്നത്, ഇങ്ങനെ സംഭവിച്ചതെന്ന് എഴുതി കൊടുക്കുകയാണ്. അവരുടെ സർവേയർ വരുന്നു, സർവേയർ നോക്കുന്നു, അതിൻ്റെ ഡാമേജ് അസസ് ചെയ്യുന്നു, പണി ചെയ്യുന്നു, കിട്ടുന്നു. അപ്പോൾ നമ്മൾ ചിലപ്പം നമ്മുടെ വണ്ടിക്ക് ഇൻഷുറൻസ് തീർന്നത് നമ്മൾ അറിയത്തില്ല. ഒരു ആക്സിഡൻറ്റ് പറ്റി, ഒരാൾക്ക് പരിക്ക് പറ്റി, അല്ലെങ്കിൽ ഒരാൾ മരിച്ചുപോയി. അങ്ങനത്തെ സിറ്റുവേഷൻസിൽ നമ്മൾ എന്ത് ചെയ്യും? റിന്യൂ ചെയ്യാൻ നമ്മൾ മറന്നുപോയി, ജെനുവൻലി മറന്നുപോയി. അങ്ങനത്തെ സിറ്റുവേഷനിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതിനകത്തൊന്നും ചെയ്യാൻ പറ്റില്ല. ആർക്ക് പരിക്ക് പറ്റിയോ അല്ലെങ്കിൽ എന്താണ് ഡാമേജ് വരുത്തിയോ ആ ഡാമേജ് കോമ്പൻസേറ്റ് ചെയ്യാന്നുള്ളത് ഓണറിൻ്റെ റെസ്പോൺസിബിലിറ്റി ആയിട്ട് വരും. ഓക്കെ. യഥാർത്ഥത്തിൽ നമ്മൾ ഇൻഷുറൻസ് എടുക്കുന്നത് എന്തിനാണെന്നറിയാം? ഓണർക്കുള്ള ഫിനാൻഷ്യൽ ലയബിലിറ്റി അത് ഇൻഷുറൻസ് കമ്പനിയുടെ പുറത്തോട്ട് പോകുന്നു. അപ്പോൾ ഇൻഷുറൻസ് ഇല്ലെങ്കിൽ എന്ത് പറ്റും? ആ ലയബിലിറ്റി നമ്മുടെ പുറത്തേക്കുന്നു, നമ്മൾ കൊടുക്കണം. എൻ്റെ വീട്ടിൽ നല്ല കടിക്കുന്ന ഒരു പട്ടിയുണ്ട്. ഈ പട്ടി ഇങ്ങനെ നല്ലവണ്ണം പൂട്ടിയിട്ടാണ് വളർത്തുന്നത്. ഒരു ദിവസം എന്ത് പറ്റി? ഞാൻ ഗേറ്റ് നല്ലവണ്ണം പൂട്ടാനായിട്ട് പറ്റിയില്ല, പട്ടി പുറത്തു പോയി 4 പേരെ കടിച്ചു. അപ്പോൾ അവരെ ആശുപത്രിയിൽ കൊണ്ടുപോകണം, അവരുടെ ചികിത്സയുടെ കാര്യങ്ങളൊക്കെ നോക്കണം. അപ്പോൾ അതിൻ്റെ ചിലവ് ആരും നോക്കേണ്ടി വരും? പട്ടിയിൽ നിന്ന് വാങ്ങാൻ പറ്റില്ല. ആരുടെ നിന്നേ വാങ്ങാൻ പറ്റൂ? പട്ടിയുടെ ഉടമസ്ഥൻ്റെ നിന്നേ വാങ്ങാൻ പറ്റത്തുള്ളൂ. ഇത് തന്നെയാണ് ഇതിനകത്തും ഉള്ളത്. എനിക്കൊരു വാഹനമുണ്ട്, ആ വാഹനം നിരത്തിലിറങ്ങി എൻ്റെ അശ്രദ്ധ മൂലം, നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഞാൻ ഗേറ്റ് പൂട്ടിയില്ല, പട്ടി പുറത്ത് പോയി കടിച്ചു. ഈ പറയുന്ന പോലെ എൻ്റെ അശ്രദ്ധ മൂലം ഒരു അപകടം സംഭവിച്ചു. ആ വിക്ടിമിനെ കോമ്പൻസേറ്റ് ചെയ്യപ്പെടണം. യഥാർത്ഥത്തിൽ ആരാണ് കോമ്പൻസേറ്റ് ചെയ്യേണ്ടത്? ഓണറാണ് കോമ്പൻസേറ്റ് ചെയ്യേണ്ടത്, ഉടമസ്ഥൻ. ഉടമസ്ഥൻ്റെ ആ ഒരു സാമ്പത്തികമായിട്ട് വരുന്ന ആ ഒരു ലയബിലിറ്റിയാണ് ഇൻഷുറൻസ് കമ്പനി കൊടുക്കുന്നത്. അപ്പോൾ ഇൻഷുറൻസ് കമ്പനി ഇല്ലേ, ഞാൻ കൊടുക്കേണ്ടി വരും. ഇൻഷുറൻസ് ഇല്ല എന്നുണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്യുക, വണ്ടി എടുക്കാതിരിക്കുക. അതാണ് ഏറ്റവും നല്ലത്. അപകടം വരില്ല എന്ന് പറഞ്ഞുകൊണ്ട് ദൈവം നിങ്ങൾ വണ്ടി എടുത്തുകൊണ്ട് പുറത്ത് പോകരുത്. അപകടം നമ്മൾ ആരും പറഞ്ഞിട്ടല്ലല്ലോ വരുന്നത്. ഈ പരിക്ക് പറ്റുന്ന ആർക്കും എന്തല്ല, എനിക്ക് പരിക്ക് പറ്റുമെന്ന് പറഞ്ഞിട്ട് അവർ പോകുന്നവരല്ല, അപകടം വന്നു പോകുന്നതാണ്. ഇൻഷുറൻസ് ഇല്ലേ വണ്ടി റോഡിൽ ഇറക്കാതിരിക്കുക, അതാണ് ഏറ്റവും സേഫ്. നമ്മൾ ഇൻഷുറൻസ് എടുക്കുമ്പോൾ ചിലപ്പം കോംപ്രിഹെൻസീവ് എടുക്കും, അതുപോലെ തന്നെ ചിലപ്പം ബമ്പർ ടു ബമ്പർ എടുക്കും, അല്ലെങ്കിൽ ഈ തേർഡ് പാർട്ടിയൊക്കെ എടുക്കും. പക്ഷേ ചില സാധനങ്ങൾ അതിൻ്റെ അകത്ത് ഇൻവോൾവ് നമ്മൾ അറിയാതെ ചിലപ്പം മിസ്സായി പോകാനുള്ള സാധനം. അപ്പം അങ്ങനെ നമ്മൾ ഇങ്ങനൊരു സാധനം ഉണ്ടായിരിക്കും എന്ന് വിചാരിച്ച് നമ്മൾ ഇൻഷുറൻസ് എടുക്കും, പക്ഷേ ആക്ച്വലി അത് ചിലപ്പോൾ കാണത്തില്ല. എന്നിട്ട് ഒരാളെ ഇടിച്ചു, അല്ലെങ്കിൽ ഒരു അപകടം പറ്റി, ഒരാൾ മരിച്ചു, എന്തെങ്കിലുമൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ ഈ സാധനം ഇൻഷുറൻസ് കമ്പനി കവർ ചെയ്യത്തില്ല എന്ന് നമ്മൾ തിരിച്ചറിയുന്നത് തന്നെ. ഈ കൂടുതൽ സംഭവിക്കുന്നത് മാത്യു ആദ്യം പറഞ്ഞതുപോലെ ഇൻഷുറൻസിൻ്റെ ഡേറ്റ് തീർന്നു വരുന്ന സംഭവങ്ങളാണ് നമുക്ക് കൂടുതലും ശ്രദ്ധയിൽപ്പെട്ടിട്ടുള്ളതാണ്. കാരണം ഇൻഷുറൻസ് ഉണ്ട് എന്ന് വിചാരിച്ച് നമ്മൾ വാഹനം ഉപയോഗിച്ചുകൊണ്ടിരിക്കും. എന്നാൽ ഇൻഷുറൻസിൻ്റെ ഡേറ്റ് തീർന്ന് നമ്മൾ അറിയത്തില്ല. അപകടം പറ്റി കഴിഞ്ഞതിന് ശേഷം ഒരു ഇൻഷുറൻസ് ഉണ്ടോ എന്ന് എടുത്ത് നോക്കുന്നത് ഇൻഷുറൻസിൻ്റെ ഡേറ്റ് കഴിഞ്ഞു പോയി. അതല്ലാതെയുള്ള ഫാക്ടേഴ്സ് സാധാരണ കുറവാണ്. കാരണം നമുക്ക് ഉള്ളൊരു മിനിമം ഇൻഷുറൻസ് ആണ് തേർഡ് പാർട്ടി എന്ന് പറയുന്നത്. അപ്പോൾ ഇൻഷുറൻസ് ഉണ്ടെങ്കിൽ ഓൾറെഡി ഒരു തേർഡ് പാർട്ടി ഉണ്ടാവും. ഒരു ആക്സിഡൻറ്റ് വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഏതെങ്കിലും ഒരു തേർഡ് പാർട്ടി അതിനകത്ത് ഇൻവോൾവ് ആണ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ഇൻഷുറൻസ് ഉണ്ടെങ്കിൽ ഓൾറെഡി തേർഡ് പാർട്ടി അതിനകത്ത് കവേർഡാണ്. അതല്ലാതെ വരുന്നത് ഇപ്പോൾ എൻ്റെ കാറ് പോയി ഒരു മതിലിടിച്ചു, അല്ലെങ്കിൽ ഒരു പോസ്റ്റിൽ ചെന്നിടിച്ചു, ഞാൻ നോക്കുന്ന നേരത്തെയാണ് മനസ്സിലാകുന്നത് അയ്യോ തേർഡ് പാർട്ടി ഉണ്ടായിരുന്നുള്ളൂ, കോംപ്രിഹെൻസീവ് ഇല്ലായിരുന്നു. പക്ഷെ അങ്ങനെ താമസിച്ചറിഞ്ഞത് കൊണ്ട് നമുക്കൊരു ബെനിഫിറ്റും ഇല്ല, അല്ലെങ്കിൽ നമുക്ക് തിരിച്ച് അതിനകത്ത് വേറെ ഒന്നും ചെയ്യാനില്ല. ഇൻഷുറൻസിനെ സംബന്ധിച്ചിടത്തോളം 1 മണിക്കൂർ കഴിഞ്ഞ് അല്ലെങ്കിൽ 1 മിനിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ആ ക്ലെയിമിൻ്റെ ബെനിഫിറ്റ് നഷ്ടപ്പെട്ടു എന്നുള്ളതാണ്. ഇന്ന് രാത്രി 12 മണി വരെ ഉണ്ട്, 12:01 എനിക്ക് അപകടം സംഭവിക്കുന്നതെന്നുണ്ടെങ്കിൽ തീർന്നു. ഇതുപോലെ ഇൻഷുറൻസ് കമ്പനികൾ എപ്പോഴും പൈസ കൊടുക്കാൻ നോക്കാറില്ല. ക്ലെയിം ഒഴിവാക്കാൻ പറ്റുന്ന പല കാര്യങ്ങളും നോക്കാറുണ്ട്. ഇൻഷുറൻസ് കമ്പനികൾ സ്ഥിരമായി കാണിക്കുന്ന ചില പ്രശ്നങ്ങൾ എന്തൊക്കെയായിരിക്കും? യഥാർത്ഥത്തിൽ റെക്കോർഡ് സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ആവശ്യം ക്ലെയിം ചെയ്യുന്നതിനില്ല, FIR മതി എന്നുള്ളതൊക്കെയുണ്ട്. അപ്പോൾ അതുണ്ടെങ്കിൽ, ഈ റെക്കോർഡ് സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ക്ലെയിം തരുള്ളൂ എന്നൊക്കെ ചിലപ്പോൾ കമ്പനികൾ അവകാശപ്പെടാം. അങ്ങനെയുള്ള ചില ഉഡായിപ്പ് ട്രിക്സ് നമുക്ക് ഓൾറെഡി ഒരു 10-25 ഇൻഷുറൻസ് പ്ലെയേഴ്സ് ഉണ്ട്. അപ്പോൾ ഇതിൽ ഓരോരുത്തരിലും ഡിഫറെൻ്റ് ആണ്. ഇപ്പം ന്യൂ ഇന്ത്യ, നാഷണൽ, യുണൈറ്റഡ് ഇന്ത്യ, ഓറിയൻ്റൽ അതുപോലെ ആയിരിക്കില്ല പ്രൈവറ്റ് സെക്ടേഴ്സിലോട്ട് വരുന്നത്. അവർ കുറേ കൂടെ സ്ട്രിക്റ്റ് ആയിരിക്കും. ഇൻഷുറൻസ് എപ്പോഴും നോക്കുന്ന ഒരു ക്ലെയിം കൊടുക്കാനല്ല, എങ്ങനെ ഒരു ക്ലെയിം റിജക്റ്റ് ചെയ്യാമെന്നുള്ളതാണ്. എങ്ങനെ കൊടുക്കുന്ന എമൗണ്ട് കുറയ്ക്കാമെന്നുള്ളത് നോക്കത്തുള്ളൂ. ഒരു ഹെൽത്ത് ഇൻഷുറൻസ് ആണെന്നുണ്ടെങ്കിൽ പോലും ഏതൊക്കെ ഹെഡ്സ് അവർക്ക് മാറ്റിവിടാം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ കഫറ്റേരിയ അല്ലെങ്കിൽ റൂം റെൻ്റ് ഇത്ര വരെ അവർ എടുക്കത്തുള്ളൂ. ഇങ്ങനെ ഏതൊക്കെ കാര്യങ്ങൾ കുറയ്ക്കാൻ പറ്റും എന്നുള്ളതാണ് അവർ നോക്കുന്നത്. ഒരു വണ്ടിയുടെ ഡാമേജസിൻ്റെ വരുന്ന നേരത്തെ ആയിരുന്നാലും പ്ലാസ്റ്റിക് പാർട്സിന്
ഇത്ര എടുക്കത്തുള്ളൂ, ഗ്ലാസ്സിന് ഇത്ര എടുക്കത്തുള്ളൂ, അല്ലെങ്കിൽ ലേബർ ഇത്ര അവർ കൊടുക്കത്തുള്ളൂ, ഡിപ്രിസിയേഷൻ ആണെന്നുണ്ടെങ്കിൽ അതനുസരിച്ച് അങ്ങനെ ഏതൊക്കെ മേഖല കുറയ്ക്കാൻ പറ്റും എന്നുള്ളതേ അവർ നോക്കത്തുള്ളൂ. അതവരുടെ ജോലിയുടെ ഭാഗമാണ്. നമുക്ക് സാറ്റിസ്ഫൈഡ് അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന എന്താണ്, നമ്മൾ ഒരു ഫൂൾഡ് ആയെന്ന് നമുക്ക് തോന്നുകയാണ്, അല്ലെങ്കിൽ നമ്മൾ ബീങ് എ കൺസ്യൂമർ. ഇതിന് ആക്ച്വലി നമ്മുടെ ബെനിഫിറ്റ്സ് കുറേ കിട്ടാനായിട്ട് നമ്മൾ അപ്രോച്ച് ചെയ്യേണ്ടത് കൺസ്യൂമർ കോടതിയിലാണ്. ഞാനൊരു ഇൻഷുറൻസ് എടുത്തിട്ടുണ്ട് എൻ്റെ വാഹനത്തിന് ഒരു ഡാമേജ് സംഭവിച്ചു ഒരു ആക്സിഡൻറ്റ് മൂലം. അത് പ്രോപ്പറായിട്ട് എൻ്റെ ഇൻഷുറൻസ് കമ്പനി കോമ്പൻസേറ്റ് ചെയ്യുന്നില്ല എന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ആസ് എ കൺസ്യൂമർ നമുക്ക് കൺസ്യൂമർ കോടതി അപ്രോച്ച് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. അതിനകത്ത് ഒരുപാട് കാര്യങ്ങളുടെ അകത്ത് അവർ നമ്മളെ ഇട്ട് ഓടിക്കും. ആവശ്യമില്ലാത്ത ഡോക്യുമെന്റ്സിന് ഓടിക്കും. ഇത് ഈ പറഞ്ഞ റെക്കോർഡ് സ്റ്റേറ്റ്മെന്റ്സ് വേണമെന്ന് പറയും. ആവശ്യമില്ലാത്ത ഡോക്യുമെന്റ്സ് പറയുകയാണെങ്കിൽ എന്തൊക്കെ വരാം? വളരെ റീസെൻ്റ് ആയിട്ട് ഒരു ഹെൽത്ത് ഇൻഷുറൻസിൽ വന്നൊരു കൊറിയാണ്. അവർ ചോദിച്ചായിട്ടുള്ളൊരു ഡോക്യുമെൻ്റാണ്. അതായത് ഒരാൾക്കൊരു അപകടം പറ്റി അവർ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി. ഇൻഷുറൻസിന് വേണ്ടിയിട്ട് അവർ ഇൻഷുറൻസ് ഡെസ്കിനെ സമീപിച്ചു. ഇവർ ആദ്യം കൊണ്ടുപോയത് മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലാണ്, അടുത്തൊരു പ്രൈവറ്റ് ഹോസ്പിറ്റലിലോട്ടാണ് കൊണ്ടുപോയത്. അവരാദ്യം ചോദിച്ചു ഞങ്ങൾക്ക് MLC, അതായത് മെഡിക്കൽ ലീഗൽ സർട്ടിഫിക്കറ്റ്, അവിടെ എഴുതുന്ന വൂണ്ട് സർട്ടിഫിക്കറ്റിൻ്റെ കോപ്പി വേണം. യഥാർത്ഥത്തിൽ ഇത് എന്ത് ചെയ്യത്തില്ല, ഒരു പേഷ്യൻറ്റിന് കൊടുത്തു വിടുന്നതല്ല. അതൊരു കേസ് ആകുകയാണെങ്കിൽ പോലീസിന് മാത്രമാണ് അതിൻ്റെ ഡോക്യുമെൻ്റ് എടുക്കാനായിട്ട് കൊടുക്കുന്നത്. അടുത്ത് അവർ വീണ്ടും ചോദിച്ചു ഞങ്ങൾക്ക് അവിടെയുള്ള ആദ്യത്തെ OP കാർഡ് വേണം മെഡിക്കൽ കോളേജിനെ സംബന്ധിച്ചിടത്തോളം അവിടെ നിന്ന് വേറെ ഒരിടത്തോട്ട് റെഫർ ചെയ്യത്തില്ല. അവിടെ നിന്ന് വേറൊരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോവുകയാണെങ്കിൽ ഞങ്ങളുടെ ഇഷ്ടപ്രകാരം പോകുന്നു എന്ന് പറഞ്ഞാൽ ആ OP കാർഡ് അവിടെ സറണ്ടർ ചെയ്തിട്ട് അവർക്ക് പോകാനായിട്ട് പറ്റത്തുള്ളൂ. അതായത് ആ പേഷ്യൻറ്റിന് ആക്സസ് ഇല്ലാത്ത 2 ഡോക്യുമെൻ്റ്, ഒന്ന് മെഡിക്കൽ ലീഗൽ സർട്ടിഫിക്കറ്റ്, ഒന്ന് ആദ്യത്തെ OP കാർഡ്. ഈ 2 കാര്യങ്ങളും ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് അവിടെ നിന്ന് എന്ത് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ, ഇൻഷുറൻസിൻ്റെത് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പേഷ്യൻ്റ് എന്ത് ചെയ്യും, ഈ കാലൊടിഞ്ഞ് കിടക്കുന്ന മനുഷ്യന് പിന്നെ ഇതിൻ്റെ ബാക്കിൽ നടക്കാൻ പറ്റും, അവർ പറയില്ല ഞാൻ കയ്യിൽ നിന്ന് കൊടുക്കാമെന്ന് പറയും. ഇതുപോലെ ക്ലയൻറ്റിന് കൊടുക്കാൻ പറ്റാത്ത അല്ലെങ്കിൽ ആ പേഷ്യൻറ്റിന് കൊടുക്കാൻ പറ്റാത്ത പല രീതിയിലുള്ള ഡോക്യുമെന്റ്സ് അവർ ചോദിക്കും. എന്തിനാണെന്നറിയാമോ, ഇപ്പോൾ വണ്ടി 3-4 ആവശ്യമില്ലാത്ത ഡോക്യുമെന്റ് ചോദിച്ച് ചെയ്യുന്ന അവസരം നമ്മൾ തന്നെ എന്ത് വിചാരിക്കും, ചെറിയ പണിയാണെങ്കിൽ നമുക്കങ്ങ് ചെയ്യാം, ഇതിൻ്റെ ബാക്കിൽ നിന്ന് പോകണ്ട. ഹെൽത്ത് ഇൻഷുറൻസ് ആണെന്നുണ്ടെങ്കിൽ ആ ചെറുതല്ലേ ഉള്ളൂ, ഇനി അതിൻ്റെ ബാക്കിൽ നിന്ന് പോകണ്ട നമുക്ക്. അപ്പോൾ ഇങ്ങനെ ഒരു പൊസിഷനിൽ അവരെ കൊണ്ട് എത്തിക്കാൻ വേണ്ടിയിട്ട് ആവശ്യമില്ലാത്ത കുറേ ഡോക്യുമെന്റ്സ് അവർ ചോദിക്കാറുണ്ട്. ഇൻഷുറൻസ് കമ്പനിക്കാർ പറയുന്ന ഒരു ബോണസ് പോയിന്റ് ഉണ്ടല്ലോ, അതായത് നോ ക്ലെയിം ബോണസ് എന്ന് പറയുന്നത്, അതും ഒരു പരിധി വരെ ഇൻഷുറൻസ് ക്ലെയിം ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു പരിപാടി തന്നെയല്ലേ? ക്ലെയിം ചെയ്യാതിരിക്കും തോറും നിങ്ങൾക്ക് അടുത്ത അടവിൽ ഒരു എമൗണ്ട് കുറച്ച് കിട്ടും, ഒരു ഡിസ്കൗണ്ട് കിട്ടും എന്നുള്ളൊരു ഇത് കാണിച്ച ആൾക്കാരെ ഡിസ്കൗണ്ട് പ്രൈസ് എന്ന് പറഞ്ഞു. അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ചെറിയൊരു എണ്ണം ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ വർഷം എന്തായാലും ക്ലെയിം ചെയ്തില്ലല്ലോ, ഞാൻ കൊണ്ടുപോകും. മറ്റേത് ഞാൻ ക്ലെയിം ചെയ്യാതിരിക്കുന്നു കഴിഞ്ഞാൽ എനിക്ക് ഓൾറെഡി ആ ഒരു ബോണസ് ഉണ്ട്, അല്ലെങ്കിൽ ക്ലെയിം ചെയ്ത ബോണസ് നഷ്ടപ്പെടും എന്നുള്ളത് കൊണ്ട് മാത്രം എന്ത് ചെയ്യില്ല, നമ്മൾ ക്ലെയിം ചെയ്യാനായിട്ട് പോകും. ഒരു വാഹനാപകടം സംഭവിച്ചു, ഒരാൾക്ക് പരിക്ക് പറ്റി, ആദ്യം ചെയ്യേണ്ട സ്റ്റെപ്പുകൾ എന്തൊക്കെയാണ്, എന്തൊക്കെ ഡോക്യുമെൻ്റാണ് വേണ്ടത്, അതിനെ ഒരു നഷ്ടപരിഹാരത്തിലേക്ക് നയിക്കാനായിട്ട് എന്തൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത്? പരിക്ക് പറ്റിയ ആ വ്യക്തിക്ക് നഷ്ടപരിഹാരം കിട്ടാനായിട്ട് ആദ്യം ചെയ്യേണ്ടത് ഒരു കംപ്ലൈൻറ്റ് കൺസേൺഡ് പോലീസ് സ്റ്റേഷനിൽ എത്തുക എന്നുള്ളതാണ്. അത് ആ പരിക്ക് പറ്റിയ ആളുടെ ബന്ധുവിനോ സുഹൃത്തിനോ അയൽവാസിക്കോ ആർക്ക് വേണമെങ്കിലും കൊടുക്കാം. ഈ പരിക്ക് പറ്റിയ ആൾ ആശുപത്രിയിൽ എത്തുന്ന നേരത്തിന് ഹോസ്പിറ്റലിൽ നിന്നൊരു ഇൻറ്റിമേഷൻ പോകും, ഇങ്ങനൊരു അപകടം നടന്ന് ഇങ്ങനെ ഒരാൾ വന്നിട്ടുണ്ടെന്ന്. പക്ഷെ ആ ഇൻറ്റിമേഷൻ്റെ പുറത്ത് എന്ത് ചെയ്യില്ല, പോലീസ് മിക്കവാറും FIR എടുക്കണമെന്നില്ല. ഒരു കംപ്ലയിൻ്റ് ഉണ്ടെങ്കിൽ FIR എടുക്കത്തുള്ളൂ. അപ്പോൾ കംപ്ലയിൻറ്റ് പോയി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഇതിൻ്റെ ഫസ്റ്റ് പ്രോസസ്സ് FIR എന്നുള്ളൊരു പ്രോസസ്സിലോട്ട് കയറും. FIR സ്വാഭാവികമായിട്ട് ഈ പരിക്ക് പറ്റിയ ആളുടെ മൊഴിയോ സംഭവം കണ്ടുന്ന ആളുടെ മൊഴിയോ സംഭവം കേട്ട ആളുടെ മൊഴിയോ അനുസരിച്ചിട്ടായിരിക്കും FIR എടുക്കുക. FIR FIR എടുത്തു കഴിഞ്ഞാൽ ഈ സംഭവം കണ്ട 3-4 ആൾക്കാരുടെ സ്റ്റേറ്റ്മെൻറ്റ്, പിന്നെ ഈ പരിക്ക് പറ്റിയ ആളുടെ സ്റ്റേറ്റ്മെൻറ്റ്, ഈ ട്രീറ്റ് ചെയ്ത ഡോക്ടറിൻ്റെ ട്രീറ്റ്മെൻറ്റ് സർട്ടിഫിക്കറ്റ്, അതായത് ഇന്ന പരിക്കുകൾ ഇന്ന അപകടം മൂലം ഉണ്ടായി, ഇന്ന ചികിത്സ എടുത്തു എന്ന് പറഞ്ഞിട്ട് എൻ്റെ ട്രീറ്റ്മെൻറ്റ് സർട്ടിഫിക്കറ്റ്, ഈ അപകടത്തിന് കാരണമായ വണ്ടികളുടെ AMVയുടെ ചെക്ക്, ആ സംഭവം നടന്ന സ്ഥലത്തിൻ്റെ ഒരു സീൻ പ്ലാൻ അല്ലെങ്കിൽ കൃത്യസ്ഥലം മോശം, ഇത്രയും ഡോക്യുമെൻറ്റ്സ് ആയി കഴിയുന്ന സമയത്ത് ഏറെക്കുറെ അദ്ദേഹത്തിന് കോമ്പൻസേഷന് അർഹമായിട്ടുള്ള ഡോക്യുമെൻറ്റ്സ് ആയി കഴിയും. മിക്കവാറും കേസുകളിൽ FIR ചിലപ്പോൾ ഫസ്റ്റിലേ എഴുതണമെന്നില്ല, കൂടുതലും അല്ലാതെ സെറ്റിൽ ചെയ്യാനേ നോക്കത്തുള്ളൂ. പൊതുവേ ആൾക്കാർ ഈ കേസുമായിട്ട് ബന്ധപ്പെട്ട് കൂടുതൽ നൂലാമാലകളിലോട്ട് പെടാതിരിക്കാൻ വേണ്ടിയിട്ട് അപ്പോഴെന്ത് ചെയ്യാൻ പറ്റും എന്നുള്ള രീതിയിൽ ഇതിനെ സോൾവ് ചെയ്യാനും നോക്കാറുണ്ട്. അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് എന്തെങ്കിലും ബെനിഫിറ്റ് ഉണ്ടോ? അത് 2 സൈഡിൽ നിന്ന് ഞാൻ അതിനെ പറയാം. ഇപ്പം എൻ്റെ വാഹനം കാർ ഓടിച്ചുകൊണ്ട് പോയി ഞാനൊരു ബൈക്ക് തട്ടിയെന്ന് വിചാരിക്കുക. ബൈക്കുകാരന് പരിക്കുണ്ട്, ഒരു പൊട്ടലുണ്ടെന്ന് കരുതുക. ഞാൻ എന്ത് ചെയ്യാണ്, കേസിൽ നിന്ന് ഒഴുകാൻ വേണ്ടി തൽക്കാലം അവനൊരു 10,000 രൂപയോ 5,000 രൂപയോ 10,000 രൂപയോ കൊടുത്തു എന്ന് കരുതുക. അത് കൊടുത്തതുകൊണ്ട് മാത്രം ഞാൻ അതിൽ നിന്ന് ഒഴിവാക്കപ്പെടുന്നില്ല. കാരണം
അദ്ദേഹം ഒരു 2 ആഴ്ച കഴിയുന്ന നേരത്ത് അദ്ദേഹം ഇങ്ങനെ തിരക്കുന്ന നേരത്തായിരിക്കും മനസ്സിലാവുന്നത് എനിക്കൊരു 2 ലക്ഷം രൂപയെങ്കിലും കിട്ടാനുള്ള അർഹതയുണ്ടെന്ന്. അപ്പോൾ അദ്ദേഹം എന്ത് ചെയ്യും? അതിനുശേഷം ഒരു പരാതി കൊടുത്ത് FIR ഇട്ട് വീണ്ടും കേസായിട്ട് പോവുകയാണ് സാധാരണഗതിയിലുള്ള പതിവ്. അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ ഒഴിവാകാൻ വേണ്ടി നമ്മൾ ആദ്യം കാണിക്കുന്ന ഈ ഒരു തിടുക്കമുണ്ടല്ലോ, അത് പിന്നത്തേതിൽ നമുക്കൊരു ഡാമേജ് വരുത്താനാണ് സാധ്യത. അതുകൊണ്ട് തന്നെ ഒരു ഹ്യൂമാനിറ്റേറിയൻ കൺസിഡറേഷനിൽ, മാനുഷിക പരിഗണനയിൽ എൻ്റെ വണ്ടി തട്ടി ഒരാൾക്ക് പരിക്ക് പറ്റി അയാൾക്ക് എന്തെങ്കിലും കൊടുക്കണം എന്നുള്ള രീതിയിൽ നമുക്ക് കൊടുക്കാം. പക്ഷേ അയാൾക്ക് അർഹതപ്പെട്ട നഷ്ടപരിഹാരം കിട്ടാൻ വേണ്ടിയുള്ള ക്രമീകരണം ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ് ഒരു നല്ല പൗരൻ എന്നുള്ള നിലയിൽ നമ്മൾ ചെയ്യേണ്ടത്. ഒരു അപകടം പറ്റിയ ഒരാള്, ഒരു വ്യക്തിയാണുള്ളത്, കൂടെ ആരുമില്ല, അങ്ങനെ ഒരു വ്യക്തി ബോധരഹിതനായി കിടക്കുകയാണ്. ഈ ഒരു സംഭവം ബൈസ്റ്റാൻഡറോ അല്ലെങ്കിൽ കൂടെ നിൽക്കുന്ന കൊണ്ടുവന്ന് ആൾക്കാർക്കോ ഇത് ചെയ്യാൻ പറ്റുന്ന കാര്യമാണോ? ആ സമയത്ത് തന്നെ FIR എടുക്കണമെന്ന് നിർബന്ധമില്ല. അയാളുടെ ബൈസ്റ്റാൻഡേഴ്സ് വരും, റിലേറ്റീവ്സ് വരും, ബാക്കിയുള്ള ആൾക്കാർ വരും. തട്ടിയ വണ്ടിക്കാരൻ ഏതാണോ സ്റ്റേഷൻ, ആ സ്റ്റേഷനിൽ റിപ്പോർട്ട് ചെയ്തിട്ട് അയാൾക്ക് പോവാം. ഈ റിലേറ്റീവ്സിന് സ്റ്റേഷനിലെടുത്ത് പരാതി കൊടുത്തിട്ട് ആരുടെയെങ്കിലും മൊഴിയെടുത്തിട്ട്, അതാണ് ഞാൻ പറയാം, സംഭവം കേട്ടിറങ്ങിയിട്ടുള്ള, സംഭവത്തെക്കുറിച്ച് കണ്ടിറങ്ങിയിട്ടുള്ള ആരുടെയെങ്കിലും ഒരു സ്റ്റേറ്റ്മെന്റ് എടുത്തായിരിക്കും FIR ഇടുന്നത്. ഈ FIR ഇട്ട് അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്തും ചിലപ്പോൾ അയാൾ അൺകോൺഷ്യസ് ആയിരിക്കും. ഓക്കെ, അങ്ങനെ അൺകോൺഷ്യസ് ആയിട്ട് ചിലപ്പോൾ 1-2 മാസം കഴിയാണ് അയാൾ ഇങ്ങനെ കോൺഷ്യസ് സ്റ്റേറ്റിലോട്ട് വരാൻ സാധ്യത ഇല്ല എന്നുണ്ടെങ്കിൽ ചികിത്സിക്കുന്ന ഡോക്ടറിന്റെ കയ്യിൽ നിന്ന് ആ ഒരു റിപ്പോർട്ട്, അങ്ങനെ അദ്ദേഹത്തിന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് കൂടെ എടുത്ത് വെഹിക്കിൾ ഡോക്യുമെന്റ്സും കൂടെ വെച്ച് കേസ് ക്ലോസ് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. ഈ പരിക്ക് പറ്റിയ ആൾ അൺകോൺഷ്യസ് ആയതുകൊണ്ട് തന്നെ ആ അപകടം എങ്ങനെ പറ്റി എന്നുള്ളത് അയാൾക്ക് പറയാൻ പറ്റുന്നില്ലെന്നേ ഉള്ളൂ. പക്ഷെ സംഭവം കണ്ട ആൾക്കാർക്ക് പറയാൻ പറ്റും, ട്രീറ്റ് ചെയ്ത ഡോക്ടറിന് ഈ പരിക്കുള്ളൊരു അപകടം മൂലമാണ് സംഭവിച്ചതെന്നുള്ള സ്റ്റേറ്റ്മെന്റ് കൊടുക്കാനായിട്ട് പറ്റും. കൃത്യസ്ഥലത്ത് നിന്ന് പോലീസ് അന്വേഷിക്കുന്ന നേരത്തെ അങ്ങനെ ഒരു അപകടം അവിടെ സംഭവിച്ചിട്ടുണ്ടെന്ന് അറിയാൻ പറ്റും. അപ്പോൾ ആ സംഭവത്തിന്റെ സത്യാവസ്ഥ ഇയാൾക്ക് അബോധാവസ്ഥയിലാണെന്നുണ്ടെങ്കിലും അത് തെളിയിക്കാനായിട്ട് വേറെ ഒരുപാട് വഴികളുണ്ട്. പക്ഷേ ഹിറ്റ് ആൻഡ് റണ്ണിൽ ഇതൊന്നും കാണത്തില്ല, ഒന്നും ചെയ്യാൻ പറ്റില്ല. ഹിറ്റ് ആൻഡ് റണ്ണിൽ എൻ്റെ കരിയറിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് തോന്നിയ ഒരു കേസ്, ഒരു ഹോസ്പിറ്റൽ, ഞാൻ ഹോസ്പിറ്റലിൻ്റെ പേര് പറയുന്നില്ല, ഹോസ്പിറ്റലിലെ സ്റ്റാഫ് രാത്രി ചായ കുടിക്കാനായിട്ട് പുറത്തോട്ട് ഇറങ്ങി. ഒരു 12:30-1 മണിയായി കാണും. ഒരു സ്വിഫ്റ്റ് കാറ് അദ്ദേഹത്തെ ഇടിച്ചിട്ടിട്ട് പോയി. അതിൻ്റെ റിയർ വ്യൂ മിറർ, ഒരു പീകോക്ക് ബ്ലൂ പോലത്തെ ഒരു സ്വിഫ്റ്റ് ഡിസയറിൻ്റെ ഒരു കളറുണ്ട്, അതിൻ്റെ റിയർ വ്യൂ മിററിൻ്റെ ഒരു പീസ് മാത്രമേ ആ ഭാഗത്ത് കിടന്നിരുന്നുള്ളൂ. ക്യാമറയിലെല്ലാം വളരെ വേഗതയിൽ പോകുന്ന ഒരു കാറിനെ കാണാം, പക്ഷെ കാറിൻ്റെ നമ്പർ ട്രേസ് ചെയ്യാനായിട്ട് കഴിയുന്നില്ല. 2018 സംഭവമാണ്, ഇപ്പോൾ 7 വർഷമായി. ഇന്ന് വരെ അദ്ദേഹത്തിന് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഹിറ്റ് ബൈ ആൻ അൺനോൺ വെഹിക്കിൾ. FIR എടുത്തിരിക്കുന്നത് നമ്പർ തിരിച്ചറിഞ്ഞിട്ടില്ലാത്ത വാഹനം. നമ്പർ തിരിച്ചറിഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ വാഹനം ഏത് ഇൻഷുറൻസ് കമ്പനിയാണ് ഇൻഷുർ ചെയ്തിരിക്കുന്നത് നമുക്കറിയാൻ പറ്റില്ല. അപ്പോൾ ആര് കോമ്പൻസേഷൻ കൊടുക്കണമെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. അത് ഓടിച്ചിരുന്ന ആൾ ലൈസൻസ്ഡ് ആയിട്ടുള്ള ഒരാളാണോ എന്ന് നമുക്കറിയില്ല. അപ്പം അങ്ങനെ വരുന്നത് തെളിയിക്കപ്പെടാത്ത കേസുകളായിട്ട് കിടക്കും. വെഹിക്കിൾ ഇൻഷുറൻസ് നമ്മൾ ഹോസ്പിറ്റൽ എക്സ്പെൻസസ് കവർ ചെയ്യുമോ അതോ നമ്മുടെ ഹെൽത്ത് ഇൻഷുറൻസ് ആണോ ഈ ഹോസ്പിറ്റൽ എക്സ്പെൻസസ് കവർ ചെയ്യുക? സർജറി എല്ലാം കൂടെ ചേർന്ന് ഒരു 5 ലക്ഷം രൂപയുടെ ബില്ലായെന്ന് കരുതുക. അയാൾക്ക് 2 ലക്ഷം രൂപയുടെ ഹെൽത്ത് ഇൻഷുറൻസ് ഉണ്ടെന്ന് കരുതുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ 2 ലക്ഷം രൂപ ഹെൽത്ത് ഇൻഷുറൻസിൽ നിന്ന് കിട്ടിയാൽ ബാക്കി 3 ലക്ഷം രൂപ നമ്മുടെ MACT കോടതിയിൽ നിന്ന് നമുക്ക് കിട്ടും, വെഹിക്കിൾ ഇൻഷുറൻസിൽ നിന്ന് കിട്ടും. ഇപ്പം അദ്ദേഹം പറയാണ്, ശരി, ഞാൻ എൻ്റെ ഹെൽത്ത് ഇൻഷുറൻസിൻ്റെ ക്ലെയിം ഞാൻ എക്സോസ്റ്റ് ചെയ്യാനായിട്ട് ഞാൻ താല്പര്യപ്പെടുന്നില്ല, കാരണം എൻ്റെ ഒരു ഫാമിലി ഇതാണ്, ചിലപ്പോൾ എൻ്റെ ഭാര്യയ്ക്കോ കുഞ്ഞുങ്ങൾക്കോ വേറെ എന്തെങ്കിലുമൊക്കെ ഈ അസുഖം വരികയാണെന്നുണ്ടെങ്കിൽ ആ ക്ലെയിം അതിനെടുക്കാം എന്ന് പറഞ്ഞ് അയാൾ കയ്യിൽ നിന്ന് ഈ 5 ലക്ഷം രൂപ അടയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ 5 ലക്ഷം രൂപയും ഈ MACT ക്ലെയിമിൽ നിന്ന് നമുക്ക് കിട്ടും. ഹെൽത്ത് ഇൻഷുറൻസ് ഇല്ലാത്ത ആൾക്കാർക്കാണെങ്കിലും പ്രശ്നം അത് വരും, കിട്ടുമല്ലേ? ഈ മെഡിക്കൽ ബില്ല് MACT ക്ലെയിമിൻ്റെ കൂടെ കിട്ടുന്നത് ആ ഫുൾ ക്ലെയിം തീരുന്ന സമയത്തായിരിക്കും. അത് ചിലപ്പോൾ 6 മാസം കഴിഞ്ഞിട്ടായിരിക്കും, ചിലപ്പോൾ 4 വർഷം കഴിഞ്ഞിട്ടായിരിക്കും. ഹോസ്പിറ്റലിലുള്ള ബില്ല് ആദ്യം നമ്മൾ അടച്ചു. എന്തുകൊണ്ടായിരിക്കും ഇത്രയും ഡിലേ വരുന്നത്? ഒരു ക്ലെയിം നമുക്ക് ആയി വരാനായിട്ട് 5-6 വർഷങ്ങൾ എടുക്കേണ്ട ഇത്രയും കേസുകൾ ഉള്ളത് കൊണ്ടാണ് അത്രയും കൂടുതൽ ഡിലേ വരുന്നത്. ഒരു 10 ലക്ഷം രൂപയുടെ കാർ എടുക്കുമ്പോൾ അതിനകത്ത് ഏകദേശം 2 ലക്ഷം രൂപയോളം ഇൻഷുറൻസ് വരുന്നുണ്ട് വിചാരിക്കാം. ആ 2 ലക്ഷം രൂപ ഇൻഷുറൻസിന് നമ്മൾ കൊടുക്കുന്നത് ആക്സിഡന്റിലും മറ്റു കാര്യങ്ങൾക്കും കവർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അതിന് കൊടുക്കുക. അപ്പം അത് നമുക്ക് അത്യാവശ്യത്തിന് ഇപ്പോൾ ഈ ഒരു സിറ്റുവേഷനിൽ നമുക്കത് ഉപകാരപ്പെടാതെ അവർ ഏതെങ്കിലും വർഷം തരുന്നത് കൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് ബെനിഫിറ്റ് ഇല്ല എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. കാര്യം അന്നേരത്തെ അവസ്ഥയിലായിരിക്കും നമ്മൾ ഇത് ചെയ്യേണ്ടി വരിക. അത് ഇത്രയും ഡിലേ ആക്കാതിരിക്കാൻ ഒരു സിസ്റ്റവും ഇല്ല. മീൻസ് ഇത്രയും നമ്പർ ഓഫ് കേസസ് കൂടുന്നതുകൊണ്ട് മാത്രമാണ് ഇങ്ങനെ ആക്കുന്നത്. ഇതിന് ഗുണവുമുണ്ട് ദോഷവുമുണ്ട്. മിക്ക കേസുകളും, അതായത് ഒരു 40% കേസുകളും ട്രീറ്റ്മെൻറ്റ് തന്നെ നമുക്കൊരു 1.5 വർഷമൊക്കെ വേണ്ടി വരാറുണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ മുളങ്കാലിലെ 2 അസ്ഥിയും പൊട്ടി, ഇംപ്ലാന്റ് ഒക്കെ ഇട്ടു. ഇംപ്ലാന്റ് ഇട്ട് കഴിഞ്ഞാൽ ഇംപ്ലാന്റ് റിമൂവൽ തന്നെ ഒരു 1-1.5 വർഷം കഴിഞ്ഞിട്ട് വരും.
ആ ഇംപ്ലാന്റ് ഇടാനായിട്ടുള്ള ഹോസ്പിറ്റൽ എക്സ്പെൻസ് ഒരു 3 ലക്ഷം 4 ലക്ഷം രൂപ വരുന്നെങ്കിൽ ആ ഇംപ്ലാന്റ് റിമൂവ് ചെയ്യാനായിട്ട് 1 ലക്ഷം രൂപയെങ്കിലും വരും. അപ്പം നമ്മൾ ഈ പറയുന്നത് പോലെ ആക്സിഡൻറ്റ് പറ്റി 3 മാസത്തിനകത്ത് 4 മാസത്തിനകത്ത് തീർക്കാൻ പറ്റുന്ന കേസുകളെന്ന് പറയുന്നത് ഒരു 20% കേസുകളെ കാണത്തുള്ളൂ, കൊച്ചു കൊച്ചു കേസുകളെ കാണത്തുള്ളൂ. മിക്കതും 1-1.5 വർഷത്തോളമൊക്കെ ട്രീറ്റ്മെൻറ്റ് വേണ്ടി വരുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ പലപ്പോഴും ഈ അദാലത്തൊക്കെ വരുന്ന സമയത്ത് ഒരു 6 മാസം 8 മാസമൊക്കെ ആകുമ്പോൾ അദാലത്തിൽ എന്ത് വിളിക്കുന്നത് എല്ലാം ഇവർ സ്റ്റിൽ അണ്ടർ ട്രീറ്റ്മെൻ്റ് ആയിരിക്കും. അപ്പം അങ്ങനെയുള്ള കേസുകൾ നമുക്ക് തീർക്കാനും പറ്റില്ല. 4-4.5 വർഷം എന്ന് പറഞ്ഞാൽ കുറച്ച് എക്സ്ട്രീമാണ്. എന്നാലും നമുക്കൊരു 2 വർഷത്തിനകത്ത് 2.5 വർഷത്തിനകത്തൊക്കെ ഒരു വിധി വരികയാണെന്നുണ്ടെങ്കിൽ അത് റീസണബിൾ ആയിരിക്കും. ഇപ്പം നമ്മളിപ്പോൾ ഒരു പ്രൈവറ്റ് ബസ്സിൽ യാത്ര ചെയ്യുകയാണ്, അല്ലെങ്കിൽ ടൂർ പോയി, ഒരു വലിയ ബസ് വിളിച്ച് പോയി, അത് ആക്സിഡൻ്റ് ആയി കൊക്കയിലേക്ക് മറിഞ്ഞു, അല്ലെങ്കിൽ അങ്ങനെ വരുമ്പം അതിൻ്റെ അകത്ത് നമുക്ക് എങ്ങനെ ക്ലെയിം ചെയ്തെടുക്കാം അതിൻ്റെ അകത്ത് യാത്രക്കാർക്ക്? ഒത്തിരി സ്ഥലങ്ങളിൽ നിന്ന് വരുന്ന പല ആൾക്കാരായിരിക്കും. അപ്പം ഇവർക്കൊക്കെ ക്ലെയിം കിട്ടുക എന്ന് പറയുന്നത് എത്രത്തോളം? ഇല്ല, അതിനകത്ത് വേറെ ബുദ്ധിമുട്ടില്ല. നമുക്കിപ്പോൾ ഒരു അപകടം നടന്നു കഴിഞ്ഞാൽ അതിൽ എത്ര പേര് ഉണ്ടായിരുന്നു, എത്ര പേര് പരിക്ക് പറ്റുന്നു, ആ പരിക്ക് പറ്റുന്ന എല്ലാം സെപ്പറേറ്റ് കേസാണ്. ഒരു 65 സീറ്റ് കപ്പാസിറ്റി ഉള്ള ഒരു ബസ്സാണെങ്കിൽ അതിൽ ഇവിടെ സംഭവിക്കുന്നത് ഏകദേശം 100-110 ആൾക്കാരെ വരെ കയറ്റാറുണ്ട്. ഇവർക്ക് എല്ലാവർക്കും കവറാവും? ഇല്ല 65 പേർക്കേ കവറാവും. അതാണ് ചോദ്യം. 65 പേർക്കേ കവറാകത്തുള്ളൂ. 3 പേര് ഇരിക്കാൻ 3 പാസഞ്ചറുള്ള ഓട്ടോറിക്ഷയ്ക്കകത്ത് 8 പാസഞ്ചർ കയറി പോയി കഴിഞ്ഞാൽ 3 പേർക്ക് അതിനകത്ത് കവറേജ് ഉള്ളൂ. ഇൻഷുറൻസ് കമ്പനി അപ്പോഴേ കണ്ടീഷൻ എടുക്കും. ഗുഡ്സ് ഓട്ടോയ്ക്കകത്ത് തരത്തിലും ഗുഡ്സേ കൊണ്ടുപോകാൻ പാടുള്ളൂ. ഇവിടെ എങ്ങനെയാണ് 2 ചാക്ക് സിമെൻറ്റും കയറ്റിയിട്ട് 5 പേരും കൂടെ എൻ്റെ ബാക്കിൽ കാണും. അവർക്ക് കവറേജ് ഇല്ല അതിനകത്ത്. മിനി ലോറി ആണെന്നുണ്ടെങ്കിൽ അപ്പോൾ ആ പാസഞ്ചർ ഓഫ് ദ ഗുഡ്സിന് അതിനകത്ത് കവറേജ് ഉണ്ട്, ക്ലീനറിന് കൂടെ അതിനകത്ത് കവറേജ് കാണും. അപ്പോൾ ഇങ്ങനെ ഓരോ ക്ലാസ് ഓഫ് വെഹിക്കിളിനും അതിനകത്ത് ആർക്ക് ട്രാവൽ ചെയ്യാൻ പറ്റുമെന്നുള്ള ആ പോളിസിക്കകത്ത് തന്നെ കാണും എത്ര പാസഞ്ചർ അതിനകത്ത് ഉണ്ട് എന്നുള്ളത്. ആ പോളിസിയിനകത്ത് തന്നെ കവറേജ് എത്ര പേർക്കുണ്ടെന്നുള്ളത് തന്നെ കാണും. അതിൽ എക്സ്ട്രാ വന്നിട്ടുള്ള ആൾക്കാരെ കവർ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇതുപോലെ പബ്ലിക് ട്രാൻസ്പോർട്ടിൽ ആക്സിഡന്റ് നടക്കുന്നതൊക്കെ എങ്ങനെയായിരിക്കും സോൾവ് ചെയ്യുക? പബ്ലിക് ട്രാൻസ്പോർട്ടാണ് ഏറ്റവും വലിയ ദുരിതം. ഇപ്പോൾ KSRTC ഇരിക്കുന്നു. KSRTC ഒരു ആക്സിഡൻറ്റ് പറ്റിയ ഒരു ക്ലയൻറ്റ് നമ്മുടെ അടുത്ത് വരികയാണെങ്കിൽ ഞങ്ങളൊരു 8 വർഷം പറയും. കാരണം KSRTCയെ സംബന്ധിച്ച് നമ്മൾ ഈ രാജ്യത്തെ എല്ലാ നിയമവും പറയുകയാണെങ്കിൽ ഈ നിയമം ഒന്നും പാലിക്കപ്പെടാതെ റോഡിൽ കൂടെ ഓടുന്നൊരു വാഹനമാണ് KSRTC എന്ന് പറയുന്നത്. ഫിറ്റ്നസ് ഇല്ല, പെർമിറ്റ് ഇല്ല, വേറെ ഒന്നുമില്ല. ഇന്ന് വരെ ഏതെങ്കിലും ഒരു KSRTCക്ക് ഓവർ സ്പീഡിങ്ങിന് ഫൈൻ അടിച്ച് കൊടുത്തിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. നമുക്കൊക്കെ വരും. സീറ്റ് ബെൽറ്റ് ഇല്ലെങ്കിൽ വരും, ക്യാമറയുടെ വരും, ഓവർ സ്പീഡിങ് ആണെന്നുണ്ടെങ്കിൽ വരും, റോങ് സൈഡ് കയറി വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫൈൻ വരും. പക്ഷേ KSRTCക്ക് ഇതേപോലെ ഫൈൻ വരികയാണെന്നുണ്ടെങ്കിൽ ആരടയ്ക്കണമെന്നുള്ള ഒരു ചോദ്യമാണ്. രണ്ടാമത് ആരെങ്കിലും അടയ്ക്കുന്നുണ്ടോ എന്നുള്ള ചോദ്യമാണ്. ആർക്ക് ഫൈൻ വരുന്നുണ്ടോ എന്നുള്ള ചോദ്യമാണ്. എനിക്കറിയില്ല അത്. അതിനേക്കാളും രസകരമായ സംഭവം ഇപ്പോൾ KSRTC ബസ് ഇരിക്കുന്നത്. KSRTCയിലെ ലോ ഫ്ലോർ ബസ്സുകളും അതുപോലെ തന്നെ സൂപ്പർ ഫാസ്റ്റുകളും ഒക്കെ ഓൾറെഡി ഇൻഷുർഡ് ആണ് പലതും. എന്ന് പറഞ്ഞാൽ അത് ഇറങ്ങുന്ന സമയത്തുള്ളൊരു ഇൻഷുറൻസ് ഉണ്ട്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വളരെ റെയറായിട്ട് റിന്യൂവൽ പോകാറുള്ളൂ. ഈ KSRTCയിൽ അപകടം പറ്റുന്ന വ്യക്തികൾ 4-4.5 വർഷം കഴിഞ്ഞ് ചിലപ്പോൾ കോടതിയിൽ നിന്നൊരു വിധി കിട്ടും. വിധി കിട്ടിയാൽ വീണ്ടും 3 വർഷത്തോളം എടുക്കും അവരുടെ പേയ്മെൻറ്റ്. കാരണം EP ഒക്കെ ഫയൽ ചെയ്ത് ബാങ്ക് അക്കൗണ്ട് അറ്റാച്ച് ചെയ്ത് അല്ലെങ്കിൽ ബസ് അറ്റാച്ച് ചെയ്തൊക്കെ ഇട്ടതിന് ശേഷമായിരിക്കും ഇവർക്ക് എന്ത് ചെയ്യുന്നത്, ഇവർക്ക് പൈസ കിട്ടുന്നത്. അതുകൊണ്ട് ഇടിക്കുകയാണെന്നുണ്ടെങ്കിൽ KSRTC ബസ് തട്ടാനേ പാടില്ല എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് റോഡിലോട്ട് ഇറങ്ങാൻ വേണ്ടിയിട്ട്. ചിലർ വരുമ്പോൾ ചരിത്രം വഴിമാറുമെന്ന് പറഞ്ഞത് വഴിമാറിയേ പറ്റൂ. വഴിമാറിയില്ല നമ്മൾ ചരിത്രമാവുന്നു. വഴിമാറി. കാരണം ഈ KSRTCയുടെ ഒരു ക്ലയൻറ്റ് വരുമ്പോൾ ഞങ്ങൾ ആദ്യം പറയും 8 വർഷം എന്നങ്ങ് പറയും. കാരണം അവർ നോക്കുന്നിടത്ത് വേറെ ആക്സിഡൻറ്റ് ചിലപ്പോൾ 6 മാസത്തിൽ തീരുന്നുണ്ട്, 1 വർഷത്തിൽ തീരുന്നുണ്ട്. അപ്പോൾ നമ്മളെടുത്ത് സാറേ ഞങ്ങളത് 1 വർഷം ആയല്ലോ 2 വർഷം ആയല്ലോ എന്ന് പറയുമ്പോൾ ഞങ്ങൾ ആദ്യമേ പറയും KSRTC ആണെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു 7 മുതൽ 8 വർഷം അത്രയും സമയം എടുക്കും. ബസ് ആക്സിഡൻറ്റ് പറ്റുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ സീറ്റിംഗ് കപ്പാസിറ്റി ഇപ്പം 50 ആണെങ്കിൽ 50 പാസഞ്ചേഴ്സിന് അതിനകത്ത് കോമ്പൻസേഷൻ കിട്ടും. 50 പേർക്കും ക്ലെയിമിന് പോവാം. ഇൻജുവേർഡ് ആണെന്നുണ്ടെങ്കിൽ എവിടെയൊക്കെ ക്ലെയിമിന് പോവാം? ആക്സിഡൻറ്റ് പറ്റിയതിൻ്റെ പരിധിയിലുള്ള കോടതിയിൽ അവർക്ക് പോകാം, അവരെവിടെ താമസിക്കുന്നതിൻ്റെ പരിധിയിലുള്ള കോടതിയിൽ പോകാം, അതല്ല ഇൻഷുറൻസ് കമ്പനി എവിടെ ഉണ്ട് അതിൻ്റെ പരിധിയിലുള്ള കോടതിയിൽ പോകാം. 2020 നെയ്യാറ്റിൻകരയിൽ നിന്ന് എറണാകുളം പോയൊരു ബസ് പാലാരിവട്ടത്ത് വെച്ചിട്ട് ആക്സിഡൻറ്റ്. ഈ ഇടയ്ക്ക് അതിൻ്റെ ക്ലെയിംസ് എല്ലാം സെറ്റിലായി തീർന്നത്. ഡിവൈഡറിൽ കയറിയിട്ടൊരു മരത്തിൽ ഇടിച്ച് സംഭവിച്ചൊരു ആക്സിഡൻ്റ് ആയിരുന്നു. ഡ്രൈവർ ഡെത്തായി, കുറേ പാസഞ്ചേഴ്സ് ഇൻജുവേർഡ് ആയിട്ടുണ്ടായിരുന്നു. അതിനകത്ത് ഈ പറഞ്ഞ ട്രിവാൻഡ്രത്തുള്ള പാസഞ്ചർ ഉണ്ടായിരുന്നു, എറണാകുളത്തുള്ള പാസഞ്ചേഴ്സ് ഉണ്ടായിരുന്നു. കുറേ ക്ലെയിംസ് എറണാകുളത്ത് അവർ ഫയൽ ചെയ്തിട്ടുണ്ട്, കുറേ പാസഞ്ചറിൻ്റെ ക്ലെയിം ട്രിവാൻഡ്രത്ത് ഫയൽ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് അവർക്ക് ഓരോരുത്തർക്കും ഇൻഡിവിജ്വലാണ് അവരുടെ കേസുകൾ. പബ്ലിക് ട്രാൻസ്പോർട്ടായിട്ട് ചടയമംഗലം ഒരു ബസ് ആക്സിഡൻറ്റ് ഉണ്ടായിരുന്നിട്ടുണ്ട്. ചടയമംഗലം ഒരു പ്രൈവറ്റ് ബസ്സും ഒരു സൂപ്പർ ഫാസ്റ്റും കൂടെ 2013 അതൊരു വലിയ ആക്സിഡൻ്റ് ആയിരുന്നു. എനിക്ക് തോന്നുന്നു 11 പേരുടെ മരണം സംഭവിച്ചു. ഒത്തിരി പേര് കാഷ്വാലിറ്റി, അതായത് ആംബുട്ടേഷൻസ് ഒക്കെ ഒത്തിരി വന്നൊരു കേസായിരുന്നു. പിന്നെ അടുത്ത കരിയറിലുണ്ടായിരുന്ന വേളാങ്കണ്ണി ബസ് ആക്സിഡൻറ്റ് പണകുടിയിൽ വെച്ചിട്ട് നടന്നൊരു സംഭവം 2016. അത് ഒരു ഇന്നും മനസ്സിനകത്തൊരു വിങ്ങലാണ് ആ കേസ്. കാരണം വേളാങ്കണ്ണി പോയിട്ട് തിരിച്ചു വന്ന് പണകുടിയുടെ സമീപം വെച്ചിട്ട് നിയന്ത്രണം വിട്ട് ഡിവൈഡറിൽ കയറി ഈ ബസ് മറിഞ്ഞു.
അപ്പോൾ ആ ബസ്സിന് ഇതുവരെ ഗ്ലാസ്സാണ്. അപ്പോൾ ഈ സ്പീഡിൽ വന്ന് ഇത് മറിഞ്ഞപ്പോൾ റോഡിൽ കൂടെ തന്നെ ഇതങ്ങ് ഞെരങ്ങി കുറേ ദൂരം അങ്ങ് പോയി. അപ്പോൾ അതിനകത്തുള്ള പാസഞ്ചേഴ്സിൻ്റെ എല്ലാം കൈയും കാലും ഒക്കെ റോഡിൽ ഉരഞ്ഞ് നഷ്ടപ്പെട്ടു പോയി. അതായത് ഒരു മാഡത്തിൻ്റെ, ഒരു 50 വയസ്സായ മാഡത്തിൻ്റെ 2 കൈയും നഷ്ടപ്പെട്ടു. വേറൊരു മനുഷ്യൻ്റെ 1 കൈ നഷ്ടപ്പെട്ടു. 11-12 പേര് അതിനകത്ത് മരണപ്പെട്ടു. 4 വയസ്സായ ഒരു കുഞ്ഞ്, ആ കുഞ്ഞിന് ആദ്യം ഒരു കൈ ആംബ്യൂട്ട് ചെയ്തു, പിന്നെ അടുത്ത കൈ ആംബ്യൂട്ട് ചെയ്തു, പിന്നെ ഒരു കാല് ആംബ്യൂട്ട് ചെയ്തു. 23 ദിവസത്തിന് ശേഷം ഈ ഊണ്ടിന്ന് ഇൻഫെക്ഷൻ ഉണ്ടായ കുഞ്ഞ് മരണപ്പെട്ടു. 4 വയസ്സാണ്. ആ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ആദ്യമായി നമ്മളെടുത്ത് കയ്യിൽ വെക്കുന്നത് നമ്മുടെ കണ്ണങ്ങ് നിറഞ്ഞു. കാരണം അത്രയും വേദന അനുഭവിച്ചാണ് ആ കുഞ്ഞ് മരണപ്പെടുന്നത്. ഒരാളുടെ അശ്രദ്ധയാണ്, ആ ഒരു ഡ്രൈവറിൻ്റെ അശ്രദ്ധയാണ് എത്ര പേരുടെ ജീവിതം നഷ്ടപ്പെട്ടെന്നത്. അതിനകത്ത് വിവാഹം കഴിഞ്ഞ് 7 ദിവസം കഴിഞ്ഞ് ഒരു ദമ്പതിമാരുണ്ടായിരുന്നു, വേളാങ്കണ്ണി പോയിട്ട് തിരിച്ചു വന്നത്. ആ 2 പേരും മരണപ്പെട്ടു പോയി. ചെറിയ അശ്രദ്ധകൾ ഇതുപോലുള്ള വലിയ വലിയ അപകടങ്ങൾക്ക് കാരണമായി തീരുന്നു. ഇതുപോലെ നമുക്ക് ഈ സെക്കൻഡ് ഹാൻഡ് വെഹിക്കിൾസ് എടുക്കുമ്പോൾ വണ്ടിയുടെ പേരെല്ലാവരും പെട്ടെന്ന് മാറും, പക്ഷേ ഏറ്റവും കൂടുതൽ ഡിലേ ആവുന്നത് ഒരു പേപ്പർ ഇൻഷുറൻസ് അല്ലേ, അതൊക്കെ മാറും. വലിയ കാര്യം അത് ശ്രദ്ധിക്കത്തുമില്ല. പക്ഷേ എപ്പോഴെങ്കിലും ആക്സിഡൻ്റ് ആവോ വല്ലവരുടെയും തലയിൽ കയറുമ്പോഴായിരിക്കും ഈ പേപ്പറും കൊണ്ട് നടക്കുന്നത്. അപ്പോഴാണ് മനസ്സിലാവുക ഇത് പഴയ ഓണറിൻ്റെ പേരിലാണ് ഇൻഷുറൻസ് ഇരിക്കുന്നത് എന്നൊക്കെ. പഴയ വെഹിക്കിൾ എടുക്കുമ്പോൾ ഇൻഷുറൻസിൻ്റെ സൈഡിൽ നമ്മൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ എന്തൊക്കെയായിരിക്കും? ഒരു വാഹനം നമ്മൾ വാങ്ങുന്ന നേരത്തെ നമ്മൾ RC ബുക്കിൽ പേര് മാറുന്നത് പോലെ തന്നെ ഇൻഷുറൻസിൽ നമ്മൾ പേര് മാറിയേ പറ്റത്തുള്ളൂ. പക്ഷെ അതിൽ 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, ഇപ്പം ഞാനൊരു കാർ എടുത്തു, ആ കാറ് ഫുൾ ഇൻഷുറൻസ് ഉള്ളൊരു വണ്ടിയാണ്. ഞാൻ RCയിൽ പേര് മാറി, ഇൻഷുറൻസിൽ പേര് മാറിയില്ല. ഒരു 6 മാസം കഴിഞ്ഞൊരു അപകടം സംഭവിച്ചു. അതായത് ഒരു ബൈക്കുകാരനെ തട്ടിയെന്ന് കരുതാൻ. ആ ബൈക്കുകാരൻ്റെ ക്ലെയിമിന് കുഴപ്പമൊന്നുമില്ല. ആ ബൈക്കുകാരന് സ്വാഭാവികമായിട്ട് ഇതിൻ്റെ തേർഡ് പാർട്ടി ക്ലെയിം പോകും. പക്ഷെ അതേസമയം ഈ കാറിൻ്റെ ഡാമേജസിന് വേണ്ടി നമ്മൾ ക്ലെയിം ഫോം ഫില്ല് ചെയ്ത് ഇൻഷുറൻസ് കമ്പനിയിൽ പോകുമ്പോൾ അവർ പറയും, ആസ് പെർ അവർ റെക്കോർഡ്സ് യു ആർ നോട്ട് ദ ഓണർ. ഞങ്ങൾ കോൺട്രാക്റ്റ് ഉള്ളത് ഓണറുമായിട്ടാണ്. ഓക്കെ, ഇതൊരു ഓണറും ഇൻഷുറൻസ് കമ്പനിയും തമ്മിലുള്ളൊരു കോൺട്രാക്റ്റാണ് ഇൻഷുറൻസ് പോളിസി എന്ന് പറയുന്നത്. അപ്പോൾ ഓൾറെഡി അവരുടെ ഓണർ എന്ത് ചെയ്തിട്ടുണ്ട്, വേറെ ആർക്കും വിറ്റിട്ടുണ്ട്. അത് നിങ്ങളാണ്. ഞങ്ങൾ നമ്മൾ എന്തില്ല, ഒരു കോൺട്രാക്റ്റ് ഇല്ല. അപ്പോൾ നമ്മുടെ ഓൺ ഡാമേജ് ക്ലെയിം അല്ലെങ്കിൽ നമ്മുടെ കോംപ്രിഹെൻസീവ് ക്ലെയിമിന് വേണ്ടിയിട്ട് നമ്മൾ പോകുന്ന സമയത്ത് അത് റിജക്റ്റ് ആകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇപ്പോൾ സാധാരണ ഇപ്പോൾ നമ്മൾ നേരത്തെ ഒരു ബസ് അപകടത്തിൻ്റെ കാര്യം പറഞ്ഞു, പബ്ലിക് ട്രാൻസ്പോർട്ടിൽ സംഭവിക്കുന്ന പോലെ, അതുപോലെ സാധാരണ റോഡ് ആക്സിഡൻറ്റുകളിൽ മരണപ്പെടാറുണ്ട്. ഇപ്പോൾ ഒരു വീട്ടിലൊരു കുടുംബനാഥനാണ് മരിച്ചതെങ്കിൽ അയാളെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്ന ഫാമിലി മെമ്പേഴ്സ് ഉണ്ടാവും. അപ്പോൾ ഇൻഷുറൻസ് കമ്പനി ക്ലെയിം കൊടുക്കുകയാണെങ്കിൽ ആർക്കൊക്കെ ആയിരിക്കും അതിൻ്റെ ബെനിഫിറ്റ് ഉണ്ടാകുക? കോടതി നോക്കുന്നത് ഇയാളുടെ വിയോഗം മൂലം കുടുംബത്തിനുണ്ടാകുന്ന സാമ്പത്തിക നഷ്ടം എന്താണ്. കാരണം ഒരിക്കലും ഈ മരിച്ച ആളിനെ തിരിച്ചു കൊടുക്കാനായിട്ട് ആർക്കും പറ്റൂല. ഇൻഷുറൻസ് കമ്പനിക്ക് അടുത്തും കോടതി പറയുന്നത് അയാൾ മരണപ്പെട്ടു, അയാളുടെ മരണം മൂലം അയാളുടെ കുടുംബത്തിനുണ്ടാകുന്ന സാമ്പത്തിക നഷ്ടം കൊടുക്കണം. ഇതിനകത്തൊരു ഡിപ്പെൻഡൻസി എന്നുള്ളൊരു ഫാക്ടറുണ്ട്. ഇയാളുടെ വരുമാനത്തിൽ ആശ്രയിച്ച് കഴിഞ്ഞ ആൾക്കാർ ആരൊക്കെയാണെന്നുള്ളതാണ്. പാരൻസ് ഉണ്ടാകും, അച്ഛനമ്മ, വൈഫ്, മക്കള്. അതുപോലെ ചില കേസുകളിൽ എന്ത് പറ്റുമെന്നറിയാമോ, അൺമാരീഡ് ആയിട്ടുള്ള ബ്രദേഴ്സോ സിസ്റ്റേഴ്സോ, മെൻ്റലി ബുദ്ധിമുട്ടുള്ള ബ്രദറോ സിസ്റ്ററോ, അങ്ങനെ ഇദ്ദേഹത്തിൻ്റെ വരുമാനത്തിൽ ആശ്രയിച്ച് കഴിഞ്ഞിരുന്ന ആൾക്കാരെന്ന് നമ്മൾ ആരെയൊക്കെ തെളിയിക്കുന്നു അവർക്കെല്ലാം എന്താണ്, ദേ ആർ എലിജിബിൾ ടു ഗെറ്റ് ദ കോമ്പൻസേഷൻ. അവർക്കെല്ലാം നഷ്ടപരിഹാരത്തിന് യോഗ്യമാണ്. എന്തുകൊണ്ട്? അദ്ദേഹം ജീവിച്ചിരുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ വരുമാനം കൊണ്ടാണ് അവർ കഴിഞ്ഞുകൊണ്ടിരുന്നത്. അപ്പം അദ്ദേഹത്തിൻ്റെ വിയോഗം മൂലം അവർ നഷ്ടപരിഹാരത്തിന് എങ്ങനെയെങ്കിലും ഇത് ഏതെങ്കിലും രീതിയിൽ കാൽക്കുലേറ്റ് ചെയ്താണ് കൊടുക്കുക. അതായത് ഇപ്പം സാധാരണ ജോലിക്ക് പോകുന്ന ഒരു വ്യക്തിയാണെന്ന് വിചാരിക്കുക, ഡെയിലി ഒരു 300 രൂപ 500 രൂപയ്ക്ക് ജോലി ചെയ്യുന്ന ഒരു വ്യക്തി മാസം അല്ലെങ്കിൽ ഒരു മാസത്തിൽ 30,000 രൂപ 40,000 രൂപ അല്ലെങ്കിൽ അതിൽ താഴെ വരുമാനമുള്ളൊരു വ്യക്തിയാണ്. അപ്പം ഈ വ്യക്തി ഇത്ര വർഷം ജീവിച്ചിരിക്കുകയാണെങ്കിൽ ഇത്ര രൂപ ഉണ്ടാക്കുമായിരിക്കും, അതുകൊണ്ട് കുടുംബം നോക്കുന്നു എന്നൊരു കണക്കിൽ എടുത്തു കഴിഞ്ഞിട്ട് അതിനനുസരിച്ചാണോ കൊടുക്കുക, അതോ ഇത് വേറൊരു എക്സ്ട്രീമിലോട്ട് ഇത് പോവോ, മാക്സിമം കിട്ടാവുന്ന എമൗണ്ടിലോട്ട് പോവോ, അല്ലെങ്കിൽ എത്രയായിരിക്കും മാക്സിമം കിട്ടുന്ന എമൗണ്ട്? ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കോടതി നോക്കുന്നത് ഇയാളുടെ വിയോഗം മൂലം കുടുംബത്തിനുള്ള സാമ്പത്തിക നഷ്ടം. അത് ആശ്രയിക്കുന്നത് ഈ മരണപ്പെട്ടു അയാളുടെ പ്രായം, 2 അയാളുടെ വരുമാനം, 3 അയാളെ ആശ്രയിച്ച് കഴിയുന്ന ആൾക്കാർ എത്ര, ഇതാണ് അതിനകത്ത് വരുന്നത്. ഓക്കെ, നമ്മൾ ഈ പ്രായം നോക്കുന്നത് ഒരിക്കലും നമ്മുടെ ലൈഫ് എക്സ്പെക്റ്റൻസി നോക്കില്ല. ഇപ്പം 30 വയസ്സായ ഒരാൾ മരണപ്പെട്ടു, നമ്മൾ സ്വാഭാവികമായിട്ട് 75 വയസ്സ് ഒരാൾ ജീവിച്ചിരിക്കണേ 45 വർഷത്തിൻ്റെ എടുക്കണമെന്നില്ല. ഇതിനകത്തൊരു ടേബിളുണ്ട്. ഇപ്പം ഫോർ എക്സാമ്പിൾ 20 to 25 ആണെങ്കിൽ മൾട്ടിപ്ലയർ 18, 25 to 30 ആണെങ്കിൽ മൾട്ടിപ്ലയർ 17. അതായത് ഒരു 29 വയസ്സായ ഒരാൾ മരണപ്പെട്ടു എന്ന് വിചാരിക്കുക. ഭാര്യയുണ്ട്, 2 കൊച്ചുമക്കളുണ്ട്, അച്ഛനുണ്ട്, അമ്മയുണ്ട്.
അപ്പോൾ അയാളുടെ മൾട്ടിപ്ലയർ എടുക്കുന്നത് 17 വർഷം കൂടെ അയാൾ കുടുംബത്തിന് ഏൺ ചെയ്ത് കൊടുക്കും. എത്രയാണ് അയാളുടെ വരുമാനം എന്നുള്ളത് നോക്കും. ശരാശരി ഒരു ഇന്ത്യക്കാരൻ്റെ വരുമാനം ഇപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്നത് 15,000 രൂപയാണ്, 15,000 റുപ്പീസ്. ഈ 15,000 രൂപയുടെ കൂടെ അയാളൊരു സർക്കാർ ഉദ്യോഗസ്ഥനാണെങ്കിൽ 50% പ്രോസ്പെക്റ്റ് ഇൻകം എടുക്കും. ഭാവിയിൽ 50% കൂടെ വർദ്ധിക്കുക, 22,500 രൂപയാക്കുമെന്ന് വിചാരിക്കുക. ഒരു പ്രൈവറ്റ് ഉദ്യോഗസ്ഥനാണെന്നുണ്ടെങ്കിൽ 40% പ്രോസ്പെക്റ്റ് ഇൻകം എടുക്കും. അപ്പോൾ കുറച്ചുകൂടെ കൂട്ടി ഒരു 20,000 22,000 രൂപ വെച്ച് ഫിക്സ് ചെയ്യും. ഓക്കെ, എത്ര പേരാണ് ആശ്രയിച്ച് കഴിയുന്നതെന്ന് നോക്കും. 3 പേരാണെങ്കിൽ 3-1 സ്വന്തം ചിലവിന് വേണ്ടി എടുക്കും, 3-2 കുടുംബത്തിന് കൊടുക്കും. സ്വന്തം ചിലവെന്ന് പറഞ്ഞാൽ അയാൾ ജീവിച്ചിരുന്നെങ്കിൽ അയാളുടെ സോപ്പ് ചീപ്പ്, അയാളുടെ ഭക്ഷണം, അയാളുടെ വസ്ത്രം ഇതിന് വേണ്ടിയൊക്കെ എടുക്കുമല്ലോ. അത് പോയിട്ടുള്ളതല്ലേ കുടുംബത്തിന് കൊടുക്കുന്നത്. ആശ്രയിച്ച് കഴിയുന്ന ആൾക്കാർ 4 ആണെന്നുണ്ടെങ്കിൽ 4-1 സ്വന്തം ചിലവിന് വേണ്ടി എടുക്കും. ഇതാണ് ഇതിൻ്റെ കാൽക്കുലേഷൻ. 30,000 രൂപ വരുമാനമുള്ള ഒരാൾ, അയാളെ ആശ്രയിച്ച് കഴിയുന്ന ആൾക്കാർ 3 പേരാണ്. അദ്ദേഹത്തിൻ്റെ പ്രായം 36 വയസ്സാണ്. എന്നാൽ 3-1 മാറ്റും, 20,000 രൂപ എടുക്കും. 20,000 രൂപ വെച്ചിട്ട് ഒരു വർഷം ആവുന്ന നേരത്തെ എത്ര രൂപയായി? ശരാശരി 2,40,000 രൂപയായി. 15 വർഷത്തിൻ്റെ ഗുണിതം എടുക്കും. അപ്പം ഒരു 36 ലക്ഷം രൂപ എടുപ്പിച്ചിട്ട് വരും. പ്ലസ് എന്ന് ഫയൽ ചെയ്തു അന്ന് മുതൽ എന്ന് തീരുന്നു അന്ന് വരെയുള്ള പലിശ സഹിതം എടുക്കും. ഇതാണ് അതിനകത്തുള്ള കണക്ക്. വിധി വരുന്ന എമൗണ്ട്, ഫോർ എക്സാമ്പിൾ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ മരണപ്പെട്ടു പോയ ആൾ ഒരു 29 വയസ്സായുള്ള ആളാണെന്ന് വിചാരിക്കുക. അച്ഛനുണ്ട്, അമ്മയുണ്ട്, ഭാര്യയുണ്ട്, 2 മക്കളുണ്ട്. അപ്പോൾ ഈ വിധി ആദ്യം കോടതി എന്ത് ചെയ്യും? ഒരു ടോട്ടൽ എമൗണ്ട് ഫിക്സ് ചെയ്യും. ഇപ്പം അയാൾക്കൊരു 40 ലക്ഷം രൂപ വന്നു എന്ന് വിചാരിക്കുക. എന്നിട്ട് ഇതിന് വീതിച്ചു കൊടുക്കണമല്ലോ. ഈ 40 ലക്ഷം രൂപയിൽ നല്ലൊരു പങ്ക്, ഒരു 50% ഈ 2 പിള്ളേരുടെയും പേർക്ക് പോകും, മക്കളുണ്ടെങ്കിൽ. അത് അവർക്ക് എപ്പോഴേ വിഡ്രോ ചെയ്യാൻ പറ്റത്തുള്ളൂ. എപ്പോഴാണ് അവർക്ക് 18 വയസ്സാകുന്നത് അപ്പോഴേ വിഡ്രോ ചെയ്യാൻ പറ്റത്തുള്ളൂ. അതുവരെ FD ആണ്. ഓക്കെ, ബാക്കിയുള്ള എമൗണ്ടിൽ ഒരു നല്ല ശതമാനം ഭാര്യയ്ക്ക് പോകും. പിന്നെ പാരൻസിന് പോകും. പാരൻസിൻ്റെ ഏജ് നോക്കും, എത്ര നാളുകൂടെ ഈ മകൻ്റെ വരുമാനത്തിൽ ആശ്രയിച്ച് കഴിയാൻ സാധ്യതയുണ്ടെന്നുള്ളത് നോക്കും. ഇങ്ങനെയാണത് ഫിക്സ് ചെയ്യുന്നത്. ഇത് ഇവരുടെയൊക്കെ അക്കൗണ്ടിലോട്ടാണ് അവരുടെ എല്ലാ അക്കൗണ്ടിലോട്ടാണ്. അല്ലെങ്കിൽ ഒരാളിൽ നിന്ന് പോയിട്ട് അവിടെ നിന്ന് ഡിവൈഡ് ചെയ്ത് പോവല്ല. കോടതി ഇപ്പം 2019 ശേഷം എല്ലാം അവരുടെ അക്കൗണ്ടിലോട്ട് തന്നെയാണ് പോകുന്നത്. വേറെ അതിനകത്ത് വേറെ ഒരു അക്കൗണ്ട് ഡീറ്റെയിൽസ് മാത്രം കോടതിയിൽ ഹാജരാക്കി കൊടുക്കുക. അപ്പോൾ ടോട്ടൽ എമൗണ്ട് വരുന്നു, ആരൊക്കെയാണ് അതിനകത്തുള്ള ഡിപ്പെൻഡൻസ് എന്ന് നോക്കുന്നു, അവരുടെ ഏജ്, അവരുടെ റിലേഷൻഷിപ്പ്, അതനുസരിച്ച് കോടതി ഫിക്സ് ചെയ്തു. ഇതിപ്പം മരണപ്പെടുന്ന കാര്യം നമ്മൾ പറഞ്ഞു. അപ്പോൾ ഇതുപോലെ ഒരാൾക്ക് പരിക്ക് പറ്റി, അങ്ങനെ വരുവാണെങ്കിൽ ഈ നഷ്ടപരിഹാര തുക എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും? അത് ആർക്കൊക്കെ അർഹരാണ്? പരിക്ക് പറ്റുന്ന കേസിനകത്ത് അർഹത അയാൾക്ക് മാത്രമാണ്. കാരണം അയാളുടെ ആണല്ലോ പരിക്ക് പറ്റുന്നത്. വളരെ റെയർ ആയിട്ടുള്ള കേസുകളിൽ, ഇപ്പോൾ കോമ സ്റ്റേജിലൊക്കെ കിടക്കുന്ന കേസുകളിൽ മാത്രമേ നമ്മൾ ഗാർഡിയനായിട്ട് വേറൊരാളെ വെക്കത്തുള്ളൂ. അയാളായിരിക്കും എലിജിബിൾ ടു ഗെറ്റ് ദ കോമ്പൻസേഷൻ. എന്തിന്? ഇയാളെ കൂടെ നോക്കാൻ വേണ്ടിയിട്ട്. അതല്ലാത്ത കേസുകളിലെല്ലാം പരിക്ക് പറ്റുന്ന ആൾക്ക് തന്നെയാണ് അത് കിട്ടുന്നത്. പരിക്ക് പറ്റുന്ന കേസുകളിലും കോടതി നോക്കുന്ന ആംഗിൾ ഇത് തന്നെയാണ്. ഈ പരിക്ക് പറ്റിയ ആൾക്ക് ഈ പരിക്ക് മൂലമുള്ള സാമ്പത്തിക നഷ്ടം എന്താണ്, ഉണ്ടായ സാമ്പത്തിക നഷ്ടം, ഇനി ഉണ്ടായേക്കാവുന്നുള്ള സാമ്പത്തിക നഷ്ടം, അത് വെച്ചിട്ടാണ് ആ കോമ്പൻസേഷൻ ഫിക്സ് ചെയ്യുന്നത്. എന്തൊക്കെയായിരിക്കാം അയാൾക്കുണ്ടാകുന്ന സാമ്പത്തിക നഷ്ടം? ഒരാൾക്കൊരു അപകടം സംഭവിച്ചു, മുളങ്കാലിൽ 2 അസ്ഥിയും പൊട്ടി. അയാളുടെ ആദ്യത്തെ സാമ്പത്തിക നഷ്ടം എന്തായിരിക്കും? അയാൾക്ക് ജോലിക്ക് പോകാൻ പറ്റില്ല, അല്ലേ? ഒരു 4 മാസം 5 മാസം അയാൾക്ക് ജോലിക്ക് പോകാൻ പറ്റില്ല. അപ്പോൾ ആ 5 മാസത്തെയും അയാളുടെ സാലറി ലോസ് അല്ലെങ്കിൽ ജോലി ചെയ്യാൻ പറ്റാത്തത് കാരണമുള്ള സാമ്പത്തിക നഷ്ടം അയാളുടെ ഒരു സാമ്പത്തിക നഷ്ടമാണ്. 1. 2 എന്തായിരിക്കാം? ചികിത്സയ്ക്ക് വേണ്ടി ചിലവാക്കിയ തുക, ഹോസ്പിറ്റൽ ബില്ല്, നടക്കാനായിട്ട് ഉപയോഗിച്ച വാക്കർ, ബാത്റൂമിൽ പോകാൻ ഉപയോഗിച്ച സ്റ്റൂള്, ആംബുലൻസിൽ പോയി വന്നത്, ഇതെല്ലാം അയാളുടെ സാമ്പത്തിക നഷ്ടമാണ്. എന്തുകൊണ്ട് സംഭവിച്ചത്? ഈ അപകടം കൊണ്ട് സംഭവിച്ചത്. അപ്പോൾ ആ ഫിനാൻഷ്യൽ ലോസ് അയാളുടെ ഫിനാൻഷ്യൽ ലോസാണ്. അടുത്ത് 3-മതായിട്ട് വരുന്നത് അയാളുടെ ഡാമേജ് ടു ക്ലോത്തിങ്, ഇട്ടിരുന്ന വസ്ത്രങ്ങൾക്ക് നാശനഷ്ടം സംഭവിച്ചിരിക്കാം. ഇങ്ങനെയുള്ള കൊച്ചു കൊച്ചു കുറേ ഹെഡ്സ് അതിൻ്റെ കൂടെ വരും. മെയിനായിട്ട് വരുന്ന ഒരു സംഭവമാണ് ഡിസബിലിറ്റി. ഡിസബിലിറ്റി എന്ന് പറഞ്ഞാൽ അയാൾക്കുണ്ടായ അവശത. ആ അവശത മൂലം അയാൾക്ക് ഭാവിയിൽ ഉണ്ടായേക്കാവുന്നുള്ള വരുമാന നഷ്ടം. ഈ അവശത ഒരുപാട് കാറ്റഗറീസ് ഉണ്ട്. ഒരുപാട് കാറ്റഗറീസ് എന്ന് പറഞ്ഞാൽ ഈ അപകടം മൂലമുണ്ടായ അവശത അയാളുടെ വരുമാനത്തിനെ എങ്ങനെ പ്രതികൂലമായിട്ട് ബാധിക്കുന്നു എന്ന് കോടതി ഒരു ഫൈൻഡിങ്ങിൽ എത്താനായിട്ട് കുറേ കാര്യങ്ങൾ നോക്കും. 1, അയാൾ എന്ത് ജോലി ചെയ്യുന്നു എന്ന് നോക്കും. അയാളുടെ പരിക്ക് മൂലമുള്ള അവശത എന്തുമാത്രം ആ ജോലിയെ ബാധിക്കുന്നു എന്ന് നോക്കും. ഒരിക്കലും കോടതി ഒരു പരിക്കിനല്ല നഷ്ടപരിഹാരം കൊടുക്കുന്നത്, ആ പരിക്ക് മൂലമുള്ള അവശതയ്ക്കാണ്. ഇപ്പം മാത്യുവിനൊരു അപകടം പറ്റി, എനിക്ക് അപകടം പറ്റി. മാത്യുവിന് മുട്ടിൽ നല്ലൊരു പൊട്ടൽ പറ്റി, എനിക്ക് മുട്ടിൽ നല്ലൊരു പൊട്ടൽ പറ്റി. നമ്മൾ 2 പേരും ഒരേ ആശുപത്രിയിൽ അടുത്തടുത്തുള്ള കട്ടിൽ പ്ലാസ്റ്റർ ഇട്ടങ്ങ് കിടക്കുകയാണ്. ഒരു 4 മാസം പ്ലാസ്റ്ററൊക്കെ ഇട്ട് കഴിഞ്ഞ് പ്ലാസ്റ്ററൊക്കെ ഇളക്കി ഞാൻ സുഖമായിട്ട് തുള്ളിച്ചാടി നടക്കുന്നുണ്ട്, കുത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്, പടി കയറുന്നുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട്. മാത്യുവിനെ സംബന്ധിച്ചിടത്തോളം ഇതൊന്നും ചെയ്യാൻ പറ്റില്ല. പകുതിയെ കുത്തിക്കൊണ്ടിരിക്കാൻ പറ്റുന്നുള്ളൂ, പടി കയറുന്നത് മുട്ടിൽ നീരുണ്ട്, ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്.
എനിക്കും മാത്യുവിനും പറ്റിയ പരിക്കൊന്നാണ്. നമ്മൾ രണ്ടുപേരും എടുത്ത ട്രീറ്റ്മെൻറ്റ് ഒന്നാണ്, പക്ഷെ നമ്മൾ രണ്ടുപേരും അനുഭവിക്കുന്ന അവശത വ്യത്യാസമാണ്. മനസ്സിലായില്ല? അപ്പം എനിക്ക് പറ്റിയ പരിക്ക് തന്നെയാണ് നിങ്ങൾക്കും പറ്റിയത്, ഞാൻ എടുത്ത ട്രീറ്റ്മെൻറ്റ് തന്നെയാണ് നിങ്ങളും എടുത്തത്, പക്ഷേ നമ്മൾ രണ്ടുപേരും അനുഭവിക്കുന്ന അവശത വ്യത്യാസമാണ്. ഈ അവശതയ്ക്കാണ് പൈസ. ആ ഒരു ആക്സിഡൻറ്റിൽ എനിക്ക് പറ്റിയ പരിക്കിൽ എന്തുമാത്രം അവശതയുണ്ട് എന്ന് ഒരു ഡോക്ടർ സർട്ടിഫൈ ചെയ്യുന്ന അതനുസരിച്ചിട്ടാണ് വ്യത്യാസം വരുന്നത്. ഈ അവശതയിൽ തന്നെ വേറൊരു വ്യത്യാസമുണ്ട്. ഫോർ എക്സാമ്പിൾ, എനിക്ക് നേരത്തെ പറഞ്ഞതുപോലെ കാൽമുട്ടിൻ്റെ ഒരു പരിക്ക് പറ്റി. എനിക്ക് അത്ര മടങ്ങുന്നൊന്നുമില്ല, പകുതിയെ മടക്കാൻ പറ്റുന്നുള്ളൂ. പക്ഷെ എൻ്റെ വരുമാനത്തിന് ഇത് പ്രതികൂലമായിട്ട് ബാധിക്കില്ല. ഞാൻ രാവിലെ വരുന്നു, എനിക്ക് കേസ് കിട്ടുന്നു, ഞാൻ കോടതിയിൽ പോകുന്നു, റെപ്രസെൻ്റ് ചെയ്യുന്നു, തിരിച്ചു വരുന്നു. എൻ്റെ വരുമാനത്തിന് വലിയ പ്രതികൂലമായിട്ടൊന്നും ബാധിക്കുന്നില്ല. ഞാനൊരു തെങ്ങ് കയറ്റക്കാരനാണെന്ന് വിചാരിച്ചോളൂ. എൻ്റെ ഈ മുട്ട് മടങ്ങാതിരുന്നു കഴിഞ്ഞാൽ ഞാൻ ഏത് തെങ്ങ് കയറും? അപ്പോൾ എൻ്റെ പരിക്ക്, ആ പരിക്ക് മൂലമുള്ള അവശത എൻ്റെ വരുമാനത്തിന് എങ്ങനെ പ്രതികൂലമായിട്ട് ബാധിക്കുന്നു? ഇതാണ് എൻ്റെ ഡിസബിലിറ്റിയെ ഫിക്സ് ചെയ്യുന്നതായിട്ടുള്ള ഫാക്ടർ. ഓക്കെ, അപ്പോൾ അതിലും എന്താണ്, എൻ്റെ പ്രായം നോക്കും, എൻ്റെ പരിക്ക് നോക്കും, പരിക്ക് പോലുള്ള അവശത നോക്കും, എൻ്റെ ജോലി എന്താണെന്നുള്ളത് നോക്കും. പ്രായം കുറയും തോറും ഈ പരിക്കിൻ്റെ ബുദ്ധിമുട്ട് കൊണ്ട് ഞാൻ ജീവിക്കേണ്ട കാലഘട്ടം കൂടുതലാണ്. അപ്പം 25 വയസ്സായ ഒരാൾക്ക് എടുക്കുന്ന ഡിസബിലിറ്റിയുള്ള തുകയല്ല 65 വയസ്സ് കഴിഞ്ഞ ഒരാൾക്ക് എടുക്കുന്നത്. ഓക്കെ, വരുമാനം കൂടുന്തോറും അങ്ങനെ തന്നെയാണ്. ഓക്കെ, ഞാനൊരു 1,00,000 രൂപ മാസം ഉണ്ടാക്കുന്ന ഒരു മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ് ആണെന്നുണ്ടെങ്കിൽ എനിക്കുള്ളതുപോലെ അല്ല എന്ത് സംഭവിക്കുന്നത്, 20,000 രൂപയുള്ളൊരു മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവുള്ള നഷ്ടം. അപ്പോൾ വരുമാനം, എൻ്റെ പ്രായം, പരിക്കിൻ്റെ ആട്, ഇതാണ് എൻ്റെ ഡിസബിലിറ്റിയിൽ എത്ര രൂപ വരുന്നു എന്ന് കോടതി തീരുമാനിക്കുന്നതായിട്ടുള്ള ഫാക്ടർ. എത്ര നാൾ ഞാൻ ജോലി ചെയ്തില്ല, എന്താണ് എൻ്റെ ചികിത്സയ്ക്ക് വേണ്ടിയിട്ടുള്ള ചിലവ്, എന്താണ് എൻ്റെ ഡിസബിലിറ്റി ആയിട്ടുള്ള വരുന്നത്, അടുത്ത് വരുന്ന പെയിൻ ആൻഡ് സഫറിങ്, ഞാൻ അനുഭവിച്ച വേദനയും ദുരിതവും. യഥാർത്ഥം പറഞ്ഞാൽ വേദനയ്ക്ക് ഒരു വിലയിടാൻ പറ്റില്ല എന്നുള്ള, ഞാൻ ഇത്ര രൂപയുടെ വേദന അനുഭവിച്ചു എന്ന് പറഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റില്ല കേട്ടോ. എന്നാലും കോടതി എന്ത് ചെയ്യും, ഒരു പൊട്ടലിന് ഇത്ര, സർജറി ഉണ്ടെങ്കിൽ ഇത്ര, ഒന്നിൽ കൂടുതൽ സർജറി ഉണ്ടെങ്കിൽ ഇത്ര, ഇങ്ങനെ ഇട്ട് പോകാറുണ്ട്. ഇതെല്ലാം കൂടെ ചേർന്ന് വരുന്നിടത്താണ് നമുക്കുള്ള തുകയാകുന്നത്. ഞാൻ എത്ര നാൾ ജോലിക്ക് പോയില്ല, എൻ്റെ മെഡിക്കൽ എക്സ്പെൻസസ്, പിന്നെ ഒരു അമ്യൂണിറ്റീസ് എന്നുള്ളൊരു സംഭവമുണ്ട്, ജീവിതത്തിലെ സുഖ സൗകര്യങ്ങളൊക്കെ നഷ്ടപ്പെട്ടു പോയാൽ ഈ ഇതെല്ലാം കൂടെ ഇട്ട് വരുന്നത് നമുക്കുണ്ടായ പരിക്കിനുള്ള നഷ്ടപരിഹാരവും. എന്നാലും ഞാൻ എൻ്റെ കരിയറിൽ നിന്ന് മനസ്സിലാക്കിയ ഒരു സാധനം, നമുക്ക് എത്ര രൂപ കിട്ടിയിരുന്നാലും നമുക്ക് നഷ്ടപ്പെട്ട ആരോഗ്യം നഷ്ടപ്പെട്ടതാണ്. പ്രോപ്പറായിട്ട് നമുക്ക് കോമ്പൻസേറ്റ് ചെയ്യപ്പെടുന്നില്ല എന്നുള്ളതാണ് അതിനകത്ത് ഏറ്റവും വലിയ ഒരു ഫാക്ടർ. അതായത് ഞാൻ ഈ അപകടത്തിൻ്റെ മുമ്പിൽ ഇരുന്ന പൊസിഷനിലോട്ട് എനിക്ക് കിട്ടുന്ന സാമ്പത്തികം കൊണ്ട് എന്നെ ആ പൊസിഷനിൽ കൊണ്ട് ചിലപ്പോൾ പലപ്പോഴും നിർത്താനായിട്ട് പറ്റൂല. കാരണം ഇപ്പം നമ്മൾ ഈ ആക്സിഡൻറ്റിൽ പറ്റുന്നതിൽ ഒരു 80% ആൾക്കാരും സാധാരണയുള്ള ആൾക്കാരാണ്, സാധാരണക്കാരാണ്. ആ ആക്സിഡൻറ്റ് അവരുടെ യഥാർത്ഥം പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ജീവിതത്തിൻ്റെ താളം തന്നെ തെറ്റിക്കും. എത്ര ശരിയായെന്ന് പറഞ്ഞാലും, എത്ര നഷ്ടപരിഹാരം അവർക്ക് കിട്ടിയെന്ന് പറഞ്ഞാൽ അവരെ പഴയ പൊസിഷനിൽ കൊണ്ടുവന്ന് വെക്കാൻ നമ്മുടെ സിസ്റ്റത്തിന് സാധിക്കാറില്ല. ഇപ്പം നമുക്കിവിടെ മെഡിക്കൽ എക്സ്പെൻസ് പറയാറുണ്ട് അല്ലേ, എത്ര ചിലവാക്കി. ഇപ്പോൾ കോടതിയിൽ മെഡിക്കൽ എക്സ്പെൻസ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്നറിയാം, കറക്റ്റ് ബിൽസ്, ഈ ബില്ലിലെല്ലാം നമ്മുടെ പേര് വേണം, ഡേറ്റ് വേണം, ക്യാഷ് റെസീഡ് സീല് വേണം. എന്നെ തൂക്കിയെടുത്തുകൊണ്ട് ആശുപത്രി കൊണ്ടുപോയിരിക്കുകയാണ്, എൻ്റെ ഭാര്യയോ അച്ഛനോ അമ്മോ വെളിയിൽ ഓടിച്ചെന്ന് മരുന്ന് വാങ്ങിച്ചുകൊണ്ട് വരികയാണ്. അവിടെ ചെന്നിട്ട് മോൻ്റെ പേര് എഴുതിയുള്ള ബില്ല് വേണം, ഡേറ്റ് ഇട്ടുള്ള ബില്ല് വേണമെന്ന് നമ്മൾ ചോദിക്കാനായിട്ട് നിൽക്കും. ആ സാഹചര്യത്തിൽ ഇല്ല, അപകടം പറ്റി കിടക്കുകയാണ്, 10 ബന്ധുക്കൾ നിൽക്കുമായിരിക്കും, 10 പേരായിരിക്കും മരുന്ന് വാങ്ങാനും പോകാനും പോകുന്നത്. അവരെല്ലാവരും വാങ്ങിയ ബില്ല് തിരിച്ചുകൊണ്ടൊന്ന് കൊടുക്കണമെന്നില്ല, അതൊരു ഫാക്ടർ. അപ്പോൾ പലപ്പോഴും നമ്മൾ വാങ്ങിയ ബില്ലുകളുടെ പകുതി പോലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, കോടതിയിൽ കൊടുക്കാനായിട്ട് സാധിക്കാറില്ല, നമ്മളെ നഷ്ടം വരാറുണ്ട്. അതൊരു സൈഡ്. അടുത്ത വേറൊരു സൈഡെന്ന് പറഞ്ഞാൽ അൺഫോർസീൻ ആയിട്ടുള്ള കുറേ എക്സ്പെൻസസ് ഇതിനകത്ത് വരും. ഞാൻ പറഞ്ഞ മനസ്സിലായില്ലേ? നമ്മുടെ തന്നെ ഒരു ക്ലയൻറ്റ് 2 മക്കൾക്കും ആക്സിഡൻറ്റിൽ വലിയ ഗുരുതരമായിട്ടുള്ള പരിക്ക് പറ്റി. അതിൽ ഒരാളെ ഒരു സർജറിക്ക് വേണ്ടി വെല്ലൂരിലോട്ട് കൊണ്ടുപോകണം. അപ്പോൾ വെല്ലൂരിലോട്ട് കൊണ്ടുപോകാനായിട്ട് അയാൾ ഇവിടെ നിന്ന് ഒരിടത്തു നിന്ന് കടം വാങ്ങിച്ചുകൊണ്ട് പോകണം, 5 ലക്ഷം രൂപ കൊണ്ടുപോയി. ഒരു 3-4 ആഴ്ചയൊക്കെ കഴിഞ്ഞിട്ട് വന്നിട്ട് ബില്ല് കൊണ്ടുവന്നപ്പോൾ 4,5 ലക്ഷം രൂപയുടെ ബില്ലേ ഉള്ളൂ. എന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, സാറേ 5 ലക്ഷം രൂപ എൻ്റെ നിന്ന് തീർന്നു, പക്ഷേ ബില്ല് എൻ്റെ കയ്യിൽ 4,5 ലക്ഷം രൂപയുടെ ഉള്ളൂ. സംഭവം എന്താണ്, ബാക്കി പൈസ അല്ലാതെയൊക്കെ കുറേ തീരും. അപ്പോൾ കോടതി എന്ത് ചെയ്യണം, അല്ലെങ്കിൽ നിയമം എന്ത് ചെയ്യണം, എത്രയാണോ ബില്ല് പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് അതിൻ്റെ കൂടെ ഒരു 30 to 40% എക്സ്ട്രാ ഒരു എമൗണ്ട് ആഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതൊരു റീസണബിൾ ആയിട്ടുള്ള ഒരു എമൗണ്ട് അവർക്ക് ആ ഒരു ഹെഡിൽ കിട്ടിയെന്ന് പറയാം. കാരണം നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന ബില്ലിനേക്കാളും കൂടുതൽ ബിൽസ് ഉണ്ടായിട്ടുണ്ട്, അവരുടെ നിന്ന് പലതും നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടായിരിക്കും. 2, ഇതിനിടയിലുള്ള ചിലവുകളിൽ ബില്ലില്ലാത്ത ചിലവുകൾ ഒരുപാട് വരും.
അതൊന്നും നമുക്ക് കോടതിയിൽ പ്രൂവ് ചെയ്യാനായിട്ട് പറ്റിയൊന്നുമില്ല. അപ്പോൾ കോടതി ഒരു ഹ്യൂമാനിറ്റേറിയൻ കൺസിഡറേഷൻ യഥാർത്ഥത്തിൽ ചെയ്യേണ്ടത് പ്രൊഡ്യൂസ് ചെയ്യുന്നതിൻ്റെ ഒരു 30-40% കൂടുതൽ എടുക്കണം. അതൊന്ന്. രണ്ടാമത്, ഇപ്പം മാത്യുവിന് ഒരു ആക്സിഡൻറ്റ് പറ്റി, ഹോസ്പിറ്റലൈസ്ഡ് ആണ്. മാത്യുവിൻ്റെ ഭാര്യ ഒരു സർക്കാർ ജീവനക്കാരിയാണ്. ഭാര്യ ഹോസ്പിറ്റൽ അപകടം പറ്റിയതിൻ്റെ അടുത്ത ദിവസം തൊട്ട് ജോലിക്ക് പോകില്ലല്ലോ. കോടതിയിൽ വരുന്നിടത്ത് എന്ത് പറ്റും? ഈ അപകടം മൂലമാണ് മാത്യുവിന് ജോലി ഇല്ലാതിരിക്കുന്നത്, ഈ അപകടം മൂലമാണ് ഭാര്യ ലീവ് എടുത്ത് കൂടെ നിൽക്കുന്നത്. ആ കുടുംബത്തിൻ്റെ യഥാർത്ഥ ഫിനാൻഷ്യൽ ലോസ് എന്താണ്? ആ ഭാര്യയുടെ കൂടെ ചേർത്തിട്ടാണ്. പക്ഷെ അത് എന്ത് ചെയ്യപ്പെടുന്നില്ല, അത് ഇവിടെ കണക്കാക്കപ്പെടുന്നില്ല. അപ്പോൾ ഈ വിക്ടിം ടു ദ ആക്സിഡൻറ്റ് അയാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് യഥാർത്ഥത്തിൽ നഷ്ടത്തിൻ്റെ പുറത്ത് നഷ്ടമാണ്. അയാളെ പ്രോപ്പറായിട്ട് കോമ്പൻസേറ്റ് ചെയ്യപ്പെടുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. ഓക്കെ, ഇപ്പം നമുക്കൊരു സാധാരണ ഒരു അപകടം വരുമ്പോൾ വണ്ടി ഇൻഷുർഡ് ആണെങ്കിൽ അതിലുള്ള വ്യക്തി അതിൽ കവറാവുന്നു, അല്ലെങ്കിൽ ഒരു തേർഡ് പാർട്ടിക്ക് അതിൻ്റെ ഒരു ഇത് കിട്ടുന്നുണ്ട്. പക്ഷേ ഡ്രങ്ക് ആൻഡ് ഡ്രൈവ് ആയിരിക്കാൻ പാടില്ല, ഹെൽമെറ്റ് ഉണ്ടായിരിക്കണം. അതുപോലെ മറ്റൊരു കാര്യമാണ് വണ്ടി ഓടിക്കുന്ന ആളുടെ പ്രായം. അത് ഒരു 18 വയസ്സ് കഴിഞ്ഞിട്ട് നമുക്ക് ലൈസൻസ് ഉണ്ടാവുള്ളൂ. ഇപ്പം മൈനർ ആയിട്ടുള്ളൊരു വ്യക്തിയാണ് ഈ വണ്ടി ഓടിച്ചിരിക്കുന്നതെങ്കിൽ ഉണ്ടാകുന്ന അപകടത്തിന് ആരായിരിക്കും ഈ ലയബിലിറ്റീസ് നോക്കേണ്ടി വരിക? മൈനറായിട്ടുള്ള ഒരാളാണ് ഓടിക്കുന്നതെന്നുണ്ടെങ്കിൽ ഇൻഷുറൻസിൻ്റെ ബെനിഫിറ്റ് അവർക്ക് കിട്ടില്ല. ഓണർ തന്നെ ആയിരിക്കും ലയബിൾ ടു കോമ്പൻസേറ്റ് ദ വിക്ടിം. നമുക്കിപ്പോൾ നമ്മൾ റോഡിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 15-16 വയസ്സായ കുട്ടികളാണ് 250-300 cc ആയ ബൈക്ക് ഓടിച്ചുകൊണ്ട് പോകുന്നത്. എനിക്കൊരു 6-8 മാസം മുമ്പ് പേട്ടയുടെ അടുത്ത് വെച്ച് നടന്നൊരു സംഭവമാണ്. 16 വയസ്സുള്ള പയ്യൻ ഒരു ഡ്യൂക്കിൻ്റെയൊക്കെ കൂടിയ ബൈക്ക് ഉണ്ടല്ലോ, ആ ബൈക്ക് ഓടിച്ചുകൊണ്ട് പോയി നടന്നു പോയ ഒരു 14 വയസ്സായ പയ്യനെയും അമ്മയും ഇടിച്ചിട്ടു. ആ 14 വയസ്സുള്ള പയ്യന് മൾട്ടിപ്പിൾ ഫ്രാക്ചേഴ്സ് ആണ്, ഹോസ്പിറ്റലൈസ്ഡ് ആണ്. ഈ ബൈക്ക് ഓടിച്ച പയ്യൻ്റെ അമ്മ അവർ അടുത്ത ദിവസം ഓഫീസിലോട്ട് വന്നിട്ട് തുടങ്ങി, മോന് ലൈസൻസ് ഇല്ല. ഞാൻ അവരുടെ അടുത്ത് ചോദിച്ചു, എന്തിനാണ് മകൻ ഇത്രയും വണ്ടി വാങ്ങി കൊടുക്കുന്നത്? അവന് 16 വയസ്സിലേ ഉള്ളൂ, 18 വയസ്സ് ആയിട്ട് വാങ്ങിക്കൊടുത്താൽ പോരെ. അപ്പം അവന് അച്ഛനില്ല. അപ്പം അമ്മ സ്നേഹം പ്രകടിപ്പിക്കുന്നതാണ് ഈ ബൈക്ക് വാങ്ങിച്ചു കൊടുത്തിട്ട്. ഈ അമ്മയും എന്താണ് അത്ര വെൽ ഓഫ് ഒന്നുമല്ല, അവരൊരു കൊച്ചൊരു ജോലിക്ക് പോകുന്നൊരു സ്ത്രീയാണ്. അവർ ആ ജോലിയിൽ നിന്ന് എന്തോ ഒരു ലോണൊക്കെ എടുത്തിട്ടാണ് ഈ 2.5 ലക്ഷം രൂപയുടെ ബൈക്ക് മകന് വാങ്ങിക്കൊടുത്തത്. എന്തുകൊണ്ട്? ബൈക്ക് കിട്ടിയില്ലെങ്കിൽ മോൻ ആത്മഹത്യ ചെയ്യുമെന്ന് പറഞ്ഞു. ഈ ഭീഷണി മുഴക്കിയാണ് ഈ ബൈക്ക് വാങ്ങിച്ചു കൊടുത്തത്. അപ്പം ഈ ബൈക്ക് വാങ്ങിക്കൊടുത്തപ്പോൾ മോനെ സ്നേഹിച്ചപ്പോൾ എന്ത് പറ്റിയെന്നറിയാവോ? മോനും അപകടത്തിലായി, അമ്മയും അപകടത്തിലായി, 14 വയസ്സുള്ളൊരു കുഞ്ഞും ഇത്രയും പൊട്ടലോടുകൂടെ ഹോസ്പിറ്റലൈസ്ഡ് ആയി. അതുകൊണ്ട് എനിക്ക് പാരൻസിൻ്റെ അടുത്ത് പറയാനുള്ളത്, നമ്മുടെ സ്നേഹം കാണിക്കുന്നത് ഇങ്ങനെയല്ല. ഒരു വാഹനം എടുത്തു കൊടുക്കുന്ന നേരത്തായിരുന്നു അവനത് പക്വമായിട്ട് ഉപയോഗിക്കാനായിട്ടുള്ള പ്രായമാകുന്ന സമയത്തെ വാങ്ങി കൊടുക്കാൻ പാടില്ല. ഇല്ലെങ്കിൽ അവനോടൊപ്പം ഈ പാരൻറ്റും പ്രതിയാണ്. പറയുന്നത് ഈ പാരൻറ്റും പ്രതിയാണ്. എത്ര രൂപ നഷ്ടപരിഹാരം അവർക്ക് വരുമെന്നുള്ളത് നമുക്ക് ഊഹിക്കാൻ പോലും പറ്റില്ല. ഒരു ഡെത്ത് കേസൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ 30-40-50 ലക്ഷം രൂപയായിരിക്കും അവർക്ക് ലയബിലിറ്റി വരുന്നത്. അപ്പം അതുകൊണ്ട് കൊടുക്കരുത്, മൈനറായിട്ടുള്ളൊരു കുട്ടിക്ക് വാഹനം ഓടിക്കാൻ കൊടുക്കരുത് എന്നുള്ളത്. മൈനേഴ്സിന് പറ്റുന്ന പോലത്തെ വേറൊരു പരിപാടിയാണ്. ഇപ്പം നമുക്ക് ഒരു സർവീസിനായിട്ട് ഷോറൂമിൽ കൊടുത്തു, അല്ലെങ്കിൽ സർവീസ് സെൻറ്ററിൽ കൊടുത്തേക്കാന്ന് വിചാരിക്കാം. ഇപ്പം അവിടെ ഒത്തിരി ടെക്നീഷ്യൻസ് ഉണ്ട്, അവിടെയുള്ള മിക്കവാറും ലൈസൻസ് ഉള്ള ആൾക്കാർ തന്നെ ആയിരിക്കും. എന്നാൽ പോലും നമ്മുടെ അറിവോടെ അല്ലാതെ ഇവർ വണ്ടി ടെസ്റ്റ് ഡ്രൈവിനും പലതിനും പോകാറുണ്ട്. ഇതുപോലുള്ള കേസുകൾ ഏതെങ്കിലും ഡീൽ ചെയ്തിട്ടുണ്ടോ? ഇത് വളരെ കോമൺ ആയിട്ട് വരുന്നതാണ് കേട്ടോ. ഇപ്പം ഫോർ എക്സാമ്പിൾ പാരൻറ്റ് മോന് ആണ് വണ്ടി വാങ്ങി കൊടുക്കുന്നത്. ഇവൻ ഈ വണ്ടിയും കൊണ്ട് കോളേജിൽ പോകും. പക്ഷെ മോന് ലൈസൻസ് കാണും, പക്ഷേ അവൻ്റെ വാഹനം ഉപയോഗിക്കുന്നത് അവനായിരിക്കില്ല. അവിടെ കൊണ്ടുവന്ന് വെക്കും, കൂട്ടുകാർ താക്കോലും എടുക്കും, അവരെടുത്തോണ്ട് പോകും. ഈ ഓടിക്കുന്ന എല്ലാവർക്കും ലൈസൻസ് ഉണ്ടോ ഇല്ലേ ഇതൊന്നും ചിലപ്പോൾ ഒരു പാരൻ്റ് അറിഞ്ഞൊന്നും വരില്ല. ഇപ്പോൾ തൗഫിക്ക് പറഞ്ഞതുപോലെ ഒരു വണ്ടി സർവീസിന് കൊടുത്തു അവിടെ ലൈസൻസ് ഉള്ള ഒരാൾ അതിനെടുത്ത് പുറത്ത് കൊണ്ടുപോയി ആക്സിഡൻറ്റ് പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഓക്കെ, എന്താണ് ഇൻഷുറൻസിൻ്റെ ഒരു പരിരക്ഷ കിട്ടും. പക്ഷെ അതല്ല, ചിലപ്പോൾ അവിടെ നിൽക്കുന്ന ടെക്നീഷ്യന്മാർ ലൈസൻസ് ഇല്ലാത്ത ആരെങ്കിലും ആണ് എടുത്തുകൊണ്ട് പോകുന്നതെന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് പ്രശ്നം തന്നെയാണ്. പക്ഷെ അങ്ങനെ ഒരു ആക്സിഡൻറ്റ് പറ്റുന്ന സമയത്ത് അതിൻ്റെ റെസ്പോൺസിബിലിറ്റി ആ ഷോറൂം ഓണർക്ക് കൂടെ വരികയാണ്. കാരണം നമ്മൾ അവിടെ ഓൾറെഡി കൊണ്ടുവന്ന് കൊടുത്തതാണ്. അവരാണ് എന്ത് ചെയ്തത്, വേറൊരാൾക്ക് ഹാൻഡ് ഓവർ ചെയ്ത്. പക്ഷേ ഒരു പാരൻറ്റിന് ചിലപ്പോൾ അങ്ങനെ ഒരു കണ്ടൻഷൻ എടുക്കാൻ പറ്റില്ല. എൻ്റെ മോൻ്റെ കയ്യിൽ കൊടുത്തു വിട്ടു, മോൻ്റെ കൂട്ടുകാരെടുത്തുകൊണ്ട് പോയി അറിഞ്ഞില്ല എന്നുള്ളത് ഒരു പാരൻറ്റിന് ചിലപ്പോൾ അങ്ങനെ ഒരു സ്റ്റാൻഡ് എടുക്കാൻ പറ്റിയെന്ന് വരില്ല. മറ്റത് നമുക്ക് അങ്ങനെ ഒരു ഡിഫൻസ് എടുക്കാം. പക്ഷേ ആ ഡിഫൻസ് എത്രത്തോളം നമുക്ക് നിലനിൽക്കുമെന്നുള്ളത് കോടതിയിലെ ട്രയൽ കഴിഞ്ഞിട്ടേ നമുക്ക് പറയാനായിട്ട് പറ്റത്തുള്ളൂ. പക്ഷേ ഇത് വളരെ കോമൺ ആയിട്ടുള്ളൊരു സംഭവമാണ്. അതുകൊണ്ട് അത് നമുക്ക് പറഞ്ഞു കൊടുക്കാനേ പറ്റത്തുള്ളൂ. ഇപ്പോൾ സർവീസ് സെൻറ്ററിൽ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാലും നിങ്ങൾ നോക്കിക്കൊള്ളണം, അത് ലൈസൻസ് ഉള്ള ഒരാളെ ഓടിക്കാൻ പുറത്ത് ടെസ്റ്റ് ഡ്രൈവിനും എല്ലാം കൊടുത്ത് വിടാവൂ. ആവശ്യമില്ലാതെ പിള്ളേരുടെ കയ്യിൽ കൊടുത്ത് വിടരുത് എന്നുള്ളത് ഞാൻ എൻ്റെ വണ്ടി സർവീസിന് കൊടുക്കുന്ന നേരത്തെ ഞാൻ പറയാറുണ്ട്. പാരൻറ്റിനെ സംബന്ധിച്ചിടത്തോളം മക്കളുടെ അടുത്ത് പറഞ്ഞു കൊടുക്കുക, നിനക്കാണ് ഇത് വാങ്ങി തന്നിട്ടുള്ളത്, ദയവ് ചെയ്ത് നീ എന്ത് ചെയ്യരുത്,
വേറൊരാൾക്ക് അവർ ഉപയോഗിക്കാൻ മനസ്സിലാക്കുക അവർ എന്നുള്ളത്. മനസ്സിലാക്കുക എന്നുള്ളതാണ്. ഒരു വണ്ടി റോഡ് ആക്സിഡന്റ് സംഭവിച്ചു, മറ്റൊരു വണ്ടിയായിട്ടാണ് ഇടിച്ചത്, ഒരാളെ ഇടിച്ചില്ല, ഒരു വണ്ടി ഇടിച്ചു. രണ്ട് വണ്ടിക്ക് ഇൻഷുറൻസ് ഉള്ളത് കൊണ്ട് തന്നെ അവർക്ക് രണ്ടുപേർക്കും ക്ലെയിം ചെയ്യാം അങ്ങോട്ടും ഇങ്ങോട്ടും, അല്ലെങ്കിൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ. അപ്പോൾ ഇതാരായിരിക്കും ആർക്ക് പൈസ കൊടുക്കുക? ഒരു ആക്സിഡന്റ് നടന്നു കഴിയുമ്പോൾ ചിലപ്പോൾ ഒരു വണ്ടി ഇൻവോൾവ് ആയിരിക്കും, രണ്ടായിരിക്കും, മൂന്നായിരിക്കും. ഇപ്പോൾ ഒരു വണ്ടി ഇൻവോൾവ് എന്ന് പറഞ്ഞാൽ ഒരാൾ നടന്നു പോയി, ഒരു ബൈക്ക് വന്ന് തട്ടി, ഒറ്റ വണ്ടി ഇൻവോൾവ് ഉള്ളൂ. അപ്പോൾ ആ ബൈക്കിൻ്റെ ഇൻഷുറൻസ് കമ്പനിയാണ് നമുക്ക് നഷ്ടപരിഹാരം തരേണ്ടത്. രണ്ട് ബൈക്കുകൾ നമ്മൾ ഇടിച്ചു, ആരുടെ അശ്രദ്ധ മൂലമാണ് അപകടം സംഭവിച്ചത്, ആ വണ്ടിയുടെ ഇൻഷുറൻസ് കമ്പനിയാണ് കോമ്പൻസേറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, ആരുടെ നെഗ്ലിജൻസ് മൂലം ആർക്കെതിരായിട്ടാണ് കേസ് എടുത്തിരിക്കുന്നത്, ആ വണ്ടിയുടെ ഇൻഷുറൻസ് കമ്പനിയാണ് നമുക്ക് നഷ്ടപരിഹാരം തരേണ്ടത്. ഇപ്പം ഞാൻ ബൈക്ക് ഓടിച്ചുകൊണ്ട് പോയി, എൻ്റെ ബാക്കിൽ നിന്നൊരു ബൈക്ക് വന്ന് തട്ടി, അപ്പോൾ അവൻ്റെയാണ് അശ്രദ്ധ. ഞാൻ ബൈക്ക് ഓടിച്ചുകൊണ്ട് പോയി, എതിർദിശയിൽ നിന്ന് വന്ന് ഇടിച്ചു, അവൻ്റെ അശ്രദ്ധയാണെന്നുണ്ടെങ്കിൽ അവൻ്റെ ഇൻഷുറൻസ് കമ്പനിയിൽ നിന്നിട്ട്, എൻ്റെ അശ്രദ്ധയാണെങ്കിൽ എൻ്റെ ഇൻഷുറൻസ് കമ്പനിയിൽ നിന്നിട്ട്. ആരുടെയാണോ നെഗ്ലിജൻസ്, ആ നെഗ്ലിജൻസ് വരുത്തിയ ഇൻഷുറൻസ് കമ്പനിയിൽ നിന്നാണ് നമുക്ക് നഷ്ടപരിഹാരം കിട്ടേണ്ടത്. തീരുമാനത്തിൽ എത്തിക്കാനേ പറ്റുള്ളൂ. അതൊരു തീരുമാനത്തിൽ, ചില കേസുകളിൽ പോലീസ് അന്വേഷണത്തിൽ തീരുമാനത്തിലെത്തില്ല. അത് മോട്ടോർ ഒക്കറൻസ് എന്ന് പറഞ്ഞ ആ കേസ് റെഫർ ചെയ്യും. അതായത് പോലീസ് അന്വേഷണത്തിൽ അശ്രദ്ധ ആരുടെ ഭാഗത്താണെന്ന് അറിഞ്ഞുകൂടാത്ത കേസുകൾ മോട്ടോർ ഒക്കറൻസ് ആയിട്ട് റെഫർ ചെയ്യും. അങ്ങനെയുള്ള കേസുകൾ നമ്മൾ കോടതിയിൽ പോയിട്ട് അവിടെ വിറ്റ്നസിനെ കൊടുക്കും. അതായത് കണ്ട സാക്ഷികൾ അവിടെ വന്ന് കോടതിയിൽ വിസ്തരിച്ച് കോടതിക്ക് ആരുടെ ഭാഗത്താണ് അശ്രദ്ധ എന്ന് തോന്നിയിട്ട് അതനുസരിച്ചിട്ട് ഇത് ചെയ്യും. കഴിഞ്ഞ ദിവസം ഒരു ട്രെൻഡിങ് ആയ ഒരു റീലുണ്ട്, ഒരു വീഡിയോ ഉണ്ട്. രണ്ട് പിള്ളേർ ബൈക്ക് ഓടിച്ച് പോകുന്നൊരു പെണ്ണും പയ്യനും റോഡിന് നടുക്ക് വെച്ച് ഒരു ചേച്ചി സൈഡിൽ നിന്ന് കയറുന്നു, റോഡിന് നടുക്കോട്ട് എടുത്ത് വെക്കുന്നു. ഈ പിള്ളേർ പോയിട്ട് ആ ബൈക്കിൽ തട്ടി നിൽക്കുന്നു. ബാക്കിൽ നിന്ന് വരുന്ന ബസ് ബ്രേക്ക് ചെയ്യുന്നു, അതിൻ്റെ പുറകിൽ നിന്ന് വരുന്ന വണ്ടി ഇടിക്കുന്നു, പുറകിന് ഒരു 7 വണ്ടി ചടപടി ഇടിക്കുന്നു. ഇതിൽ ആരുടെ അശ്രദ്ധയാണ്? ഈ ഇടിച്ച വ്യക്തി ഇടിച്ചത് മറ്റേ പുള്ളിക്കാരി കുറുകിന് വെച്ചത് കൊണ്ടാണ്. അതുപോലെ മറ്റെന്തെങ്കിലും പട്ടി കുറുകെ ചാടുക, പൂച്ച കുറുകെ ചാടുക, എന്തെങ്കിലും കാരണത്താൽ സംഭവിക്കുന്നത്. ഇത് തൗഫീക്ക് പറഞ്ഞത് ശരിയാണ്. നമ്മുടെ ഇവിടെയുള്ള അപകടങ്ങൾ നടക്കുന്നത് യഥാർത്ഥം പറയാൻ നമ്മുടെ അശ്രദ്ധ കൊണ്ട് മാത്രമല്ല. ഇപ്പം ഞാനൊരു ഉദാഹരണം പറയാം. തൗഫീക്ക് പറഞ്ഞതല്ല, ഒരു ബൈക്ക് ഒരാൾ ഓടിച്ചുകൊണ്ട് പോകുന്നു, ഒരമ്മ എടുത്ത് ചാടി, ഈ അമ്മയെ രക്ഷിക്കാനായിട്ട് വെട്ടിത്തിരിക്കും. ഈ ബൈക്ക് തൊട്ടപ്പുറത്തുള്ളൊരു ബൈക്കിനെ ചെന്നിടിച്ച് വീഴും. അവൾക്ക് രണ്ടുപേർക്കും പരിക്ക് പറ്റി, അമ്മ നീറ്റായിട്ട് ക്രോസ് ചെയ്ത് അപ്പുറത്തങ്ങ് പോകും. സ്ഥിരം സംഭവിക്കുന്ന കാര്യമാണ്. രണ്ട് വാഹനങ്ങൾ പിന്നെയും കുഴപ്പമില്ല, മൾട്ടിപ്പിൾ വാഹനങ്ങളുടെ അപകടം വരും. വെളിയുടെ അടുത്ത് വെച്ചിട്ട് ഒരാൾ ബൈക്ക് ഓടിച്ചു പോവുകയാണ്, ബാക്കിൽ നിന്നൊരു കാറ് തട്ടി, ഈ ബൈക്ക് നിയന്ത്രണം വിട്ട് എതിർദിശയിലുള്ള കാർ ചെന്ന് ഇടിച്ച് ആൾ മരണപ്പെട്ടു. അപ്പോൾ ഇതിൽ ഏത് വണ്ടിയുടെ അശ്രദ്ധയാണ്? ഒരു വണ്ടിയുടെ നെഗ്ലിജൻസ് അപകടത്തിന് കാരണമെന്നുണ്ടെങ്കിൽ മറ്റേ വണ്ടിയുടെ നെഗ്ലിജൻസ് ആയിരിക്കും ഡെത്തിന് കാരണം. മനസ്സിലായി? അങ്ങനെ കേസുകൾ വരുമ്പോൾ ഈ രണ്ട് വണ്ടിയും പ്രതിയാക്കും. രണ്ട് വണ്ടിയുടെ ഇൻഷുറൻസ് കമ്പനിയും കൂടെ ചേർത്തായിരിക്കും അയാളെ കോമ്പൻസേറ്റ് ചെയ്യുന്നത്. വേറൊരു ആക്സിഡൻറ്റ്, ഒരു KSRTC ബസ് പോയിക്കൊണ്ടിരിക്കുന്നു, ഒരു ബൈക്ക് ഓവർടേക്ക് ചെയ്യാണ്. ഓവർടേക്ക് ചെയ്ത് ഈ ഓവർടേക്ക് ചെയ്യുന്ന ആളുടെയാണ് യഥാർത്ഥത്തിലെ മിസ്റ്റേക്ക്. ഇത് കഴിഞ്ഞ് ഇങ്ങനെ കയറി പോവാണ്. അങ്ങനൊരു TNSTC ബസ് വരികയാണ്, നമ്മുടെ നെയ്യാറ്റിൻകര റോഡിലാണ്. ഈ TNSTC ബസ്സിൽ ചെന്ന ഹാൻഡിൽ തട്ടി നേരെ വീഴുന്നത് ഈ KSRTCയുടെ ഫ്രണ്ടിലാണ്. രണ്ടുപേരും സ്പോട്ട് ഡെത്ത് ആയിരുന്നു. ഇതിൽ യഥാർത്ഥം പറഞ്ഞാൽ ആ ബൈക്കിലെ റൈഡറിൻ്റെയാണ് നെഗ്ലിജൻസ്. TNSTC ഉണ്ട്, KSRTC ഉണ്ട്. ഈ 3 പേരുടെയും നെഗ്ലിജൻസ് ആയിരിക്കണം ആ ഡെത്തിന് കാരണം. ഇങ്ങനെ വരുന്ന ഒത്തിരി കേസുകളുണ്ട്. അപ്പോൾ അതിലെല്ലാം കോടതി എന്ത് ചെയ്യും? കോടതി ഒരു ഫൈൻഡിങ്ങിലെത്തും ഓരോരുത്തരുടെ നെഗ്ലിജൻസ് എത്രയാണ്. ചിലതിൽ എന്ത് പറ്റുമെന്നറിയാമോ? നമ്മുടെ നെഗ്ലിജൻസിന് തന്നെ കോടതി നമ്മുടെ കോമ്പൻസേഷൻ കുറയ്ക്കും. പറഞ്ഞാൽ ഞാനിപ്പം ബൈക്ക് ഓടിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്, എതിരെ വേറൊരു ബൈക്ക് വന്നു, നമ്മൾ രണ്ടും കൂടെ തട്ടി. അപ്പോൾ ഒരു മോട്ടോർ ഒക്കറൻസ് കേസാണ്. സാക്ഷിയൊക്കെ വിസ്തരിക്കുന്ന സമയത്തും കോടതിക്ക് എന്ത് തോന്നാം? ഞാൻ കുറച്ചുകൂടെ ശ്രദ്ധിച്ചിരുന്നെങ്കിൽ, ഞാനാണ് ക്ലെയിമിന് പോകുന്നതെന്ന് വിചാരിക്കുക, ഞാൻ കുറച്ചുകൂടെ ശ്രദ്ധിച്ചിരുന്നെങ്കിൽ ഈ അപകടം ഒഴിവാക്കാമായിരുന്നു. അപ്പോൾ ഐ ഓൾസോ കോൺട്രിബ്യൂട്ടഡ് ടു ദ ആക്സിഡൻറ്റ്. അപ്പം എൻ്റെ നെഗ്ലിജൻസിന് കോടതി എന്ത് ചെയ്യും? എൻ്റെ കോമ്പൻസേഷൻ 20%, 30% ചിലപ്പോൾ കുറച്ച് തോന്നുന്നില്ല. അങ്ങനെ വരുന്ന കേസുകളും ഉണ്ട്. മനസ്സിലായി? അപ്പോൾ ആരുടെ നെഗ്ലിജൻസ് ആണോ ആ നെഗ്ലിജൻസ് വരുത്തിയ ഇൻഷുറൻസ് കമ്പനിയാണ് നഷ്ടപരിഹാരം കൊടുക്കേണ്ടത്. 2-3 വണ്ടികൾ വരുമ്പോൾ ചിലപ്പോൾ 2-3 വണ്ടികളും ആ നെഗ്ലിജൻസിൻ്റെ ആസ്പെക്റ്റിനകത്ത് വരും. ചിലപ്പോൾ ഒരു വണ്ടി മാത്രം വന്നു എന്ന് വരും. ഇപ്പോൾ ഒരു KSRTC ബസ് വന്നൊരു കാറിനെ ഇടിക്കുന്നു, കാറ് നേരെ നിന്നൊരു ബൈക്കിനെ ഇടിക്കുന്നു, ആ ബൈക്കിൽ ചെന്ന് നടന്നു പോലുള്ള ഒരാളിനെ ഇടിക്കുന്നു. അപ്പോൾ KSRTC ബസ് അത്രയും ഗ്രേവായിട്ട് ആ ബസ്സിനെ മാത്രം പ്രതിയാക്കിയും ചില കേസുകൾ എടുക്കാറുണ്ട്. ബാക്കി എല്ലാവർക്കും ഇതിനകത്തുനിന്ന് KSRTC നിന്നായിരിക്കും കോമ്പൻസേഷൻ കിട്ടേണ്ടത്. അപ്പം ഇങ്ങനെ ആ കേസിൻ്റെ സ്വഭാവം അനുസരിച്ചിട്ടാണ് ഓരോന്ന് മാറി പൊയ്ക്കൊണ്ടിരിക്കുന്നത്. എനിക്കൊരു കേസിനകത്ത് എനിക്ക് വളരെയധികം ഒരു ബുദ്ധിമുട്ട് തോന്നിയൊരു കേസാണ്. ഒരു പയ്യൻ വൈഫ് പ്രഗ്നൻ്റ് ആണെന്നറിഞ്ഞു,
വൈഫിനെ കാണാനായിട്ട് പോയി, തിരിച്ച് മടങ്ങി വരികയാണ്. തിരിച്ച് മടങ്ങി വരുന്ന നേരത്ത് ഇതേപോലെ ഒരു KSRTC ബസ്സുമായിട്ടാണ് ആക്സിഡൻറ്റ്. ബസ് വേറൊരു വണ്ടി ഓവർടേക്ക് ചെയ്ത് വന്ന് ഇവൻ ഓടിച്ചു പോയ സെന്ന് കാറിനെ ഇടിച്ച് അതിനെ തള്ളി നീക്കിക്കൊണ്ട് അതായത് ഓപ്പോസിറ്റ് സൈഡിൽ കൊണ്ടുവന്ന് വെച്ചിരിക്കുകയാണ്. പെട്ടെന്ന് നോക്കുകയാണെങ്കിൽ എന്തേ തോന്നത്തുള്ളൂ എന്നറിയാവോ? ഈ കാർ ഓവർടേക്ക് ചെയ്തെന്ന് ബസ്സിന് ഇടിച്ചാണെന്ന് തോന്നിട്ട്. യഥാർത്ഥത്തിൽ ബസ് ഓവർടേക്ക് ചെയ്ത് വന്ന് ഈ കാറിനെ ഇടിച്ച് കൊണ്ടുവന്ന് അപ്പുറത്തെ സൈഡിൽ കൊണ്ട് നിർത്തിയിരിക്കുന്നതാണ്. ഈ കേസിനകത്ത് ആ പയ്യൻ്റെ, ആ കാർ ഓടിച്ചിരുന്ന പയ്യൻ്റെ ഒരു സൈഡ് കംപ്ലീറ്റ് തളർന്നു, ഒരു കൈ ഫുൾ തളർന്നു. പക്ഷെ അവിടെ അടുത്ത ദിവസം പോലീസ് ഈ KSRTC ബസ്സിൻ്റെ ഡ്രൈവറിൻ്റെ മൊഴിയെടുത്ത് ഈ കാറുകാരനെ പ്രതിയാക്കിയാണ് ആ കേസിൻ്റെ അന്വേഷണം മൊത്തം ഫ്രണ്ടിലോട്ട് പോയത്. പിന്നെ സബ്സിക്വൻ്റ് ആയിട്ട് കോടതിയിൽ എന്ത് ചെയ്തെന്ന് പറഞ്ഞാൽ സാക്ഷികളെല്ലാം കൊണ്ടുവന്ന് വിസ്തരിച്ച് അങ്ങനെ കോടതിക്ക് ബോധ്യപ്പെട്ടു ഇതിനകത്ത് KSRTCയുടെ ഭാഗത്താണ് തെറ്റെന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് അതിനകത്തൊരു വിധി വരുന്നത്. അപ്പോൾ പല കേസിനകത്തും നെഗ്ലിജൻസ് ചിലത് പ്രൂവ് ചെയ്യാൻ പറ്റാതെ വരുന്ന കേസുകളുണ്ട്. മൾട്ടിപ്പിൾ വാഹനങ്ങളുടെ നെഗ്ലിജൻസ് വരാറുണ്ട്. സ്പോട്ട് കാണുന്ന നേരത്തെ ചിലപ്പോൾ എന്ത് തോന്നുമെന്നറിയാവോ? വാദി പ്രതിയായിട്ടങ്ങ് മാറും. പക്കയായിട്ട് പറയാൻ പറ്റില്ല ചിലടത്ത് ഇന്ന ആളുടെയാണ് അശ്രദ്ധ എന്നുള്ളത്. ഞാൻ ഈ പറയുന്നില്ല, ബസ് ഇടി നടന്ന വേറെ എവിടെയാണ്, ഇടിച്ചിട്ടാണ് ഇപ്പുറത്ത് കൊണ്ടുവന്ന് നിർത്തിയിരിക്കുന്നത്. പക്ഷെ ആരും ഒന്ന് നോക്കിയിരുന്നാലും കാറുകാരൻ്റെ തെറ്റാണെന്ന് പറയും. അപ്പം ഇതെല്ലാം സംഭവിക്കാറുണ്ട്. നമ്മുടെ ഇവിടുത്തെ വ്യവസ്ഥ ഭയങ്കര സ്ട്രെയിഞ്ചാണ്. ഞാൻ റോഡിൽ കൂടെ നടന്നുപോയി, എന്നെ ഒരു വണ്ടി തട്ടിയെന്ന് വിചാരിക്കുക. ഞാൻ നേരത്തെ പറഞ്ഞ ഹിറ്റ് ആൻഡ് റണ്ണിലോട്ട് വരികയാണ്. ഈ തട്ടിയ വണ്ടിയും ആ വണ്ടി ഓടിച്ചിരുന്ന ആൾക്കെതിരെ നടപടി എടുക്കേണ്ടതാരാണ്? സർക്കാരാണ്. സ്വാഭാവികമായിട്ട് ഞാൻ മര്യാദയ്ക്ക് നടന്നു പോകായിരുന്നു. പക്ഷെ നമ്മുടെ ഇവിടുത്തെ വ്യവസ്ഥ എങ്ങനെയാണെന്നറിയാം? തട്ടി വീണ ഞാൻ എഴുന്നേറ്റിരുന്നിട്ട് ഈ വണ്ടിയുടെ നമ്പർ ഞാൻ എഴുതിയെടുക്കുക. നിങ്ങൾ ചിരിക്കുകയാണ്. ആര് വണ്ടി ഓടിച്ചു എന്താണെന്നുള്ളത് ആർക്കറിയാം? ഒന്നാണ് കൂടെ ഈ എടുത്തുകൊണ്ട് പോകുന്ന ആൾക്കാർ. നിങ്ങൾക്ക് എത്ര കേസുകൾ അങ്ങനെ ഉണ്ടെന്നറിയാവോ? കാർ ഓടിച്ചുകൊണ്ട് പോവും, ഒരാളെ തട്ടിയെങ്കിടും. ഈ കാറുകാരൻ തന്നെ ആയിരിക്കും ആശുപത്രിയിൽ എത്തിക്കുന്നത്. എന്നിട്ട് അവനവിടെ എന്ത് പറയുമെന്നറിയാമോ? റോഡ് സൈഡിൽ കിടക്കുന്ന കണ്ടെന്ന് പറയും. അപ്പോൾ ഇതിൽ ആദ്യത്തെ കേസ് ഷീറ്റിനകത്തൊക്കെ എന്താണെന്ന് എഴുതിയിരുന്നത്? ഫൗണ്ട് ലൈയിങ് ഓൺ ദ റോഡ് സൈഡ്. യഥാർത്ഥത്തിൽ അവൻ തട്ടിയിട്ടതായിരിക്കും. പക്ഷേ നമ്മുടെ ഇവിടെ ബാക്കി എല്ലാ വ്യവസ്ഥയുണ്ട്, ക്യാമറയുടെ വ്യവസ്ഥയുണ്ട്, എല്ലാ വ്യവസ്ഥയും. ഞാൻ നേരത്തെ പറയുന്നല്ലോ, ഒരു സ്പീഡിൽ പോകുന്ന ഒരു കാറിൻ്റെ നമ്പർ ട്രേസ് ചെയ്തെടുക്കാൻ പറ്റുന്നില്ല. ഇതാണ് നമ്മുടെ ഇവിടുത്തെ വ്യവസ്ഥ എന്ന് പറയുകയാണെങ്കിൽ. ഇൻ കേസ് ഇപ്പോൾ വണ്ടി നമ്പർ അറിയാതെ പോയി കഴിഞ്ഞാൽ ഈ പരിക്ക് പറ്റുന്ന ആളിന് കോമ്പൻസേഷൻ കിട്ടുന്നില്ല. ആ അപകടം സംഭവിക്കുന്ന നേരത്ത് ആ വണ്ടിയെ ട്രേസ് ചെയ്യാനായിട്ട് പറ്റുന്നില്ല. ഈ ട്രേസ് ചെയ്യാൻ പറ്റാത്തത് ഈ പരിക്ക് പറ്റിയ ആളുടെ കഴിവുകേടാണോ നമ്മുടെ സിസ്റ്റത്തിൻ്റെ കഴിവുകേടാണോ? സിസ്റ്റത്തിൻ്റെ കഴിവുകേടാണ്. ഈ പരിക്ക് പറ്റിയ ആൾക്ക് നഷ്ടപരിഹാരം കിട്ടുന്നില്ല. കാരണം ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവന് ഭാഗ്യം ഉണ്ടെങ്കിൽ വണ്ടിക്ക് നമ്പർ ഉണ്ടാവും, ഭാഗ്യം ഉണ്ടെങ്കിൽ ഇൻഷുറൻസ് ഉണ്ടാവും വണ്ടിക്ക്. ആ വണ്ടിക്ക് ഇൻഷുറൻസ് ഇല്ല, ആ വണ്ടി ട്രേസ് ചെയ്യാനായിട്ട് പറ്റുന്നില്ല. അങ്ങനെ വരുമ്പോൾ എന്ത് സംഭവിക്കുകയാണ്? നമ്മുടെ ആ ഒരു നല്ലൊരു പൗരന് എന്താണ് അവൻ്റെ വിധിയെന്ന് പറഞ്ഞ് വീട്ടിൽ ഇരിക്കുക. അതല്ലാതെ പറയാനൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. അതല്ലെങ്കിൽ സർക്കാർ എന്ത് ചെയ്യണം? നമ്മളിങ്ങനൊരു ഫണ്ട് റേസ് ചെയ്യുന്നുണ്ട്, റോഡ് ടാക്സ്, ബാക്കിയുള്ള റോഡിൽ അപകടം പറ്റുന്നവരെ പ്രോപ്പറായിട്ട് കോമ്പൻസേറ്റ് ചെയ്യാനായിട്ട് പല ഫോറംസ് ഉണ്ട്. 20,000 25,000 രൂപയ്ക്ക് വെച്ച് കൊടുക്കുന്ന നേർച്ചയ്ക്ക് പോലെ. അങ്ങനെയല്ല, അല്ല പ്രോപ്പറായിട്ട് കോമ്പൻസേറ്റ് ചെയ്യാൻ തക്കമുള്ളൊരു സിസ്റ്റം നമുക്ക് യഥാർത്ഥം പറഞ്ഞാൽ ഇല്ല. ഒരു ഹിറ്റ് ആൻഡ് റൺ വെഹിക്കിളോ വേറെ എന്തെങ്കിലും വരികയാണെന്നുണ്ടെങ്കിൽ പ്രോപ്പറായിട്ട്, ഞാനത് പറഞ്ഞത് പ്രോപ്പറായിട്ട് കോമ്പൻസേറ്റ് ചെയ്യാൻ പറ്റുന്നൊരു ഫോറം നമുക്കിവിടെ ഉണ്ടോ എന്നുള്ളത് സംശയം. നമ്മൾ ഈ റോഡ് ടാക്സ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ റോഡിലെ കുഴികൾ കൊണ്ട് നമുക്ക് അപകടം പറ്റുവാണെങ്കിൽ ആരാണ് ഇൻഷുറൻസ്? നമുക്ക് ചെയ്യാൻ പറ്റും, സർക്കാരിനെതിരെ നമുക്ക് പോകാനായിട്ട് പറ്റും. മാത്യു ഇപ്പം കഴക്കൂട്ടം മുതൽ കോവളം വരെ ഒന്ന് പോകണം. ഇതിൻ്റെ ഇടയിൽ എത്ര ഇടത്താണ് നമുക്ക് സർവീസ് റോഡ് കയറേണ്ടി വരുന്നതെന്ന് അറിയാമല്ലോ. ഇവിടെ തൊട്ട് അതുവരെ പോകുന്ന നേരത്തെ എടുക്കുന്ന സമയം നമുക്കറിയാമല്ലോ. ഇതെല്ലാമാണ്, നമുക്കെല്ലാം സഹിക്കാം മാത്യു. നമുക്ക് സർക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ പരിപാടികളാണ് നമ്മുടെ നല്ലതിന് വേണ്ടിയിട്ട് എല്ലാം സഹിക്കാം. എന്നാലും അപ്പുറത്തൊരു ടോള് കൊടുക്കുന്നൊരു സ്ഥലമുണ്ട്. ഇതൊന്ന് ക്ലിയർ ചെയ്തിട്ട് ടോള് മതി എന്നുള്ള ഒരു കാര്യം, അതായത് നമ്മുടെ ഭാഗത്ത് നിന്ന് ചിന്തിക്കാനായിട്ട് യഥാർത്ഥം പറഞ്ഞാൽ ആരുമില്ല. നിങ്ങൾ ദുരിതം അനുഭവിച്ചോളൂ, നിങ്ങൾ ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്തോളൂ, ഞങ്ങൾ പിരിക്കാനുള്ളത് നിങ്ങൾ പിരിക്കും എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡിലാണ് ഇത്. നമ്മളും യൂസ്ഡായി എന്നുള്ളതാണ്, നമ്മളും ഭയങ്കരമായിട്ട് യൂസ്ഡായെന്നുള്ളത്. ഇനി ഞാൻ ഭയങ്കര സങ്കടം തോന്നി. ടോളിലൊന്നും ഒരു വ്യത്യാസമില്ല. ആ ടോള് കഴിഞ്ഞൊരു 3 കിലോമീറ്റർ ആവുന്നതിന് മുമ്പ് പിന്നെ മൊത്തം ഫുൾ പണിയാണ്. നിങ്ങൾ എന്തിനാണ് ടോള് പിരിക്കുന്നത്? എത്ര സ്ഥലം തോന്നില്ല, എത്ര സ്ഥലത്തിനാണ് ടോള് പിരിക്കുന്നത്? ഇപ്പം എനിക്ക് നമ്മളിപ്പോൾ കേരളത്തിലാണ്, അവിടെ നിന്ന് ഇപ്പം ഡൽഹിക്ക് അല്ലെങ്കിൽ ഊട്ടിക്ക് കൊടൈക്കനാലിലൊക്കെ ടൂർ പോയി. അപ്പം അവിടെ ഒരു അപകടം സംഭവിച്ചു. അങ്ങനൊരു കേസ് വന്നു കഴിഞ്ഞാൽ നമ്മളിപ്പം അവിടുത്തെ പോലീസ് സ്റ്റേഷനിലായിരിക്കണമല്ലോ കംപ്ലയിൻറ്റ് കൊടുക്കണ്ടേ. അപ്പം ഓരോ തവണയും എന്തെങ്കിലും വരുമ്പോൾ നമ്മൾ ഇത്രയും വണ്ടിയും പിടിച്ച് വീണ്ടും അവിടെ പോകേണ്ട ആവശ്യം വരുമോ? അതെങ്ങനെ നമുക്ക് ഹാൻഡിൽ ചെയ്യാം? എവിടെ അപകടം സംഭവിച്ചോ അതിൻ്റെ പരിധിയിലുള്ള പോലീസ് സ്റ്റേഷനിലായിരിക്കും കേസ് എടുക്കുന്നത്.
പക്ഷെ നമുക്ക് നഷ്ടപരിഹാരത്തിന് വേണ്ടിയിട്ട് കേസ് ഫയൽ ചെയ്യാനായിട്ട് അവിടെ തന്നെ ചെയ്യണമെന്ന് നിർബന്ധമില്ല. ഉദാഹരണം, ഇപ്പം ഇവിടെ ഉള്ള ഒരാൾ ഇപ്പം ഡൽഹിയിൽ പോയി അവിടെ വെച്ചൊരു അപകടം പറ്റി, ഇവർ കൈക്കോ കാലിനോ പൊട്ടലുണ്ടെന്ന് വിചാരിക്കുക. അയാൾക്ക് പോലീസ് കേസ് എടുക്കുന്നത് അവിടെ ആയിരിക്കും. FIR ബാക്കിയുള്ള കാര്യങ്ങൾ അവിടെ എടുത്ത് ആ പ്രോസസ്സ് തീർന്നു കഴിഞ്ഞാൽ നഷ്ടപരിഹാരത്തിന് വേണ്ടിയുള്ള കേസ് അയാൾക്ക് 3 സ്ഥലങ്ങളിൽ ഫയൽ ചെയ്യാം. ഒന്ന്, അപകടം പറ്റിയ സ്ഥലത്തിൻ്റെ പരിധിയിലുള്ള MACT കോടതി. 2, ഇയാൾ എവിടെ താമസിക്കുന്നോ അല്ലെങ്കിൽ എവിടെ ബിസിനസ് ചെയ്യുന്നോ അതിൻ്റെ പരിധിയിലുള്ള കോടതി. 3, ഇൻഷുറൻസ് കമ്പനി എവിടെയുണ്ടോ അതിൻ്റെ പരിധിയിലുള്ള കോടതി. ഈ ഡൽഹിയിൽ വെച്ച് അപകടം പറ്റിയെന്നുണ്ടെങ്കിലും ആ ആൾ താമസിക്കുന്നത് ട്രിവാൻഡ്രത്താണെങ്കിൽ അയാൾ ട്രിവാൻഡ്രത്ത് ഫയൽ ചെയ്യാം. ഓക്കെ, അപ്പോൾ അതല്ല അയാൾ താമസിക്കുന്ന എറണാകുളമാണ്, എന്നാലും ഇൻഷുറൻസ് കമ്പനി ഇവിടെ ഉള്ളത് കൊണ്ട് അയാൾക്ക് ഇവിടെ കൺവീനിയൻസ് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അതും അയാൾക്ക് ഇവിടെ ഫയൽ ചെയ്യാം. നമുക്ക് പലപ്പോഴും ഈ ട്രിവാൻഡ്രത്തിനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് അന്യസംസ്ഥാന തൊഴിലാളികളും ബാക്കിയുള്ളവരെല്ലാം ഇവിടെ വന്ന് വർക്ക് ചെയ്യുന്നുണ്ട്. ഇവിടെ വെച്ച് അപകടം പറ്റുന്ന നേരത്ത് ഒരു 50% ആൾക്കാർ മാത്രമേ ഇവിടെ ഫയൽ ചെയ്യുന്നുള്ളൂ. ഇവിടെ കേസ് എടുക്കും, എന്നിട്ട് അവർ നാട്ടിൽ പോയപ്പോൾ വെസ്റ്റ് ബംഗാൾ ആണെങ്കിൽ ആസാം ആണെങ്കിൽ അവിടെ പോയിട്ട് അവർ വിളിക്കാറുണ്ട്. പലപ്പോഴും നമ്മളെ വിളിച്ചിട്ട് സാർ നമ്മൾ ഇവിടെ ഉദർ ഫയൽ കരയെങ്കിൽ എന്ന് പറഞ്ഞിട്ട് ഇവിടെ നിന്നുള്ള റെക്കോർഡ്സ് എല്ലാം കൂടെ എടുത്ത് ഞങ്ങൾ ട്രാൻസ്ലേറ്റ് ചെയ്ത് അയച്ചു കൊടുക്കാറുമുണ്ട് അവർക്ക് അവിടെ ഫയൽ ചെയ്യാൻ വേണ്ടിയിട്ട്. കാരണം അവർക്കും അതാണ് കുറച്ചുകൂടെ കൺവീനിയൻറ്റ്. ഇവിടെ നിന്ന് അങ്ങോട്ട് എത്തിക്കാനായിട്ട് എന്താ ചെയ്യുക? നോർമലി ഇല്ല, നമുക്ക് ഇവിടെ നിന്ന് കോടതിയിൽ നിന്ന് സർട്ടിഫൈഡ് കോപ്പി എടുത്തിട്ട് അതിനൊന്ന് ട്രാൻസ്ലേറ്റ് ചെയ്ത് അയച്ചു കൊടുക്കാം. മലയാളം ആയതുകൊണ്ട് തന്നെ ഏതൊരു ഇംഗ്ലീഷിലോട്ട് അല്ലെങ്കിൽ ഹിന്ദിയിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട് അങ്ങ് അയച്ചു കൊടുക്കാം. അവർക്ക് അത്രയും ഡോക്യുമെന്റ്സ്, മെഡിക്കൽ റെക്കോർഡ്സ് ആ സബ്സിക്വന്റ് ആ കോടതിയിൽ അങ്ങ് കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് അവിടെ നിന്ന് കോമ്പൻസേഷൻ കിട്ടും. ഓക്കെ, അതുകൊണ്ട് അപകടം സംഭവിച്ചു കഴിഞ്ഞാൽ അപകടത്തിൻ്റെ കേസ് എടുക്കേണ്ട പോലീസ് സ്റ്റേഷൻ എവിടെയാണെങ്കിലും നഷ്ടപരിഹാരത്തിന് വേണ്ടി ഫയൽ ചെയ്യേണ്ട കോടതി അവർ താമസിക്കുന്നതിൻ്റെ പരിധിയിലുള്ള കോടതി. ഫയൽ ചെയ്യേണ്ട മെയിൻ ഡോക്യുമെന്റ്സ് എന്തൊക്കെയായിരിക്കും? നഷ്ടപരിഹാരത്തിന് വേണ്ടിയിട്ട് ഫയൽ ചെയ്യേണ്ട ഡോക്യുമെന്റ്സിൽ ഒന്ന് നമ്മുടെ പോലീസ് റെക്കോർഡ്സ്, FIR, ചാർജ് ഷീറ്റ്, വെഹിക്കിൾ ഡോക്യുമെന്റ്സ് എല്ലാം. കാരണം ഇങ്ങനെ ഒരു അപകടം സംഭവിച്ചു എന്നും ആ അപകടത്തിൽ ഇന്ന വണ്ടികളാണ് ഇൻവോൾവ് എന്നും ആ വണ്ടികളുടെ റെക്കോർഡ്സൊക്കെ ഇന്നയാണെന്നുള്ളത് ആ പോലീസ് റെക്കോർഡ്സ്. പോലീസിൻ്റെ റെക്കോർഡ്സിൻ്റെ അകത്തൂടെ തന്നെ ട്രീറ്റ്മെൻറ്റ് സർട്ടിഫിക്കറ്റും വരും. ഈ അപകടമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ട്രീറ്റ് ചെയ്ത ഡോക്ടറിൻ്റെ ഒരു സർട്ടിഫിക്കറ്റ് ഉണ്ടാകും. ഇത് പോലീസ് റെക്കോർഡ്സ് 1. 2, അയാളുടെ ചികിത്സാപരമായിട്ടുള്ള രേഖകൾ കംപ്ലീറ്റ്, മെഡിക്കൽ റെക്കോർഡ്സ് കംപ്ലീറ്റ്, എത്ര നാൾ ചികിത്സിച്ചു ആ ചികിത്സയുടെ കംപ്ലീറ്റ് രേഖകൾ, പ്ലസ് മെഡിക്കൽ ബിൽസ് കംപ്ലീറ്റ്. പിന്നെ അദ്ദേഹം എന്തെങ്കിലും പ്രൊഫഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണെന്നുണ്ടെങ്കിൽ അതുമായിട്ട് ചേർന്നിട്ടുള്ള ഡീറ്റെയിൽസ്, അദ്ദേഹത്തിൻ്റെ ഇൻകം ഉണ്ടെന്ന് തെളിയിക്കാനുള്ള ഡോക്യുമെൻറ്റ്സ് ഉണ്ടെങ്കിൽ ഇൻകം തെളിയിക്കാനുള്ള ഡോക്യുമെൻറ്റ്സ്. കാരണം ഇതെല്ലാം അദ്ദേഹത്തിൻ്റെ നഷ്ടപരിഹാരത്തിനെ ഫിക്സ് ചെയ്യുന്ന ഫാക്ടേഴ്സാണ്. അയാളുടെ ഇൻകം, അദ്ദേഹത്തിൻ്റെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ, അദ്ദേഹത്തിന് പറ്റിയ പരിക്കിൻ്റെ കാര്യങ്ങൾ, ഇതുമായിട്ട് സംബന്ധിച്ചുള്ള ഡോക്യുമെൻറ്റ്സ് ആണ് നമുക്ക് നഷ്ടപരിഹാരത്തിന് വേണ്ടിയിട്ട് ഫയൽ ചെയ്യേണ്ട കാര്യങ്ങൾ. ഒരു എക്സാമ്പിൾ പറയാം. ഒരു കാറ് ഒരു ആൾക്കൂട്ടത്തിനിടയ്ക്കോട്ട് പോയി ഇടിച്ചു. അതിലൊരാൾ ഭയങ്കര ഏണിംഗ് ഉള്ളൊരു ഭയങ്കര ബിസിനസ്സുകാരനാണ്, ഒരാൾ ഒരു സർക്കാർ ജോലിക്കാരനാണ്, ഒരാൾ ഒരു കൂലിപ്പണിക്കാരനാണ്. അപ്പോൾ ഇവർക്ക് മുമ്പേ പറഞ്ഞ പോലെ നമ്മൾ ഓരോരുത്തർക്കും കാൽക്കുലേറ്റ് ചെയ്യുന്ന സാധനങ്ങൾ ഡിഫറെൻ്റ് ആണെന്ന് പറഞ്ഞല്ലോ. ഇപ്പോൾ ഇവർ ഈ ഒരു പല തസ്തികകളിലുള്ള ലൈഫ് ജീവിക്കുന്നവർക്ക് എങ്ങനെ അതിൻ്റെ ഇൻകം, ഇതിൻ്റെ ഒരു കോമ്പൻസേഷൻ കാൽക്കുലേറ്റ് ചെയ്യും? ഈ ഇൻകം ഫിക്സ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഏറ്റവും എളുപ്പം സർക്കാർ ജോലിക്കാരുടെ ഇൻകം കോടതിയിൽ പ്രൂവ് ചെയ്യാം. കോടതിയിൽ നമുക്ക് എന്തുണ്ടെങ്കിലും കോടതിയിൽ നമ്മൾ പ്രൂവ് ചെയ്യണം, തെളിവ് കൊടുത്തിട്ട്. ഒരു തെളിവും കൊടുത്തില്ലെങ്കിലാണ് കോടതി ഒരു 15,000 രൂപയൊക്കെ വെച്ച് എടുക്കുന്നത്. മിനിമം നാഷണൽ ഇൻകം എന്ന് പറഞ്ഞാൽ എടുക്കുന്നത് ശരാശരി ഇന്ത്യക്കാരൻ്റെ വരുമാനം. അപ്പോൾ ഇപ്പോഴെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും 15 രൂപയിൽ കൂടുതൽ വരുമാനമുണ്ടല്ലേ. ഡെയിലി ലേബററിന് പോലും ഒരു 1,200 റുപ്പീസ് ഉണ്ട് അല്ല. മര്യാദയാവും ജോലിക്ക് പോകണമെങ്കിൽ ഒരു 30 രൂപയെങ്കിലും ഒരു മാസം ഉണ്ടാക്കും. അപ്പോൾ അതുകൊണ്ട് പക്ഷേ അയാൾ എന്ത് ചെയ്യണം, ഇതൊക്കെ പ്രൂവ് ചെയ്യണം. സർക്കാർ ജീവനക്കാരനാണെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ പേ സ്ലിപ്പ്, അദ്ദേഹത്തിൻ്റെ സാലറി സർട്ടിഫിക്കറ്റ് ഒക്കെ വെച്ച് പ്രൂവ് ചെയ്യാൻ പറ്റും. ബിസിനസ്സുകാരാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, IT റിട്ടേൺസ് ഉണ്ടെന്നുണ്ടെങ്കിൽ IT റിട്ടേൺസ് സോൾഡായിട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് അയാളുടെ ഇൻകത്തിൻ്റെ ഒരു പ്രൂഫാണ്. അല്ലാത്ത ബിസിനസ്സുകാർ ഇപ്പോൾ IT റിട്ടേൺ ഒന്നുമില്ല. ഇപ്പോഴത്തെ കാലത്ത് ഏറ്റവും വലിയ ഒരു ബെനിഫിറ്റ് എന്താണെന്നറിയാം. ഇപ്പോൾ ഒരു കൊച്ചൊരു പച്ചക്കറി കടയാണെന്നുണ്ടെങ്കിൽ പോലും അവിടെ ഗൂഗിൾ പേയുടെ സാധനം വെച്ചിട്ടുണ്ട്. അപ്പം അദ്ദേഹത്തിൻ്റെ ഒരു ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ, കാരണം കോടതിക്ക് അവർക്കൊരു എന്തെങ്കിലും ഒരു ബെനിഫിറ്റ്, ഒരു 1,000 രൂപ കൂടുതൽ കൊടുക്കണമെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ തന്നെ അതിന് നമ്മൾ എന്തെങ്കിലും ഒരു ഡോക്യുമെൻ്റ് കൊടുക്കുക. ഓക്കെ, ഇപ്പോൾ ഒരു ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കുകയാണ്. ഒരു പച്ചക്കറി കട നടത്തുന്ന ഒരാൾക്ക് ഒരു മാസത്തെ ടേൺ ഓവർ ഒരു 3 ലക്ഷം രൂപയാണെന്ന് വിചാരിക്കുക. അതിൻ്റെ 10% അയാളുടെ പ്രോഫിറ്റ് ആയിരിക്കും അല്ലേ. ഓക്കെ, ഒരു 6 മാസത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ സ്റ്റേറ്റ്മെൻറ്റ് വെച്ചിട്ട് കോടതിക്ക് അയാളുടെ ഇൻകം ഒരു കുറച്ചൊരു ഹയർ സൈഡിൽ എടുക്കാനായിട്ട് പറ്റും. ശരി, പോട്ടെ, ഒരു മെയ്സനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ഒരു 10,000 രൂപയുടെ ഹോം ലോൺ ഉണ്ടെന്നിരിക്കട്ടെ, 6,000 രൂപയുടെ 2 വീലർ ലോൺ,
മാസം 16,000 രൂപയെ കഴിഞ്ഞ 2 വർഷം EMI കറക്റ്റായിട്ട് അടച്ചുകൊണ്ടിരിക്കണം. അദ്ദേഹത്തിൻ്റെ പേരിലുള്ളതാണ്. അപ്പം അദ്ദേഹത്തിന് ഒരു 25 രൂപയെങ്കിലും വരുമാനം ഉണ്ടെങ്കിലല്ലേ ഈ 2 ലോണും അടച്ച് അയാളുടെ എക്സ്പെൻസസ് ഒക്കെ മീറ്റ് ചെയ്ത് ഫ്രണ്ടിലോട്ട് പോകാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പം ഇത് രണ്ടും എടുത്ത് കൊടുക്കുന്നത് കോടതി എന്ത് ചെയ്യും? ഈ 15,000 രൂപ നോഷണൽ ഇൻകം എന്നുള്ള 20-25 ആയിട്ട് ഹയർ സൈഡിലോട്ട് ചിന്തിക്കും. ഓക്കെ, അപ്പം ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ. എനിക്കൊരു കേസിനകത്ത് മരണപ്പെട്ടു പോയി, ആൾ വിദേശത്തായിരുന്നു. ഈ പുറത്ത് ജോലി ചെയ്യുന്ന ഒരാൾക്കുള്ളൊരു ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ സ്റ്റെബിലിറ്റി ഓഫ് ജോബ് ഇല്ല. ഇപ്പം 2 വർഷം ജോലി ചെയ്യും തിരിച്ചു വരും. അതുകൊണ്ട് തന്നെ പിന്നെ മാത്രമല്ല ഇൻകം എത്രയാണെന്നുള്ള പ്രോപ്പറായിട്ട് കോടതി എങ്ങനെ കൺസിഡർ, അല്ലെങ്കിൽ എംബസി ത്രൂ ഒക്കെ അറ്റസ്റ്റ് ചെയ്തൊക്കെ വരണം. അപ്പം ആ ഒരു കേസിനകത്തുണ്ടായിരുന്ന എനിക്കൊരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളി അൺമാരീഡ് ആയിരുന്നു. പുള്ളി അമ്മയ്ക്ക് എല്ലാ മാസവും അവിടെ നിന്ന് പൈസ അയച്ചു കൊടുത്തുകൊണ്ടിരിക്കും. അപ്പം ഇതിൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് നമ്മളെടുത്തു. അയാളുടെ പേഴ്സണൽ സേവിങ്സ്, അയാളുടെ പേഴ്സണലായിട്ടുള്ള എക്സ്പെൻസസ് ഇതെല്ലാം പോയിട്ടായിരിക്കുമല്ലോ അയാൾ അമ്മയ്ക്ക് ഒരു എമൗണ്ട് കൊടുക്കുന്നത്. അപ്പം അമ്മയ്ക്ക് ഈ അയച്ചു കൊടുക്കുന്നതിൻ്റെ ഒരു 3 times എങ്കിലും ആയിരിക്കും അയാളുടെ ഒരു ഇൻകം എന്ന് പറയുന്നത്. അപ്പം ഇതൊക്കെ എടുത്ത് വെച്ച് കാൽക്കുലേറ്റ്. അപ്പം കോടതിക്ക് അങ്ങനെ ഒരു കാൽക്കുലേറ്റ് ചെയ്യാൻ, ഒരു ഇൻകത്തിലോട്ട് എത്താൻ തക്കവണ്ണം നമുക്ക് എന്തൊക്കെ ഡോക്യുമെൻ്റ് കൊടുക്കാൻ പറ്റുമോ അതൊക്കെ നമുക്ക് കൊടുക്കാനായിട്ട് സാധിക്കും. പിന്നെ ചില കേസുകളിൽ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു പോസ്റ്റ് ഗ്രാജുവേഷനൊക്കെ കഴിഞ്ഞ് നിൽക്കുന്ന ഒരാളാണ്, അയാളുടെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷനൊക്കെ നമ്മൾ പ്രൂവ് ചെയ്യുകയാണെങ്കിൽ തന്നെ അയാൾക്ക് നമ്മൾ സാധാരണ ഒരു നോഷണൽ ലെവൽ, ഒരു ഡെയിലി ലേബറിൻ്റെ ഒരു 15,000 രൂപ സ്ലാബിൽ അയാളെ നിർത്തരുത് എന്ന് പറഞ്ഞ് കോടതി ചിലതിൽ ഒരു ഹൈക്ക് എടുക്കാറുണ്ട്. ഇപ്പോൾ മനസ്സിലായില്ലേ, ഒരു പോസ്റ്റ് ഗ്രാജുവേഷനൊക്കെ കഴിഞ്ഞ് വീട്ടിൽ ട്യൂഷൻ എടുക്കുന്നു, മൾട്ടിപ്പിൾ അതർ ജോബ്സ് ചെയ്യുന്നു, ഇങ്ങനെയൊക്കെയുള്ള കേസുകളിലും കോടതി ഒരു ഹയർ സൈഡ് എടുക്കും. വളരെ റീസെൻ്റായിട്ട് എൻ്റെ ഒരു കേസിനകത്ത് ആ ജോലി ഞാൻ വെച്ചിരുന്നത് ഒരു ക്ഷീരകർഷകനാണ്, പിന്നെ ഇലക്ട്രീഷ്യനാണ്, ടാപ്പിംഗ് തൊഴിലാളിയാണ്. ഇങ്ങനെ 3-4 ജോലി ഞാൻ ആ പെറ്റീഷനകത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ സത്യം പറഞ്ഞാൽ കോടതിക്ക് എന്നെ തോന്നുമായിരിക്കും ഇതൊക്കെ ചെയ്യാനായിട്ട് ഒരാൾക്ക് സമയമുണ്ടോയെന്നുള്ളത്. പക്ഷെ അതിനകത്ത് നമ്മൾ പ്രൂഫായിട്ട് എന്ത് കൊടുത്തിട്ടുണ്ട്? ക്ഷീരകർഷകൻ്റെ അവിടുത്തെ അയാളുടെ ഒരു രജിസ്റ്റർ പോലത്തെ ഒരു സാധനം ഉണ്ടായിരുന്നു, അത് നമ്മൾ കൊടുത്തു. ഒരു ഇലക്ട്രിക്കൽ ലൈസൻസ് ഉണ്ടല്ലോ, ലൈസൻസ് കൊടുത്തു. ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സിൻ്റെ ഒരു ലൈസൻസിൻ്റെ കൊടുത്തു. ടാപ്പിംഗ് തൊഴിലാളിയുടെ ക്ഷേമനിധിയുടെ ID കാർഡ് കൊടുത്തു. അപ്പോൾ വർക്ക് ചെയ്യുക, ഹാർഡ് വർക്ക് ചെയ്യുക എന്നുള്ളൊരു തെറ്റല്ല. അപ്പോൾ ഈ ജോലിയെല്ലാം അയാൾ ചെയ്യുന്നു. പക്ഷേ യഥാർത്ഥത്തിൽ അയാൾ ചെയ്യുന്നുണ്ടായിരുന്നു. രാവിലെ എഴുന്നേറ്റ് അയാൾ ടാപ്പിങ്ങും ചെയ്ത് പശുവിനെല്ലാം കറന്നിട്ടാണ് അയാൾ അടുത്ത ജോലിക്ക് പോകുന്നത്. അപ്പോൾ അത്രയും ഏണിംഗ് ആണ്, അത്രയും ഹാർഡ് വർക്കിംഗ് ആണ് എന്നുള്ളത് പ്രൂവ് ചെയ്യുന്ന സമയത്തും കോടതി എന്ത് ചെയ്യും? ഈ 15 എന്നുള്ളത് ചിലപ്പോൾ കുറച്ചുകൂടെയൊക്കെ കൂട്ടിയെടുക്കും. ഒരു ബിസിനസ് ചെയ്യുന്നതായിട്ട് നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു വാടക കട എടുത്ത് നടത്തുന്നുണ്ട്, ആ കടയുടെ വാടക ചീട്ട്. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം എന്ത് ഡോക്യുമെൻ്റ് നമുക്ക് കിട്ടുന്നു അയാളുടെ ഒരു ഇൻകം പ്രൂവ് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ ഒരു ഏണിംഗ് മെമ്പർ ആണെന്ന് പ്രൂവ് ചെയ്യാനായിട്ട് കൊടുക്കുന്നു, അതെല്ലാം ഇൻകത്തിനകത്ത് റിഫ്ലക്റ്റ് ചെയ്യും പല കേസുകളുടെ അതിനകത്ത്. അപകടം സംഭവിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ക്ലെയിം കിട്ടണമെങ്കിൽ എത്ര നാൾ സമയം എടുക്കും? യൂഷ്വലി ചിലപ്പോൾ പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട് 4-5 വർഷമൊക്കെ എടുക്കുന്ന കേട്ടിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പം ഈ എത്ര നാൾ ഏകദേശം എടുക്കും? സാധാരണ ഇതിൽ ഞങ്ങൾ പറയുന്നത്, ഇപ്പം നമ്മൾ ട്രിവാൻഡ്രത്താണ് ഞങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്നത്. അപ്പം ട്രിവാൻഡ്രത്തിലൊക്കെ സാധാരണ ഇതിലൊരു 6 മാസം മുതൽ 4-4.5 വർഷം വരെയാണ് നമുക്കൊരു ക്ലെയിം ഡിസ്പോസലാകാനായിട്ട് എടുക്കുന്നത്. നമ്മളൊരു ക്ലെയിം ഫയൽ ചെയ്യുമല്ലോ, നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ നമ്മളൊരു കോമ്പൻസേഷന് വേണ്ടി ക്ലെയിം ഫയൽ ചെയ്യുന്ന സമയത്ത് 3 പേരെയാണ് നമ്മൾ പ്രതിസ്ഥാനത്ത് നിർത്തുന്നത്. അപകടത്തിന് കാരണമായ വണ്ടിയുടെ ഉടമസ്ഥൻ, ഡ്രൈവർ, ഇൻഷുറൻസ് കമ്പനി. ഫയൽ ചെയ്യുന്ന നേരത്തെ അവർക്കെല്ലാം നോട്ടീസ് പോകും. ഇൻഷുറൻസ് കമ്പനി എന്ത് ചെയ്യും? ഇങ്ങനൊരു ക്ലെയിം വന്നിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ആ ക്ലെയിമിനെടുത്ത് അവരുടെ ഇൻവെസ്റ്റിഗേഷന് വേണ്ടിയിട്ട് കൊടുക്കും. ഇൻവെസ്റ്റിഗേറ്റർ എന്ത് ചെയ്യും? ഇപ്പോൾ ഹോസ്പിറ്റലിലൊക്കെ പോയി അതിൻ്റെ റെക്കോർഡ്സൊക്കെ കളക്ട് ചെയ്ത്, പോലീസ് സ്റ്റേഷനിൽ പോയി അതിൻ്റെ റെക്കോർഡ്സ് കളക്ട് ചെയ്ത് കക്ഷിയെ ചെന്ന് കണ്ടിട്ട് അവരുടെ ഒരു റിപ്പോർട്ട് കമ്പനി കൊണ്ടുവന്ന് കൊടുക്കും. ഈ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ കമ്പനി ലോയർ പറയും ഇത് സെറ്റിലബിൾ ആണോ അല്ലേ, ഇതിൽ നമുക്ക് എന്തായിരുന്നാലും ലയബിലിറ്റി കൊടുത്തേ പറ്റൂ എന്ന് പറയുന്ന കേസുകൾ അവരൊരു അദാലത്തിലേക്ക് ലിസ്റ്റ് ചെയ്യും. ഓക്കെ, ഇത് ചില ഇൻഷുറൻസ് കമ്പനിയിൽ ഈ ഇൻവെസ്റ്റിഗേഷനും ബാക്കി പ്രോസസ്സും എല്ലാം തീർന്ന് വക്കീലിൻ്റെ ഒപ്പീനിയൻ എല്ലാം കൂടെ കിട്ടി വരാൻ ഒരു 4 അല്ലെങ്കിൽ 5 മാസത്തിനകത്ത് തീരും. അവരൊരു 6 മാസം 7 മാസത്തിനകത്ത് ആ കേസൊക്കെ എന്ത് വരും? അദാലത്തിലോട്ട് വരും. ചില കമ്പനികളിൽ ഒരു വർഷം 1.5 വർഷം വരെയൊക്കെ എടുക്കും അദാലത്തിലോട്ട് വരാൻ വേണ്ടിയിട്ട്. അങ്ങനെ വരുന്ന കേസുകൾ 100 കേസിൽ ഒരു 30% കേസുകൾ ഞങ്ങൾ പറയും ഒരു വർഷം 1.5 വർഷത്തിനകത്ത് തീരുമെന്ന്. പിന്നെ അടുത്ത് വരുന്നൊരു 20% കേസുകൾ 2-2.5 വർഷത്തിനകത്ത് തീരും. ബാക്കി വരുന്നൊരു 50%ഓളം കേസുകൾ 4-4.5 വർഷം വരെ എടുക്കും. വിസ്തരിച്ച് തീരുന്ന കേസുകൾ 4-4.5 വർഷം വരെ എടുക്കും. പക്ഷേ എന്ന് നമ്മൾ ഫയൽ ചെയ്തോ അന്ന് മുതൽ എന്ന് കേസ് തീരുന്നു അന്ന് വരെയുള്ള ഒരു 7-8% ഇൻട്രസ്റ്റ് കൂടെ ചേർത്തായിരിക്കും നമുക്ക് കിട്ടുന്നത്. അതുപോലെ കാറിനകത്തൊക്കെ ഈ സീറ്റ് ബെൽറ്റ് നിർബന്ധമാക്കിയിട്ടുണ്ടെങ്കിൽ പോലും പലതിലും ഈ ബാക്ക് സീറ്റിലൊക്കെ ഇരിക്കുന്നവരും ചിലപ്പോൾ ഇപ്പോൾ സീറ്റ് ബെൽറ്റ് ഇടണോ നിർബന്ധം വന്നിട്ടുണ്ടെങ്കിൽ പോലും ഇടാറില്ല. അതുപോലെ കുഞ്ഞുങ്ങളെ മടിയിൽ വെച്ച് യാത്ര ചെയ്യുക, കാർ സീറ്റർ ഉപയോഗിക്കണമെന്ന് പറഞ്ഞിട്ടും. അപ്പം
ഇതൊക്കെ എത്രത്തോളം അപകടം ഉണ്ടാക്കുന്നു എന്നുള്ളതാണ് വേറെ സംഭവം. അതും വളരെ ദയനീയമായ അപകടങ്ങളായിരിക്കും അങ്ങനെയൊക്കെ ഉണ്ടാവുക. കാറും ഈ അപകടങ്ങളിൽ നിന്ന് അത്രയും മാറി നിൽക്കുന്ന സംഭവമൊന്നുമല്ല, ഒട്ടും കുറവൊന്നുമല്ല. കാരണം അത്രയും സ്പീഡിലൊക്കെ പോയി വന്ന് ഇടിക്കുന്ന നേരത്തെ അകത്തുള്ള പാസഞ്ചേഴ്സിനൊക്കെ ഒത്തിരി ഇഞ്ചുറീസ് സംഭവിക്കാം, ഡെത്ത് സംഭവിക്കാം, അതെല്ലാം സംഭവിക്കുന്നത് തന്നെയാണ്. പ്രത്യേകിച്ച് ഈ സീറ്റ് ബെൽറ്റ് ഉപയോഗിക്കാതിരിക്കുന്നിടത്ത്. അപ്പോൾ ഡ്രൈവർ സീറ്റ് ബെൽറ്റ് ഉപയോഗിക്കുന്നു, സൈഡിൽ ഇരിക്കുന്ന ബാക്കിൽ ഇരിക്കുന്ന ആൾക്കാർ എല്ലാവരും എന്ത് ചെയ്യുന്നറിയാമോ, വളരെ കൂളായിട്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു ഭയങ്കര ഒരു കൊളീഷൻ വരുന്ന നേരത്ത് സ്വാഭാവികമായിട്ട് അവരെന്താകുന്നു, ഹെവിലി ഇഞ്ചുവേർഡ് ആകാറുണ്ട്. പ്രത്യേകിച്ച് കൊച്ചു പിള്ളേർ. എനിക്ക് ഈ ഫ്രണ്ടിലിരുന്നിട്ട് ഒരു കൊച്ച് 2.5-3 വയസ്സായ കുട്ടി, ആ ആക്സിഡൻറ്റ് കഴിഞ്ഞ് ആ കൊച്ച് എന്താണ് ഫ്രണ്ട് ഡാഷ്ബോർഡും ആ കുട്ടി എല്ലാം കൂടെ ഞെരിങ്ങി അമർന്നിട്ട് ഹാർട്ട് വെളി വന്ന് റിബ്സ് പൊട്ടിയിട്ട് ആ കണ്ടീഷനായിരുന്നു ആ കൊച്ചിനെ കാറിൽ നിന്ന് എടുക്കുന്ന സമയത്ത്. അതുപോലെ വേറൊരു ആക്സിഡൻറ്റിൽ ബാക്കിലുണ്ടായിരുന്നൊരു പാസഞ്ചറിനും ഇതുപോലെ അരയ്ക്ക് താഴെ തളർന്നു പോയി. ഹെഡ് ഇഞ്ചുറി സംഭവിച്ച് ഫുൾ കോമയിലായ ഒരു കാറിനകത്ത് തന്നെ 2 പേര് ഫുൾ കോമയിലായ ഒരു കേസുണ്ട്. അപ്പം ഇതൊക്കെ ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. ഇതെല്ലാം കുറച്ചുകൂടെ നമ്മൾ ശ്രദ്ധിച്ചിരുന്നെങ്കിൽ നമുക്ക് ഒഴിവാക്കാൻ പറ്റുന്നതായിട്ടുള്ള അപകടമാണ്. അതുപോലെ ബൈക്കും പെഡസ്ട്രിയൻ്റെ കാര്യമൊക്കെ പറഞ്ഞല്ലോ. ഏറ്റവും നമ്മുടെ റോഡുകളിൽ ഓടുന്നതിൽ ഏറ്റവും സുരക്ഷിതമല്ലാത്തൊരു വാഹനം ഏതാണെന്നറിയോ? ഓട്ടോറിക്ഷയാണ്. ഒട്ടും സുരക്ഷിതമല്ലാത്തൊരു വാഹനം ഓട്ടോറിക്ഷയാണ്. അത് ഒരു സ്പീഡിൽ കൂടുതൽ പോയി തിരിക്കുന്നു, മറിയുന്നു, ചെറുതായിട്ട് തട്ടുന്നു, അത് മറിയുന്നു. അതിനകത്ത് സീറ്റ് ബെൽറ്റും ഇല്ല, അതിനകത്ത് എയർ ബാഗും ഇല്ല. ഇത്രയും സേഫ് അല്ലാത്തൊരു വാഹനം എനിക്കൊന്നും നമ്മുടെ രാജ്യത്താണെന്ന് തോന്നുന്നു ഇത്ര സുലഭമായിട്ട് ഇത്രയും സേഫ് അല്ലാത്തൊരു വാഹനം റോഡിൽ കൂടെ ഓടുന്നത്. സാധാരണ നമുക്കൊരു ആക്സിഡന്റ് ഉണ്ടാകുമ്പോൾ ഈ വണ്ടി ഓടിക്കുന്ന ആൾ, ഡ്രൈവർ, ഈ വ്യക്തിക്ക് ഈ കേസുമായിട്ട്, അതായത് ആക്സിഡന്റ് ഉണ്ടാകുന്നതുമായിട്ട് ബന്ധപ്പെട്ട് എത്രത്തോളം ഇൻവോൾവ്മെന്റ് ഈ പിന്നീട് കേസുമായിട്ട് ബന്ധപ്പെട്ട് ചെയ്യേണ്ടി വരും? ഡോക്യുമെന്റ്സ് എല്ലാം ക്ലിയർ ആണെന്നുണ്ടെങ്കിൽ, അതായത് ഓടിച്ച ആൾക്ക് ലൈസൻസ് ഉണ്ട്, വണ്ടിക്ക് ഇൻഷുറൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് അങ്ങനെ വലിയ ബുദ്ധിമുട്ടൊന്നും ഇതിനകത്ത് വരുന്നില്ല. ഇപ്പം നടന്നു പോയ ഒരാളെ ബൈക്ക് ഇടിച്ചു, ഈ പരിക്ക് പറ്റിയ ആൾ ഒരു കേസ് കൊടുത്തു കഴിഞ്ഞാൽ ഇയാൾ സ്റ്റേഷനിൽ ഒരു ദിവസം പോകേണ്ടി വരും. അയാളുടെ ലൈസൻസ് ബാക്കിയുള്ള ഡീറ്റെയിൽസ് കൊണ്ടുവന്ന് കൊടുക്കേണ്ടി വരും. അടുത്ത് അദ്ദേഹത്തിന് വരുന്നതെന്ന് പറഞ്ഞാൽ നെഗ്ലിജൻ്റായിട്ട് വണ്ടി ഓടിച്ച് ഈ അപകടം വരുത്തിയത് കൊണ്ട് ഒരു ഫൈൻ വരും. അത് സബ്സിക്വൻ്റ് ആയിട്ട് ഒരു 6 മാസം മുതൽ ഒരു വർഷത്തിനകത്ത് അദ്ദേഹത്തിനൊരു ഫൈൻ വരും. അതുപോലെ ആ പരിക്ക് പറ്റിയ ആൾ നഷ്ടപരിഹാരത്തിനുണ്ട് ഒരു കേസ് ഫയൽ ചെയ്തിട്ടുണ്ടായിരിക്കുമല്ലോ. ഇദ്ദേഹത്തിന് ലൈസൻസ് ഉണ്ട്, വണ്ടിക്ക് ഇൻഷുറൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ 1 രൂപയുടെ ചിലവും എക്സ്പെൻസ് അയാളുടെ ഒന്നും ഉണ്ടാകത്തില്ല. അത് ഓൾറെഡി ഇൻഷുറൻസ് കമ്പനിയാണ് കോമ്പൻസേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ അയാൾക്ക് ഒരു ഫൈൻ വരുമെന്നുള്ളതും ഒരു ദിവസം സ്റ്റേഷനിൽ പോയി അദ്ദേഹത്തിൻ്റെ റെക്കോർഡ്സ് കൊടുക്കണമെന്നുള്ളൊരു ബുദ്ധിമുട്ട് മാത്രമേ വരുന്നുള്ളൂ. അല്ലാതെ ഈ കോടതിയിൽ കയറി ഇറങ്ങി നടക്കേണ്ട ഒരു ബുദ്ധിമുട്ട് ഇതിനകത്ത് വരുന്നില്ല. അത് മറ്റാൾക്കാർക്കും ഇല്ല. തഫിക്ക് നമുക്ക് ഇപ്പം പരിക്ക് പറ്റുന്ന ആൾക്കാരും പെട്ടെന്ന് ചിന്തിക്കുന്ന എന്താണെന്നറിയാമോ? അയ്യോ കേസായി കഴിഞ്ഞ് ഇനി എന്നും കയറി ഇറങ്ങി നടക്കണം. ഒരിക്കലുമല്ല. ഇതൊരു ബെനിഫിഷ്യൽ ലെജിസ്ലേഷനാണ്. ഈ ലെജിസ്ലേഷൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിനകത്തുള്ള വിക്റ്റിം ഓൾറെഡി ഒരുപാട് പെയിന്, മെൻ്റൽ ആംഗിണി, ഫിനാൻഷ്യൽ ലോസ് എല്ലാം സഫർ ചെയ്ത് നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. അവർക്ക് വീണ്ടും ഈ നിയമപരമായിട്ടുള്ള ഒരു പ്രോസസ്സിനകത്തിട്ട് അവരെ ബുദ്ധിമുട്ടിക്കരുത് എന്നുള്ളതാണ് ഈ ലെജിസ്ലേഷൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. യഥാർത്ഥം പറഞ്ഞാൽ ഒരു പരിക്ക് പറ്റിയ ആൾ MACT കോടതിയിൽ ഒരു കേസ് ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഒരു ദിവസം പോലും അയാൾ കോടതിയിൽ വരണ്ട എന്നുള്ളതാണ്. കാരണം ക്ലെയിം പോലും അയാളുടെ അക്കൗണ്ടിലോട്ടാണ് പോകുന്നത്. അയാളുടെ മെഡിക്കൽ ഡോക്യുമെൻറ്റ്സും ബാക്കിയുള്ളതാണ് നമ്മൾ കോടതിയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. വളരെ റെയറായിട്ടുള്ള കേസുകളിൽ മാത്രമേ ഈ പരിക്ക് പറ്റിയ ആളെ നമ്മൾ കോടതിയിൽ ഹാജരാക്കൂ. എന്താണ് റെയറായിട്ടുള്ള കേസ്? കോടതിക്ക് അയാളെ കണ്ടൊരു സഹാനുഭൂതി തോന്നണം, അല്ലെങ്കിൽ അയാളുടെ ബുദ്ധിമുട്ടുകൾ കോടതിയുടെ ഫ്രണ്ടിൽ നേരിട്ട് പറയാനായിട്ടുള്ളൊരു അവസരം വേണ്ടി മാത്രമായിരിക്കും നമ്മൾ കയറ്റുന്നത്. ഒരു 2 വർഷം മുമ്പ് എനിക്ക് വന്നൊരു കേസ്, ഒരാളെ 3 പ്രാവശ്യം ആംപ്യൂട്ടേഷൻ ചെയ്തു. ഒരു ആക്സിഡൻറ്റ് പറ്റി, കാലിൽ കൂടെ ബസ് കയറി, ത്രൂ നീയാണ് ആംപ്യൂട്ടേഷൻ, അതായത് മുട്ടിൽ വെച്ചിട്ടാണ് ആംപ്യൂട്ടേഷൻ ചെയ്തത്. ആംപ്യൂട്ടേഷൻ ചെയ്ത ഹോസ്പിറ്റലിൽ ഇത് ഞാൻ പറയുന്നില്ല, പക്ഷേ ആ കാല് ഇൻഫെക്റ്റഡായി, ഞങ്ങൾക്ക് ഷുഗറുണ്ട്, ഇൻഫെക്ഷൻ കയറി. അങ്ങനെ കുറച്ച് ദിവസം കഴിയുമ്പോൾ വീണ്ടും കുറച്ചുകൂടെ മുകളിൽ വെച്ചിട്ട് ആംപ്യൂട്ട് ചെയ്തു. അപ്പോൾ 2ആയി. വീണ്ടും ഇൻഫെക്ഷൻ മുകളിലോട്ട് കയറി, വീണ്ടും ഒരിക്കൽ കൂടെ കട്ട് ചെയ്യേണ്ടി വന്നു. അവസാനം ഇയാളെ കോടതിയിൽ കാണിക്കാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ യഥാർത്ഥം പറഞ്ഞാൽ ആംപ്യൂട്ടേഷനൊക്കെ ഉണ്ട്, കുറച്ച് സ്റ്റമ്പ് ഉണ്ടെങ്കിൽ ആർട്ടിഫിഷ്യൽ ലിംബൊക്കെ വെച്ച് കഴിഞ്ഞാൽ സുഖമായിട്ട് നമുക്ക് നടക്കാം. മറ്റേ പഴയതുപോലത്തെ ബുദ്ധിമുട്ട് നമുക്ക് പെട്ടെന്ന് അറിയത്തുമില്ല. നല്ല അത്യാവശ്യം നല്ല കമ്പനികളുടെയൊക്കെ ഒരു 4 ലക്ഷം 5 ലക്ഷം രൂപയുടെയൊക്കെ ലിംബ് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലവണ്ണം നമുക്ക് നടക്കാൻ പറ്റും. ഇയാളെ സംബന്ധിച്ച് നിങ്ങൾക്ക് സ്റ്റമ്പില്ല, ആർട്ടിഫിഷ്യൽ ലിംബ് വെക്കാനായിട്ട് സ്റ്റമ്പില്ല, മുറിച്ച് ഏറ്റവും മുകളിൽ വരെ എത്തി. അപ്പോൾ എന്ത് പറ്റിയെന്ന് പറഞ്ഞാൽ അയാളെ കോടതിയിൽ എനിക്ക് കാണിക്കണം.
ഇതാണ് ഇയാളുടെ അവസ്ഥ. ഇയാൾക്കൊരു ആർട്ടിഫിഷ്യൽ ലിംബ് പോലും വെക്കാനായിട്ട് പറ്റുന്നൊരവസ്ഥയിലല്ല. അപ്പം അങ്ങനെയുള്ള കേസുകളിൽ നമ്മൾ എന്ത് ചെയ്യും, അവരെ കോടതിയിൽ കൊണ്ടുവന്ന് കാണിക്കും. അപ്പം അങ്ങനെ ഇതൊക്കെ ഒരു 100-ൽ ഒരു 5% കേസുകൾ മാത്രമേ ഈ പരിക്ക് പറ്റുന്ന ആളിനെ നമുക്ക് കോടതിയിൽ കാണിക്കേണ്ടി വരുന്നുള്ളൂ. പിന്നെ ചില കേസുകൾ നമുക്ക് അതിനേക്കാളും ബുദ്ധിമുട്ട് തോന്നും. ചില കേസുകളിലെന്ന് പറഞ്ഞാൽ ഈ പരിക്ക് മൂലം അവർ വേറെ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടിൽ മരണപ്പെടും. എനിക്ക് 2011 കക്ഷി ഉണ്ടായിരുന്നു. അവനൊരു ആക്സിഡൻറ്റ് പറ്റി. അവൻ്റെ കാലിൽ ഒരു 6-7 അടുത്ത് പ്ലേറ്റ് ഇട്ടിട്ടുണ്ട്. അതായത് ഇടുപ്പിലൊരു പൊട്ടൽ സംഭവിച്ചു, തൊടാസ്ഥിയിൽ പൊട്ടലുണ്ട്, മുട്ടിനകത്ത് പൊട്ടലുണ്ട്, മുളങ്കാലിന് അസ്ഥിയിൽ പൊട്ടലുണ്ട്. അവനൊരു മത്സ്യബന്ധന തൊഴിലാളിയാണ്. നമ്മുടെ ഓക്കി വന്നില്ലേ, ഓക്കി വന്ന സമയത്ത് അവൻ യാത്ര ചെയ്തിരുന്ന ബോട്ട് മറിഞ്ഞു. അതിലുള്ള എല്ലാ ബാക്കിയുള്ളവർ രക്ഷപ്പെട്ടു, ഇവന് രക്ഷപ്പെടാൻ പറ്റിയില്ല. കാരണം ഇവന് നീന്താൻ പറ്റുന്നില്ലേ, കാലിലെ പ്രശ്നം കാരണം. ഞാൻ പറഞ്ഞ് മനസ്സിലായില്ലേ? അപ്പം അതിൽ യഥാർത്ഥത്തിൽ അവന് പറ്റിയ പരിക്ക് മൂലം മരണകാരണമായിട്ട് മാറി. മനസ്സിലായില്ല? അങ്ങനെ ചില കേസുകൾ അങ്ങനെ നമുക്ക് വളരെ റെയറായിട്ടുള്ള ഇൻസ്റ്റൻസസ് വരാറുണ്ട്. ചിലത് കോമ സ്റ്റേജിൽ കിടന്നിട്ട് വർഷങ്ങളോളം 3.5 വർഷം 4 വർഷം കഴിഞ്ഞിട്ട് മരണപ്പെടുന്ന കേസുകളുണ്ട്. വളരെ റീസെൻ്റായിട്ട് ഇപ്പോൾ 5 വർഷം കഴിഞ്ഞിട്ട് കോമ സ്റ്റേജിൽ കിടന്ന 38 വയസ്സായ ഒരാൾ മരണപ്പെട്ടുപോയി. വളരെ എനിക്ക് ഭയങ്കര നമുക്ക് കുറേ നാൾ കഴിയുമ്പോൾ ഒരു ഇമോഷണൽ ബോണ്ടിങ് ഉണ്ടാകുന്നൊരു ഫാമിലി പോലത്തെ ഒരു ഫാമിലി ആയിരുന്നു. അതിലും ആ അപകടം സംഭവിച്ചതെന്ന് പറഞ്ഞാൽ അയാൾ വേറൊരു ആളുടെ ബൈക്കിൻ്റെ ബാക്കിൽ ഇരുന്ന് വന്നപ്പോൾ റോഡ് സൈഡിൽ പാർക്ക് ചെയ്തിരുന്ന ഒരു കാറിൻ്റെ ഡോറ് തുറന്നപ്പം തട്ടിച്ചെന്ന് വീണതാണ്. അന്ന് മുതൽ അയാൾ കോമ സ്റ്റേജിലാണ്. ഇപ്പോൾ ഒരു 1.5 മാസം മുമ്പാണ് മരണം സംഭവിക്കുന്നത്. ചിലത് ഇത്രയോ വർഷങ്ങളോളം കിടന്നൊക്കെ ആയിരിക്കും, ചിലത് വർഷങ്ങളോളം കിടന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ വീണ്ടും ആ ദുരിതം ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോയിക്കൊണ്ടിരിക്കും. അങ്ങനെ അതുപോലെ മറ്റൊരു അപകടം, ഒരു പയ്യൻ, അവന് 23 വയസ്സേ പ്രായമുള്ളൂ. അവൻ്റെ വലത് കാലിൽ മാംസമൊക്കെ ഉതിർന്നു പോയി, എല്ലാം കൂടെ കുത്തിത്തച്ചൊക്കെ വെച്ച് റെഡിയാക്കി എടുത്തു. എന്ന് പറഞ്ഞാൽ ഡീഗ്ലോവിങ് ഇഞ്ചുറി. അപകടം പറ്റി കാലിൽ പലയിടത്തായിട്ട് ഒരവ്, ചതവ്, മാംസമൊക്കെ ഉതിർന്നു പോയി, അങ്ങനത്തെ ഒരു ഇഞ്ചുറി ആയിരുന്നു. 4 ദിവസം ഹോസ്പിറ്റലൈസ്ഡ് ആയിരുന്നു, ഡിസ്ചാർജായി. ഒരു 6-8 മാസം കഴിഞ്ഞ് ഈ കേസ് അദാലത്തിൽ വന്നു. അദാലത്തിൽ വന്നപ്പോൾ ഞാൻ പുള്ളിയെ വിളിച്ചിട്ട് പറഞ്ഞു വരാൻ പറഞ്ഞു. കാരണം ബോണി ഇഞ്ചുറി, അസ്ഥികൾക്ക് പൊട്ടലൊന്നും ഇല്ലാത്തത് കൊണ്ട് ഈ ഒരു 2 ആഴ്ച 3 ആഴ്ച കഴിയുന്നിടത്ത് അത് റിക്കവർ ആവുമെന്നുള്ളതായിരുന്നു നമ്മുടെ ചിന്ത. അപ്പം ഞാൻ വിളിച്ചപ്പോൾ പറയും, സാറേ കാല് തറയെ കുത്താനായിട്ട് പറ്റില്ല, എൻ്റെ 2 സർജറി കഴിയുമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ എന്ത് പറ്റി? അയ്യോ സാർ, അത് കീലോയിഡ് പോലെ, അല്ലെങ്കിൽ ഈ കാലിലോട്ട് വരുന്ന ലിംഫ് നോട്ട്സ് ഉണ്ടല്ലോ, ഇതിലെന്തോ പ്രശ്നം ഉണ്ടായിരുന്നിട്ട് നമ്മുടെ റബ്ബറില്ലേ, റബ്ബർ മരം കണ്ടിട്ടുണ്ടോ? റബ്ബറിൽ ചീക്ക് വരില്ലേ, ഇങ്ങനെ മന്ത് കാല് പോലെ, മുട്ടിന് താഴെ കംപ്ലീറ്റ് ഇങ്ങനെ മന്ത് പോലെ വളർന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിനെ കംപ്ലീറ്റ് ചെത്തിക്കളഞ്ഞിട്ട് ഇവരെന്ത് ചെയ്തു, പലയിടത്തു നിന്നായിട്ട് സ്കിന്നെടുത്ത് അതിൽ സ്കിൻ ഗ്രാഫ്റ്റ് ചെയ്തു. ഒരു 3-4 മാസം കഴിഞ്ഞിട്ട് ഇത് വീണ്ടും ഇങ്ങനെ വളരെയാണ്. അങ്ങനെ 4 വർഷത്തിൻ്റെ ഇടയിൽ 11 സർജറി ആയിരുന്നു. പൊട്ടലുണ്ടോയെന്ന് വെച്ചാൽ ഒരു പൊട്ടലും ഇല്ല. പക്ഷെ കാലിങ്ങനെ വളരെ സുന്ദരനൊരു വേൻ ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കുന്നത്. അവസാനം ഇപ്പം വേറെ ഏതോ രീതിയിൽ ലിംഫ് നോട്ട്സ് ഒക്കെ മാറ്റിയിട്ട് ലാസ്റ്റ് സർജറി എന്തായാലും സക്സസ്ഫുൾ ആയിരുന്നു. ഇങ്ങനെ വ്യത്യസ്ത. അപ്പോൾ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ വളരെ റെയറാണ്. അപ്പോൾ ഇതൊക്കെ നമ്മൾ കോടതിയിൽ കാണിച്ച് ഇങ്ങനെ ഒരു ബുദ്ധിമുട്ട് അവർക്ക് ഉണ്ട് എന്നുള്ളത് പറഞ്ഞ് മനസ്സിലാക്കി ആ രീതിയിൽ നമുക്ക് ഫ്രണ്ടിലോട്ട് കൊണ്ടുപോകാനായിട്ട് പറ്റത്തുള്ളൂ. പലർക്കും പല രീതിയിലാണ്. നമുക്കൊരിക്കലും അത് നമ്മൾ ഹെഡ് ഇഞ്ചുറി എന്ന് പറയും, 10 പേരുടെ ഹെഡ് ഇഞ്ചുറി ഉണ്ടെങ്കിൽ 10ഉം 10 രീതിയിലായിരിക്കും. അക്ഷരം മറന്നു പോകുന്നവരുണ്ട്, ഡയറക്ഷൻ മറന്നു പോകുന്നവരുണ്ട്, മണം നഷ്ടപ്പെടുന്നു പോകുന്നവരുണ്ട്, ഓർമ്മക്കുറവ് സംഭവിക്കുന്നവരുണ്ട്, ആൾക്കാരെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റാത്ത ആൾക്കാരുണ്ട്, പൂർണ്ണമായിട്ടും സ്വഭാവം ചേഞ്ച് ചെയ്ത് തന്ന ആൾക്കാരുണ്ട്. മനസ്സിലായി? അപ്പം ഓരോരുത്തരുടെയും ബുദ്ധിമുട്ടനുസരിച്ച് വ്യത്യാസം വന്നുകൊണ്ടേയിരിക്കും കേസുകൾ. നമ്മൾ ഇത്രയും ആരോഗ്യത്തോടുകൂടെ നടക്കുന്നതിൻ്റെ മഹത്വം മനസ്സിലാവുന്നത് അങ്ങനത്തെ ഒരു അവസ്ഥയിൽ എത്തുന്ന ഒരാൾക്ക് മാത്രമേ അത് മനസ്സിലാക്കിയെടുക്കാനായിട്ട് പറ്റത്തുള്ളൂ. ഇത്ര റാഷായിട്ട് നമ്മളിങ്ങനെ ഇത് ചെയ്യുന്നു. എനിക്ക് പലപ്പോഴും ഈ പയ്യന്മാരൊക്കെ ഭയങ്കര സ്പീഡിലൊക്കെ വണ്ടി ഓടിച്ചു പോകുന്ന സമയത്ത് ഇവരെയൊക്കെ പിടിച്ചെടുത്തുനിന്ന് ഉപദേശിക്കാൻ തോന്നാറുണ്ട്. ചിലരതൊക്കെ ചോദിക്കുന്നത് പറയും, നമുക്കൊന്നും പറ്റൂല എന്ന് പറയും. പക്ഷേ ഈ അപകടം പറ്റുന്ന എല്ലാ ആൾക്കാരും പറ്റൂല എന്ന് പറഞ്ഞിട്ട് വണ്ടി ഓടിച്ച ആൾക്കാർ തന്നെയാണ്. ആരും എനിക്ക് പറ്റുമെന്ന് പറഞ്ഞാൽ വണ്ടി ഓടിച്ച ആൾക്കാരല്ലല്ലോ. അതിലും നമുക്കൊരു 100 ആക്സിഡൻറ്റ് വരികയാണെന്നുണ്ടെങ്കിൽ അതിലൊരു 50% 2 വീലറാണ്, ഒരു 30% പെഡസ്ട്രിയനാണ്, പിന്നെ വരുന്നുള്ളൂ ബാക്കിയുള്ള ആൾക്കാർ. അത് ഈ 2 വീലറിൽ നമുക്ക് ഏറ്റവും ബുദ്ധിമുട്ട് തോന്നുന്നത് ഒരു 20 to 30 ഏജ് ഗ്രൂപ്പിനകത്തുള്ളവരാണ് അതിലൊരു 50%. അവർക്ക് ആ ജീവിതത്തിൻ്റെ എന്താണ് എന്ത് മനോഹരമാണ് ജീവിതമെന്ന് മനസ്സിലാക്കുന്നതിന് മുൻപ് തന്നെ
ഇടിച്ച് വീണ് കൈ ഓടി, ചെറിയ ഫ്രാക്ചർ ആണെങ്കിൽ പിന്നെയും കുഴപ്പമില്ല. ഈ വലിയ വലിയ ഫ്രാക്ചറുള്ള ഹെഡ് ഇഞ്ചുറി സംഭവിച്ച് അരയ്ക്ക് താഴെ തളർന്നു പോയത്, ആംപുട്ടേഷൻ പറ്റുന്നത്, ഇങ്ങനെയുള്ള കേസുകൾ നമുക്ക് കാണുന്ന നേരത്ത് ഭയങ്കരമായിട്ട് നമുക്ക് അന്നത്തെ ദിവസം പോയി. ആ ഫയൽ എന്ന് കാണുന്നു അന്നല്ല ആ ദിവസം, മനസ്സിലായി? നമുക്ക് അതൊരു ഫയലല്ലല്ലോ, ആരുടെ ഒരു ജീവിതമല്ലേ നമ്മുടെ ഫ്രണ്ട് ഇരിക്കുന്നത്. എപ്പോഴും കാണുന്ന നേരത്തെ ആയിരുന്നാലും അവരായിരിക്കും നമുക്ക് ആദ്യം മനസ്സിനകത്തോട്ട് ഓർമ്മ വരുന്നത്. നമ്മൾ വണ്ടി ഓടിച്ച് പോകുന്ന നേരത്തെ ആയിരുന്നാലും ഞാൻ പലപ്പോഴും ആലോചിക്കും, ഓരോ ജംഗ്ഷനിലും ഇപ്പം പാളയത്തിൽ ഞാൻ ആക്സിഡൻറ്റ് ഡെത്ത് നടത്തിയ കേസ് എൻ്റെ മനസ്സിനകത്തോട്ട് ഓർമ്മ വരും. സ്റ്റാച്യു ജംഗ്ഷനിൽ ഞാൻ നടത്തിയതുണ്ട്, നമ്മുടെ പാളയം മാർക്കറ്റിൻ്റെ ഫ്രണ്ടിൽ ഞാൻ നടത്തിയത്, പേറുക്കടയിൽ നടത്തിയിട്ടുണ്ട്, പാറ്റൂരുണ്ട്, വഞ്ചൂരുണ്ട്. ഇങ്ങനെ അപ്പോൾ എന്നെപ്പോലെ ഒരാൾ ഇത്രയും നടത്തിയിട്ടുണ്ടെങ്കിൽ എത്ര ജീവിതങ്ങളാണ് ആ റോഡിൽ പൊലിങ്ങി വീണിട്ടുള്ളതെന്നറിയാം. എത്ര ജീവിതങ്ങളാണ്, ഇത്രയും ജീവിതങ്ങളാണ് ഇങ്ങനെ പൊലിങ്ങി വെക്കുകൊണ്ടിരിക്കുന്നത്. നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ഇങ്ങനെ പൊലിങ്ങി വെക്കുകയാണ്. അതിൻ്റെ പുറത്തോടെ വീണ്ടും നമ്മൾ എന്ത് ചെയ്യാണ്, നമ്മൾ സർക്കസ് കാണിച്ച് വെക്കുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ആവുന്നത്ര സേഫായിട്ട്, ആവുന്നത്ര പതുക്കെ, മറ്റാർക്കും ഒരു ഉപദ്രവം വരുത്തുക. കാരണം ഇതിലെ വിക്റ്റിമാകുന്ന ആൾക്കാർ സത്യം പറഞ്ഞാൽ ചിലപ്പോൾ അവർ വളരെ മിതമായ വേഗതയിൽ പോയ ആൾക്കാരായിരിക്കും, റോഡ് സൈഡിൽ കൂടെ മര്യാദയ്ക്ക് നടന്നു പോയ ആൾക്കാരായിരിക്കും. വേറെ ആരുടെയും അശ്രദ്ധ കാരണം നഷ്ടപ്പെടുന്ന ഒരു ജീവിതമാണ്, നഷ്ടപ്പെടുന്നത് ഒരാളുടെ ആരോഗ്യമാണ്, ആരുടെയോ ജീവിതത്തിൽ കണ്ണീര് വീഴുകയാണ്, ആരുടെയോ ജീവിതത്തിൽ ചോര വീഴുകയാണ്. അപകടം പറ്റിയിട്ട് എന്ത് ചെയ്യാം എന്ന് ആലോചിക്കുന്നതിനേക്കാളും അപകടം വരാതിരിക്കാനായിട്ട് നമുക്ക് എന്ത് ചെയ്യാം എന്ന് ആലോചിക്കുന്നതാണ് ഏറ്റവും നല്ലത്. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, ഒരു വേളാങ്കണ്ണി ബസ് ആക്സിഡൻറ്റ് പണകുടിയിൽ വെച്ചിട്ട് നടന്നെന്നുള്ളത്. ഇതിൽ പല ആൾക്കാരുടെ അടുത്ത് ഇപ്പോഴും ചോദിച്ചാൽ, 2016 നടന്ന ആക്സിഡൻറ്റ് 9 വർഷമായി. പല ആൾക്കാരും അതിനുശേഷം ഇതൊരു ബസ്സിൽ യാത്ര ചെയ്തിട്ടില്ല. കാരണം ഈ ബസ് ആക്സിഡൻറ്റ് നടക്കുന്നത് വെളുപ്പിന് ഒരു 5 മണി സമയമാണ്. ഇവരെല്ലാം അവിടെ നിന്ന് ഉറങ്ങിയിരുന്ന് വരികയായിരുന്നു. ആക്സിഡൻറ്റ് പറ്റിക്കഴിഞ്ഞപ്പം ആ ഷോക്കിൽ അവർ എഴുന്നേറ്റ് നോക്കുന്ന നേരത്തെ മൊത്തം ചോരയാണ്, മൊത്തം നിലവിളിയാണ്. അതിനകത്ത് ഒരു മാഡത്തിൻ്റെ 2 കൈ നഷ്ടപ്പെട്ടു. ഹസ്ബൻഡ് അവരെ കൊണ്ട് ആശുപത്രിയിൽ പോകാനായിട്ടൊരു കൈ അയാളുടെ കയ്യിൽ എടുത്തുകൊണ്ട് പോവുകയാണ്. വൈഫിൻ്റെ ഒരു കയ്യിലെടുത്തുകൊണ്ട് പോകാമെന്ന് പറയുന്ന സിറ്റുവേഷൻ ഒന്ന് ആലോചിച്ച് നോക്കുക. അതിൽ പലരും അതിനുശേഷം ഒരു ബസ് യാത്ര പോലും നടത്തിയിട്ടില്ല. അവരിപ്പോഴും ഉറങ്ങുന്ന നേരത്ത് ആ നിലവിളിയൊക്കെ കേട്ട് അവർ വീണ്ടും ഉറക്കം എഴുന്നേൽക്കുകയാണ്. അപ്പം ഇതൊക്കെയാണ് ഒരു ആക്സിഡൻറ്റ്. ഒരു നിമിഷത്തെ ആരുടെയോ അശ്രദ്ധയാണ് എന്താണ് എത്രയോ പേരുടെ ജീവിതങ്ങളിൽ ഈ ദുരിതം വിതച്ചത് എന്നുള്ളത്. പല കാരണങ്ങളുണ്ട്, അശ്രദ്ധ മൂലം സംഭവിക്കുന്നതും ആരുടെയും കാരണമല്ലാതെ സംഭവിക്കുന്നതും ആണ് റോഡ് ആക്സിഡൻറ്റ്സ്. ഒരുപാട് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റി. അപ്പോൾ താങ്ക് യു സോ മച്ച്. താങ്ക് യു.